പിന്നെ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടതിന് പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തീർന്നു. അതൊക്കെ ആ രീതിയിൽ പറയുമ്പോൾ ലാസ്റ്റ് അങ്ങനെ പത്രപടിയെ ജോലി പെണ്ണുങ്ങളെ ഗൾഫ്രണ്ടിനോട് നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ കൂടെ ഭക്ഷണം ഉണ്ടാക്കി സാധാരണ പോലെ എന്തെങ്കിലും ചെയ്ത് തീർന്ന് അങ്ങനെ ഇഷ്ടമുള്ളവർ ജോലി ചെയ്ത് വരുന്നു. പക്ഷെ നിങ്ങളെന്താ ചെയ്യണം? വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുക. പിടിച്ച് നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ്, പിടിച്ച് നിൽക്കണതിന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നിന്നിട്ട് നിങ്ങളുടെ തന്തയും തള്ളയും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നുണ്ടാവും. അപ്പോൾ അത് സത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണം. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് ഞങ്ങളുടെ കൂടെ നടന്നോ? നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ അറിവ് വേണം. സാധാ ഒരു ഓർമ്മയോടെ കാര്യങ്ങൾ ചെയ്ത് കുഴപ്പമില്ല. ആർട്ടിഫിഷ്യൽ അറിവ് വേണം, ക്ഷീണം വേണം, അറിവ് വേണം, ധൈര്യമില്ലേ, വിഷമം എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് നടക്കും. എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് അത് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്, മിസ്കമ്മ്യൂണിക്കേഷൻ, അത് ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർക്ക് ഇതില്ലാത്തത്. എന്നിട്ട് അത് റിപ്പീറ്റ് കുടിച്ച് ബോധമില്ലാണ്ട് ചത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ അതേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് 20 വർഷം നടന്നിട്ട് ഞാൻ പറഞ്ഞ് നടന്നിട്ട് പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഈ തലക്ക് സുഖം പറയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ നിങ്ങൾ പറയും 20 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് പരീക്ഷയിൽ പൊട്ടി, മറ്റേ കാലിലൊടിഞ്ഞ് വീണു, ആരും സഹായിക്കേണ്ട, കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന ആബ്സെൻ്റ് ആയി ഡ്രഗ് അടിച്ച് നടന്നവർ പറഞ്ഞിരിക്കണേ. എന്നിട്ട് അവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലസുഖം വയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്വന്തം കാര്യം നോക്കണ്ടില്ല. ഒരു അറ്റ്മോസ്ഫിയർ കണ്ടറിയില്ലേ ഇവിടെ എന്താ പറയണേന്ന്. ഞാൻ നിങ്ങൾ ചോദിക്കണം ഹാരിസ് അല്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ പേര് ചോദിച്ച് 3 വർഷം വന്നിട്ടില്ലല്ലോ. അപ്പം അല്ല, എൻ്റെ പേര് ഡെന്നീസ് എന്നാണ്, ഹാരിസ് അല്ല, അനിയനാണ്. ഉള്ള കാര്യം അറിയാം. അപ്പം എനിക്ക് വേണം പറയാം. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. നിങ്ങളെ ഗാർഡ് വിളിക്കേണ്ട കാര്യം ഇതൊരു മുഖത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലേ? ആരും അത് വിളിക്കണം നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്ക് അറിയില്ല. ഡ്രഗ് അടിച്ച് നടക്കല്ലേ? ഇതായിരിക്കും ടോൺ. ഈ എന്നെ മടുപ്പിക്കാനായിട്ട് ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി വരേണ്ട കാര്യമുണ്ടോ? പിന്നെ അപ്പോൾ ഞങ്ങൾ പിന്നെ പറയാം. ഇവിടെ 24 വയസ്സുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ മുകളിൽ അവരെ ഗാർഡ് വിളിക്കണം എന്ന് പറഞ്ഞു. മലയാളിയാണോ നിങ്ങൾ? ലിബിയരായി വിഡ്ഢികളായി വീണ്ടും അതുപോലെ അല്ലേ? മലയാളിയാണ് ഇതൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കും, ഞാൻ നന്നായിട്ട് ചോദിക്കും. നിങ്ങളവിടെ കുഴങ്ങിയിരിക്കുക ചെയ്യും. മലയാളി അല്ലേ അത്? മലയാളി പാരൻസ് ഉണ്ടായി. നിങ്ങൾക്ക് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ 24 വയസ്സുള്ള പിള്ളേർ എന്താ മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ വളി വിട്ട പോലെ ഓടി പോണ ടൈപ്പാണത്. എന്തിനാ നിങ്ങൾ ഈ വെഡ്ഡികളായിക്കൊണ്ടിരിക്കണേ? ഉള്ള കാര്യം മുമ്പേ തൊട്ട് സംസാരിക്കും. സാധാ പോലെ പറയല്ല. വലിയ അത പറ്റുള്ളൂ. നിങ്ങൾ ഈ കൗണ്ടർ ഇൻട്രാക്ഷൻ കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വെഡ്ഡികളെ ഡ്രഗ് അടിച്ചിറക്കണ ഡോക്ടേഴ്സ്, ഡ്രഗ് അടിച്ചിറക്കണ പേഷ്യൻസ് എല്ലാം മൊത്തം കുഴപ്പം. എന്തിനാണ് ആർക്ക് വേണ്ടി ആയിരിക്കും നീങ്ങണേ? അവിടെ മാഷെന്ന് പറഞ്ഞ് നടക്കണവരുണ്ട് ഫീസ് മേടിച്ചിട്ട്. ചെറിയ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണത്. നിങ്ങൾക്ക് മനസ്സിലാക്കി മാറാനുള്ള ബോധമൊന്നും ഇല്ലേ? എനിക്കിങ്ങനെയുള്ളൊരു കണ്ട പരിചയം കൂടി ഇല്ലാന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിന് മുഖത്ത് സംസാരിക്കാനില്ല. പിന്നെ ഞാൻ എന്താണ് നിങ്ങൾ പരിചയം കാണിക്കേണ്ട കാര്യം? ഞാനാണ് നിങ്ങൾ ഒളി നോക്കുന്നത്, എന്നെ ഒളി നോക്കുന്നതൊക്കെ ബാക്കിയുള്ള ചെയ്യുന്നതൊക്കെ. കുറെ ഡ്രഗ് അടിച്ച് കൊടുത്തിറക്കണം. കുറെ മുസ്ലിം എല്ലാം കൂടി ഡ്രഗ് അടിച്ച് ഇറക്കുന്നുണ്ട്. കുറെ 5 അടി 6 ഇഞ്ചും കുറെ 78 വയസ്സുള്ളവര്. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കണം കുറെ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി പറഞ്ഞിരിക്കണം. ഒരു അറ്റ്മോസ്ഫിയർ കണ്ടറിയില്ലേ? അവിടെ ആഫിയ എന്തൊക്കെ പറയാം, എന്തൊരു ബോധത്തോടെ സംസാരിക്കുന്നവരോടായിട്ട് കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ തന്നെ കുഴങ്ങി പോകും. എന്തിന് ബോധമില്ലാണ്ട് നടക്കേണ്ട കാര്യം? നീ വേറെ എന്തൊക്കെ ആരും നോക്കും, തട്ടിച്ച് നോക്കും, ബോധമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുടിച്ച് ഡഗടിച്ച് നടക്കണവർ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്താ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്? അതിനുള്ള പ്രൂഫും ഇല്ല. പ്രൂഫ് കൊണ്ടുപോയിട്ട് ഇവിടെ അതിനെക്കുറിച്ച് എനിക്ക് തരായിരുന്നില്ല. 5 പ്രാവശ്യം എൻ്റെ മൊബൈൽ കാണണ്ടായില്ല. അതിനെ കുറച്ച് പോലീസ് ഏൽപ്പിക്കാൻ പുതിയത് മേടിക്കാണ്ട് അതൊക്കെ എനിക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ തുറന്നു നോക്കിയിരിക്കണം. നിങ്ങളുള്ളിൽ നോക്കണല്ലോ. അതിന് പോലീസ് ഏൽപ്പിക്കണം, അതും ചെയ്യാം. ഞാൻ എന്തിനാണ് ക്ലീശോ എന്ന് പറയണേ? ഡ്രഗ് അടിച്ച് നടക്കണവരെ അതൊക്കെ ചൂറ്റിപ്പോയ കേസുകളല്ല. ആത്മഹത്യ ചെയ്തവര്, റോമൻ കാത്തലിക്, ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞാൽ നടന്നവര്. എൻ്റെ 5 മൊബൈൽ പോയിന്റ് ഗ്ലീഷോയുടെ മൊബൈലാണ് പോയത്. ഈ സാധാ മൊബൈൽ പഠിക്കുന്നതാ. 3ാമത്തെ 7ാമത്തെ വ്യത്യാസം അറിയില്ലേ? ഈ വിഡിത്തെ കൊണ്ട് നടക്കാൻ നിങ്ങൾ പോലത്തെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യോ? എൻ്റെ 5 മൊബൈൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറിച്ച് സർക്കിളില്ല. എൻ്റെ മൊബൈൽ കണക്ഷൻ തരായിരുന്നല്ലോ. എൻ്റെ കണക്ഷൻ തരാണ്ട് നിങ്ങൾ തരേണ്ട കാര്യം എന്താ? നിങ്ങളത് തുറന്ന് മുള നോക്കിയിരിക്കേണ്ട. എൻ്റെ മൊബൈൽ പാസ്വേഡ് നോക്കിയിട്ടല്ല എൻ്റെ മൊബൈൽ പോയത്. അത് വീണ്ടെടുക്കായിരുന്നില്ല പുതിയത് മേടിക്കാണ്ട്. ഇത്ര നാളെ ഇവിടെ ഉണ്ടെന്നുള്ള പ്രൂഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇവിടെ ഇന്നലെ വന്നുള്ളൂ. എൻ്റെ ഡാഡി മമ്മി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ക്യാമറയുടെ കണക്ഷൻ ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ തരണ്ട. എൻ്റെ കണക്ഷൻ തരണ്ട. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഡിസ്കണക്ട് ചെയ്തോന്ന് ഞാൻ പറയുള്ളൂ. അത് വെഡി പ്രൂഫ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്തിട്ട് ഓളി നോക്കണം? എന്തൊരു പ്രൂഫ്, എന്തൊരു കോണത്തിന് പറഞ്ഞിട്ട് ഈ ഡ്രഗ് അടിച്ച് നടക്കാൻ എന്തൊരു പറയാൻ നടക്കാൻ പോണേ? അപ്പം അത് പറയാൻ അറിയില്ല. അത് എത്ര കാര്യങ്ങൾ പറയാം.
നിങ്ങൾ തോറ്റ് തൂറാൻ പോയില്ല നിങ്ങൾ. എത്ര ഇതിലെ എന്തൊക്കെ പറയാം. എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസ് ആണ്. നിങ്ങൾക്ക് അതിന് മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. അതുകൂടി പറയാം. എനിക്കറിയാം ആരൊക്കെ എന്നെ അറിയണമെന്ന് അറിയാം. എനിക്ക് നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ബോധിപ്പിക്കുമോ? സാധാരണ രീതിയിൽ പറയുള്ളൂ. ഇതിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ പറയണ്ടേ, നീ സാധാരണ രീതിയിൽ പറയും. അതുകൂടി കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എൻ്റെ ഓളി നോക്കണ്ട. അതിന് അവർക്ക് എൻ്റെ മൊബൈലൊക്കെ പോയത് അപ്പോൾ എനിക്ക് വീണ്ടും എടുക്കായിരുന്നു, പുതിയത് മേടിക്കാണ്ട്. പോലീസ് ഏൽപ്പിക്കേണ്ടത് ഡ്രഗ് അടിച്ച് കൊടുത്താൽ തുറന്നു മുളക് നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു മൊബൈൽ കണക്ഷൻ തരണ്ട. ഞാൻ ഡ്രഗ് അടിച്ച് കൊടുക്കാൻ നടക്കാൻ പോയില്ലല്ലോ. അങ്ങനെ വെഡി പ്രൂഫ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ വരെ പറയും അത് പറയരുത് നീ ഞാൻ ചാവടം 112 വയസ്സ് തോറ്റ് നീ മുഷിയോ, നീ നോക്കിയിരുന്നോ? നീ ആവശ്യമില്ലാത്ത രീതിയിൽ കരുതി കൂട്ടുമല്ല. എൻ്റെ പേര് ഹാരിസ്. എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസ് എന്നാണ്. എന്നോട് മുമ്പ് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറയാൻ. നിന്നെ എന്ത് പറയും? അല്ലേ, നീ ഡ്രഗ് അടിച്ച് നടക്കണ വിടിയുണ്ടല്ലോ തമ്മിൽ പോലീസ് നടക്കുന്നത്. പിടിച്ചിക്കണതിൻ്റെ തെറ്റിദ്ധാരണ, പിടിച്ചിക്കണതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർ ഇതില്ലാത്തതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർ ഇതില്ലാത്തത് ഓപ്പോസിറ്റ്, സോഷ്യൽ അല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ പോവാ ചെയ്യുള്ളൂ. നിന്നെ ഞാൻ വക വെക്കണതിൻ്റെ അർത്ഥം. ഒരു കാര്യം പറഞ്ഞു തന്നു, അത് മാറാൻ തയ്യാറല്ലേ? എന്നിട്ട് വീണ്ടും നിന്നെ വക വെക്കണം അല്ലേ? അവിടെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവെക്കണതിൻ്റെ അർത്ഥം എന്തെങ്കിലും മനസ്സിലായിട്ടില്ല ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്? ഇപ്പോഴും നീ അത് കടും പിടിച്ചിരിക്കുക. നിന്നെ പിടിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് എനിക്ക് കുറേ പിടിച്ച് നിന്നല്ലോ. നിന്റെ തന്തയും തള്ളയും കുറേ ഡ്രഗ് അടിച്ച് കുടിച്ച് ചത്തണ്ടായിരുന്നു. അത് കടും പിടിച്ച് ദുഷാഠ്യം പിടിച്ചിരിക്കുക. നീ നിന്റെ കൂടെ ഡ്രഗ് ഹിന്ദു മുസ്ലിം റോം കാത്തലിക്സ് പറയോ? ഞാൻ പറയും എൻ്റെ ഒരു അടിമ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇയാളെ കണ്ടിട്ടില്ലേ? ഞാൻ പഴകിയാണെങ്കിൽ പറയും ഇയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലേ. ഉള്ള കാര്യം നിങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റണില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾ ചോദിച്ച അവസ്ഥ. തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ കൗണ്ടർ ഇൻട്രാക്ഷൻ നിങ്ങളെ തന്നെ വീണ്ടും അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കല്ലേ? ഞാൻ അവിടെ ബോധത്തോടെ പറയണേ, തിരിച്ച് കുടിച്ചിട്ടൊക്കെ സ്ഥലക്കണല്ലോ. എനിക്ക് ഇയാളെ മുഖം ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലയെന്ന് പറയും. അപ്പം നീ എന്ത് പറയും? മുഖത്തടിച്ച് പറഞ്ഞ പോലെ ഇല്ലേ, എനിക്കറിയില്ല ഇയാളെന്ന് പറയും. നീ എന്ത് പറയും തിരിച്ച്? എന്നെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കോ നീ പഴകിയവര്? എടാ, ഏത് രീതിയിലെ ക്രിസ്ത്യാനിറ്റി ഏത് രീതിയിൽ പറഞ്ഞു പോകണമെന്ന് നോക്ക്. അയാൾ നിന്റെ കുറിച്ച് അവസ്ഥയാണ് ഹിന്ദു മുസ്ലിമും റോമൻ കാത്തലിക്കും നിരീശ്വരവാദം വിപരീതമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. അറിവില്ലായ്മ പാതി അറിവും കൊണ്ട് കുറേ പുസ്തകങ്ങൾ അമർചിത്ര വായിക്കണല്ലേ, അതിലുള്ള ഡ്രഗ് അടിച്ച് നടക്കണത് ഇതല്ല ഇവിടെ വരുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഒരു സീജറോയും അവൻ്റെ ആത്മഹത്യ ചെയ്തവരും അവൻ്റെ ഷാജി പാരലിസിസ് ലേറ്റസ്റ്റ് ആയിരുന്നു കൂട്ടി വാങ്ങിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ആവശ്യപ്പെടാണ്ട് ഞാൻ അതിനനുസരിച്ച് പോകണം, എപ്പോഴെങ്കിലും പോവും. അതിനൊക്കെ ഉള്ള മനസ്സിലാക്കാൻ നിനക്കുണ്ടോ? വെട്ടി പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. നീ തോൽവിയല്ലേ? മലയാളിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? മലയാള പാരൻസ് ഉണ്ടായിരുന്നു, ഹിന്ദി പറഞ്ഞു നടക്കണു. മലയാള പാരൻസ് ഉണ്ടാവുക പറഞ്ഞു നടക്കാണ്ട് നീ മലയാളിയെ പറഞ്ഞ് നാണക്കേടാണ്. ഡ്രഗ് അടിച്ച് കുറിച്ച് തമ്മിൽ പോലീസ് നടന്നത് ഇല്ലാണ്ടായ പുനർജന്മം വരെ ഇല്ലാന്ന് നിനക്ക് തന്നെ സ്വയം അറിയാം. ഈ നശ്വരമായ മണ്ടശിവന്മാരെ അയച്ചിട്ട് പിന്നെ എന്തിനാണ് തമ്മിൽ കൊല്ലിച്ചോണ്ടിരിക്കണം നീ? ഷാജു വരെ പാരലിസിന്റെ ആ വക്കത്തെത്തി. എന്നിട്ട് മതിയായിട്ടില്ലേ നിനക്ക്? എന്നിട്ട് അവർ ആവശ്യപ്പെടാണ്ട് ഞാൻ പോകണമെന്ന് ചെയ്യണം. ഉള്ള കാര്യമില്ല പറയണം. ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കവർ പറയോ? പറയാനുള്ളത് എവിടെ പറയണം എന്നുള്ള ഒരു ഇതില്ല. എടാ, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ തന്നെ പറയും. പേര് വിളിച്ചിട്ട് സംസാരിക്കണല്ലേ, അതിന്റെ തോൽവിയല്ലേ? ഞാൻ അവർ ആവശ്യപ്പെടാണ്ട് പോകണം അവിടെ അല്ലേ പറഞ്ഞത്? ഇത്ര നേരം തുടക്കത്തിന് മുമ്പ് ഞാൻ അതല്ലേ പറഞ്ഞത്? നിങ്ങൾ പറയോ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണം എന്ന് തുടങ്ങുമോ? ക്രിസ്ത്യാനിറ്റി കുറിച്ച് തട്ടിച്ചൊക്കെ പറയോ? ഞാൻ പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത എടുത്ത് പറയും. ഞാൻ പറയണ രീതി അനുസരിച്ച് നീ തോറ്റ് മുഷിയുമെന്ന്. എടാ, പഴകിയൊരു ഞാൻ എന്നെ അറിയാൻ പറയുന്നത് ഹാരിസ്. എൻ്റെ പേര് ഡെന്നീസ്. നിങ്ങളെ മുമ്പ് കണ്ട് പരിചയം. എനിക്ക് നിങ്ങളെ കണ്ട് പരിചയം കൂടി ഇല്ലാന്ന് പറയാൻ നീ എന്ത് പറയും? എൻ്റെ ഡാഡി മമ്മി നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ ബാക്കി എനിക്ക് തരേണ്ടതല്ലേ? തുറന്നു നോക്കിയിരിക്കണ്ടെങ്കിൽ പുതിയത് പഠിക്കാണ്ടെങ്കിൽ ചെയ്യായിരുന്നു. അതൊക്കെ ഡാഡി പറയണല്ലേ. അപ്പോൾ ഈ കമ്മീഷൻ തരേണ്ടി വരും. അത് വേണ്ട, കൊടുക്കരുത്. നിങ്ങൾ വീണ്ടും പറഞ്ഞ ശ്രദ്ധാകേന്ദ്രം ഇവിടെയാന്ന് പറഞ്ഞിട്ടും ഞാൻ എന്നെയും നിങ്ങളെയും ഓളി നോക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഈ വെഡി പ്രൂഫ് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അപ്പം അതിനുള്ളത് കേട്ടോ, തോറ്റ് മുഷിയാതിരിക്കാനാണ് നിങ്ങൾ വിഡിത്തം കാണിക്കുന്നത്. കരുതി കുട്ടി കാണിക്കുന്നത് ചെയ്തിട്ട് നിങ്ങൾ അതിനെ തോൽക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? ചൂറ്റി പോയ ശവങ്ങളെ പറഞ്ഞിരിക്കുക. കുടിക്കുകയും കഴിച്ചതാണവരെ. ഹിന്ദി പറഞ്ഞത് വേറെ. ഞാൻ ഹിന്ദി പറഞ്ഞു നടക്കണം, വേറെ കാര്യം പറഞ്ഞു.
എനിക്ക് നിങ്ങളെല്ലാവരും അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങളെല്ലായിടത്തും ആവശ്യമില്ലാണ്ട് സംസാരിക്കും. വേറെ എന്തൊക്കെയോ ഉള്ള കാര്യം പേര് സംസാരിക്കാണ്ട് അരുന്നൂട്ടി വാങ്ങണേന് എനിക്ക് നിങ്ങളെ അറിയും കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബാക്കിയെല്ലാം പറഞ്ഞിട്ട് എന്തിനാണ് ഈ തോറ്റു മുഷിയാൻ നടക്കണ നീ? ഉള്ള കാര്യം നിങ്ങൾക്ക് അനുവർത്തിക്കാൻ അറിയില്ല. സ്വന്തം ഇവിടെയുള്ള വീട്ടുകാരെ ഇറക്കി ഓടിപ്പിക്കണ രീതിയിലാക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ പറയണോ അത് വേണ്ടത്, അത് വേണ്ടെന്ന് പറയണം. അവരെ കൊണ്ട് വീട്ടിൽ ഇറക്കിച്ചിട്ട് ഞാൻ അവരോട് തെറി വിളിക്കാൻ പോയില്ലല്ലോ. നല്ല മര്യാദയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി ക്ഷണിച്ച് അങ്ങനെ പോയത്. തമ്മിൽ കൊല്ലിക്കുന്നത് നിങ്ങളല്ലേ. എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. എനിക്ക് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ അറ്റ്മോസ്ഫിയറാണ്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അത് വേറെ രീതിയിൽ തിരിച്ചു പ്രശ്നം പങ്കുവയ്ക്കുന്നതും അതൊക്കെ വേറെ രീതിയിൽ പോയിക്കോളും. അപ്പോൾ ഇതൊന്നും ഞാൻ പറയില്ലേ. ചുക്കപ്പൊക്കോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ ഇവിടെ അരുന്നൂട്ടി വാങ്ങിക്കൊണ്ടിരുന്ന എന്നെ പറയരുത്. മനസ്സിലായി? നീ ആയിട്ട് അരുന്നൂട്ടി വാങ്ങിയതാണ്. എടാ ചുക്കപ്പൊക്കോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ജോലി ചെയ്യണവരല്ലേ. ഇപ്പൊ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി പാതിരികളുടെ ആവശ്യം പാതിരികളുടെ കക്ഷത്തിൽ ഫോട്ടോ എടുക്കണവരല്ലേ. അവർ കുരുട്ട് മോന്തല്ലേ. അവരിത് പറയോ? അങ്ങനെയാണ് പാരീസ് ഷാജുവിനെ പണ്ട് ചെറുതായിരുന്നല്ലോ. അവർ മോന്നൊരു പ്രത്യേകത എന്തോ തോന്നുന്നുണ്ട്, ചേഞ്ച് എന്ത് വരുന്നുണ്ട്, ഇവനെ കോപ്പി ചെയ്തോണ്ടിരിക്കാന്ന് പറയില്ലേ. കോപ്പി ചെയ്താ നീ എന്ന് ചേഞ്ച് അവരുടെ ചേഞ്ച് തൊട്ടുണ്ടായിരുന്ന ചാക്കോ വൃത്തിക്കെട്ടവര് കുറെ പഴയവരുണ്ട്. ഇവൻ ഭയങ്കര എന്തോ പ്രത്യേകത. ഇവരെ കോപ്പി ചെയ്തോണ്ട് ഇവന്റെ പേരെല്ലാം കൂടി നമുക്ക് കോപ്പി ചെയ്ത് ഇതാക്കാം. ആരെങ്കിലും അത് പറഞ്ഞ ഗുഡ്ക കഴിച്ച് 96-82 മാർക്ക് കിട്ടി അവർ കുടിച്ചിട്ട് അങ്ങനെ നടക്കും. ഗുഡ്ക്കും കഴിച്ച് അവർ വളഞ്ഞ മോന്ത കുരുട്ട് മോന്ത ഇങ്ങനെ കൂർത്തിരിക്കില്ലേ. ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കണ പോലത്തെ മോന്തയാണ്. ആർക്ക് വേണടാ വിട്ടികളെ? ഇവന്റെ ചെറിയ മന്ദബുദ്ധികൾ പറയൂ. കുഞ്ഞുങ്ങൾ തന്നെയല്ലേ ഈ ഡ്രഗ് അടിച്ച് 15 വയസ്സ് പരീക്ഷയിൽ 96-82 വയസ്സ് കുടിച്ച് മാർക്കറ്റ് കുടിച്ചിട്ട് നടക്കുന്നവര്. അവർക്ക് ഭാര്യയുണ്ട്, വേറെ മക്കളാണ്. തിരിച്ച് പ്രദർശനം പങ്കുവയ്ക്കാൻ മറ്റു കാണാൻ ഒബ്സർവേഷൻ അവർ അത് പറയോ? എന്തിനാണ് ഇവരെ കൊണ്ട് അടുത്ത പാരലിസിസും എല്ലാം കൂടി നിങ്ങളായിരുന്നു തൊട്ടി വാങ്ങിപ്പിക്കണേ? എന്തിനാ ഈ ഡ്രഗ് അടിപ്പിക്കണേ നിങ്ങള്? എന്നോട് ആരും ഡ്രഗ് അടിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ ആരും ഡ്രഗ് അടിപ്പിക്കാനും ഒളി നോക്കാനൊന്നും പോയിട്ടില്ലല്ലോ, മഞ്ഞമ്മ പറയാൻ പോയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് പറയാം, നിങ്ങൾ എന്നെ തമ്മിൽ അരുന്നൂട്ടി വാങ്ങിപ്പിച്ചിട്ട് നിങ്ങൾ തമ്മിൽ അരുന്നൂട്ടി വാങ്ങിപ്പിച്ചിട്ട് എന്നെ പറയും. പിന്നെ ഇങ്ങനെ പറയാം, എടാ ഹിന്ദി വേർഡാണ് ഗാഡ് കൂട് ഹിന്ദു, അത് ഇന്നെ ക്രിസ്ത്യാനിറ്റി ലെവലിൽ വരണേ. നിങ്ങൾക്കൊരു മനസ്സിലാക്കാനുള്ള ബോധം ചേർച്ച തരും. ഒരു ലാംഗ്വേജിലും ഞാൻ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കത് തിരിച്ചു കൊള്ളണേ. ബോധത്തോടെ ചെയ്യാൻ അറിയില്ലേ എത്ര വയസ്സായാലും. അപ്പൊ ലോന മാഷിന്റെ കാര്യം പറഞ്ഞു 92 വയസ്സായ കൈ വീശാറ്. 92 വയസ്സ് പറഞ്ഞാൽ 32 വയസ്സാണോ? ആളുടെ ഭാര്യ ഉണ്ട് 55 വയസ്സുള്ളവര്. അടക്കളയിൽ സുഖമായിട്ട് നടക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി കൈ വീശി നടക്കുന്നുണ്ട്. 85 വയസ്സ് പറഞ്ഞാൽ 48 വയസ്സാണോ? 92 112 വയസ്സ് അവൻ എത്ര വയസ്സുണ്ട്? ഒരു 10-12 വർഷം അല്ലെങ്കിൽ 20 വർഷം. അത് ഇത്രയ്ക്ക് ബോധത്തോടെ നിൽക്കാൻ മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടാവാനേ നടക്കണം. അതെങ്ങനെ പിടിച്ചിക്കല് തെറ്റിദ്ധരിപ്പിക്കല്, ആൾക്കാർക്കുള്ളതിന്റെ ഓപ്പോസിറ്റ്, ആൾക്കാർക്ക് ഇതില്ലാത്തത്, സോഷ്യൽ അല്ലാത്തത്, മിസ്കമ്മ്യൂണിക്കേഷൻ. തമ്മിൽ വിളിച്ചിട്ട് കുറെ നാളെ 88 കുറച്ച് വേഗം ചത്ത് കഴിഞ്ഞാൽ 37-40 വയസ്സ് ചത്ത് കഴിഞ്ഞാൽ ഞാൻ കുറെ പിടിച്ചതെന്ന് പറയാം നീ കൂട്ടുകാരനോട്. എന്തൊരു കൂട്ടുകാരൻ? നിന്റെ ശത്രുവാണത്. തമ്മിൽ കൊലിച്ച് നടക്കണവർ ശത്രു അല്ലേ? നിങ്ങൾക്ക് കണ്ണു മൂക്കൊന്നില്ല മനസ്സിലാക്കാൻ. കിളിക്ക് വളഞ്ഞു വരും. തിരിച്ച് പ്രദർശിക്കാണ്ട് പങ്കുവയ്ക്കുന്ന അറിയില്ല, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന അറിയില്ല. ഷോർട്സ് പറഞ്ഞ ഒരു കാര്യം തിരിച്ച് പ്രദർശനം പങ്കുവയ്ക്കുന്ന എല്ലാ തരത്തിലും അത് പറഞ്ഞു, അത് അറിയില്ല. ചതി പറ്റിക്കോട്ടെ. കുറെ വാർത്ത ന്യൂസിലൊക്കെ കാണണ്ടല്ലോ, കുറെ ഫേക്ക് ന്യൂസ്. എന്നിട്ട് മനസ്സിലാക്കുള്ള ബോധമല്ലേ? എനിക്കൊരു വയസ്സെങ്കിലും എനിക്ക് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ലാണ്ട് നിന്റെ പോലത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ പഠിക്കി. വേസ്റ്റ് ശോഷിച്ച് നടക്കണ, ഡ്രഗ് അടിച്ച് നടക്കണവരും ആർക്കാണ് ആവശ്യം? വിഡ്ഢികൾക്കല്ലാണ്ട് തമ്മിൽ കൊല്ലിക്കാൻ. അവിടെ തന്തേനെ തളയുടെ പോലെ തന്തി തള സീച്ചറായി കുറെ കൊല്ലിച്ചിരിക്കണ്ടാവും, അരുന്നൂട്ടി ചത്തുണ്ടാവും. അവരുടെ പോലെ മക്കളും ആയ എന്താ കാര്യം? ബോധത്തോടെ ചെയ്യാറിയില്ല, പുതിയതിനും മനസ്സിലാക്കാറിയില്ല, പഴയതിനും വെച്ച് പിടിച്ചിരിക്കാൻ കടം പിടിച്ച്. പിന്നെ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ പറയോ? ഈ മണ്ടശിവനെ ആലിക്കണവര്, ഋഷികണ്ഠികളെ ആലിക്കണവര്, അബോർഷൻ ചെയ്യണവര്, പിലിസ് കഴിച്ച് കാശ് കൊടുത്ത് കുറെ നടക്കണവര്, ആരിത് പറയണത്? പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിപരീതം ചെയ്യണവര്. പെന്തക്കോസ്തിൽ ആത്മഹത്യ ചെയ്യണ ചരിത്രമില്ല. യഹൂദിയരും യുദ്ധം അവർക്കറിയാം. അപ്പൊ അവർക്കറിയാം യഹൂദിയരും പെന്തക്കോസ്തിൽ അങ്ങനെ ഇല്ലാന്ന്. റോമൻ കാത്തലിക്സ് പലരും തമ്മിൽ ആത്മഹത്യ പ്രേരിപ്പിച്ച് നടക്കുന്നുണ്ട്. ഹിന്ദുസ്, മുസ്ലിംസ്
ഖുറാൻ വായിച്ച് നടക്കണവര്, തമ്മിൽ അടി കൂടണവര്, നിർജീവമായി തല്ലുടക്കാണ്ട് ഈ ഗോഷ്ടി കാണിച്ച് നടക്കണവര്, എന്തിനാ ഈ തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കണ? നീ പെണ്ണുങ്ങൾ ആണുങ്ങളെ കൊല്ലിക്കുക, ശിഖണ്ഡികൾ പെണ്ണുങ്ങളെ കൊല്ലിക്കുക, ഇത് ബോധത്തോടെ ചെയ്യാണ്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ആർക്കും ആവശ്യത് കണ്ട് മനസ്സിലാക്കാം. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണ്ട അവിടെ. പാസ്റ്റ് പറയാ, ഫ്യൂച്ചർ പറയാ, പ്രസന്റ് ഒരു അന്നേ തൊട്ട് അധിഷ്ഠമായി വരുമ്പോ അത് പറയുമ്പോ ഏതോ ഭൂതം ഏതോ ഭാവി എന്ന് പറഞ്ഞിരിക്കുക. അവിടെ ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുക, ഇപ്പോഴത്തെ ലെവൽ ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. അത് ഇപ്പോഴും തന്നെ ആരും പറയിപ്പിക്കാണ് ചെയ്യുന്നത്, അതന്നെ ചെയ്തോണ്ടിരിക്കണേ. പിന്നെ തെറ്റിദ്ധരിപ്പിക്കണ റെന്റ് എടുത്ത് വീട് താമസിക്കുകയാണ് ഉള്ള കൂടുതൽ ഇപ്പോൾ എല്ലാം ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം പറഞ്ഞിട്ട് അടുത്തേക്ക് ചെയ്യുള്ളൂ, അപ്ലോഡ് ചെയ്യുള്ളൂ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മറിവ് വേണം, വിഷമം വരണതിന് ധൈര്യം ഇല്ലാത്തതിനെ കുടിച്ചിട്ട് തമ്മിൽ പൊട്ട തിരഞ്ഞെടുത്ത് കുടിച്ചിട്ട് കടിച്ച ബോധനാണ്ട് അസുഖം പിടിച്ച് ചത്തു കഴിഞ്ഞാൽ അതിന് പിടിച്ച് നിൽക്കലാവും, അതിന് ധൈര്യമാവും. അതൊരു തരം എന്താ പറയുക, ജീവിക്കാൻ ഒരു ഇതില്ലാണ്ട് നരങ്ങി നീങ്ങലല്ലേ, തമ്മിൽ കൊല്ലിച്ചിട്ട്. എന്നിട്ട് അതെങ്ങനെ സോഷ്യലാവും, അതെങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ ആവും, അതെങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലേ, തമ്മിൽ കൊല്ലിച്ചടക്കുന്നത് അതിനെ പിടിച്ച് നിൽക്കുന്നതാവും. പിടിച്ച് നിൽക്കലുണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ. ആൾക്കാർക്ക് ഇതുള്ളതല്ല, ആൾക്കാർക്ക് ഇതിൽ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്. നേരെങ്കിൽ നീങ്ങി ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന ശിഖണ്ഡികളെ വരെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നുണ്ട്. നാവിന്ന് വളിവിട്ട് അർത്ഥമില്ലാത്തത് വേണ്ടിയിട്ട് പറഞ്ഞ് ഒരു ബോധം ബുദ്ധി വേണ്ട. എന്താ ബോധത്തോടെ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനിറ്റി എന്താണ്? കുടിച്ച് ഡ്രഗടിച്ചെടുക്കുന്ന ഡ്രഗ് അടിച്ച മണ്ട ശിവൻ കൊല്ലാനുള്ള അതിനെ നിർജീവമായി തല്ലി ഉടക്കണം. ഖുറാൻ ഡ്രഗ് അടിച്ചെടുത്താണ് എഴുതിയത്. അത് അടികൂടുന്നതാണ്. യഹൂദിയർക്ക് അങ്ങനെ ഇല്ല. മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്കും തമ്മിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണ പലരുണ്ട്. അതൊന്നും മനസ്സിലാക്കണ ബോധമില്ല. ഇംഗ്ലീഷുകാരും ഡ്രഗ് അടിച്ച് നടക്കണില്ലേ? ഇല്ലേ? പിന്നെ അതുപോലെ കുടിച്ച് നടക്കുന്നവർ പലരും ഇല്ല. എന്താ പറയാന്, കാശിൻ്റെ കാര്യം ആര് നോക്കണു? അത് സേവിങ്സ് എവിടെ 6 ലക്ഷം കിട്ടിയാലും 32 ലക്ഷം കിട്ടിയാൽ എന്താ സേവിങ്സിലെടുക്കും. ആവശ്യത്തിന് വല്ല ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാം. ചത്ത് കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുപോകും. ഡ്രഗ് അടിച്ച് നടക്കുന്നവർ ആരെങ്കിലും ചത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകും? ഇല്ല. പുനർജന്മം ഇല്ലൊന്നുമില്ല പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. 3 വർഷം ആദ്യം തൊട്ടുള്ള നിലയിൽ നിന്ന് അധിഷ്ഠമായി നിൽക്കുന്നത് 3 വർഷം ജീവിക്കാനുള്ള കാര്യങ്ങൾ വരണം, അതിൻ്റെ രീതി വരണം. ആഗോള പ്രതിഭാസം വരുന്നത് അതായത് റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല. ചെറിയൊരു ആവശ്യത്തിന് കാശ് ഉപയോഗിക്കണോ? 1500 ഇൻട്രസ്റ്റ് 2500 വല്ല വർഷം മേടിക്കാൻ നിൽക്കണു മാസം. അല്ലാണ്ട് എല്ലാ 32 ലക്ഷം കിട്ടിയതാ അല്ലെങ്കിൽ 6 ലക്ഷം കിട്ടിയതാ 9, 12, 20 ലക്ഷം കയ്യിരിക്കുന്നത് എല്ലാവരും കൂടി ഒറ്റ ദിവസത്തിൽ ഉപയോഗിച്ച് തീർക്കോ? ഉള്ള ഒരു ഡ്രഗ് അടിച്ച് നടക്കാതെ പിടിച്ച് നിൽക്കുന്നത് ധൈര്യമില്ലാത്തതിൻ്റെ ലക്ഷണം ഡ്രഗ് അടിച്ച് നടക്കണത്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? എന്നിട്ട് നാച്ചുറലായി വന്നതിന് കൃത്രിമം കാണിക്കുക. കൃത്രിമം ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ പിടുത്തം കേട്ട് തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്തൊക്കെ നടക്കണമെന്ന് ആർക്കറിയാം? വെഡികൾക്ക് അറിയില്ല എന്ത് നടക്കണേ. ഒരാൾക്ക് മനസ്സിലാവും സ്പെഷ്യൽ ആളെ എന്തിനു വന്നിട്ടുണ്ടെങ്കിൽ. എടാ വെഡ്ഡി, നീ പറയുന്നത് എനിക്ക് കൊള്ളുണ്ടെങ്കിൽ ആർക്കായാലും പറയാം, ശരിക്കുള്ളവർക്കാണെങ്കിൽ. ഡ്രഗ് അടിച്ച് നടക്കുന്നത് ഞാനല്ല. ഹിന്ദി കുട്ടികൾക്ക് മലയാളം അറിയില്ല. മലയാളി പാൻപരാഗ് വല്ലാതെ പറയോ? തോമസും ഇസ്രായേലൊക്കെ ഹിന്ദി കുട്ടികഴിച്ച് മണ്ടശിവനെ അടിച്ച് നടക്കായിരുന്നു. അവർക്ക് 20 സെഞ്ചുറി ഇവിടെ വരുമ്പോൾ പഴയ ഡ്രസ്സ് വരുമ്പോഴും അവരെന്താ ചെയ്യണത്? അവർക്ക് മലയാളം ഇവിടെ അരമൈക്ക് ഭാഷയിൽ സംസാരിച്ച് പറ്റുമോ? യേശു പറഞ്ഞു അരമൈക്ക് എല്ലാ ഭാഷയിലും സെഞ്ചുറി എല്ലായിടത്തും വന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് എല്ലാം ഭാഷ കൈമാറുന്നത്. ഇസ്രായേൽക്കാർ വരെ ഇവിടെ വന്ന് മലയാളത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ മലയാളം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെ ആദിവാസികൾ ഹിന്ദുസ് മാത്രം മലയാളം, ഡ്രഗ് അടിച്ച് നടക്കുന്നവർ മാത്രം മലയാളം പറയുള്ളൂ? ഡ്രഗ് അടിച്ച് നടക്കുന്ന ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും തമ്മിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നവർ മാത്രം മലയാളം പറയുള്ളൂ? ഒരു ബോധം വേണം. ഹിന്ദിക്കാർക്ക് മലയാളം ഒരു കോണറിയില്ലേ? മലയാളി പാൻപാരാಗಿ ഹിന്ദി കുട്ടികളെ തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊരു കോണത്തിന് ചെയ്യണം എനിക്കറിയില്ല. ഉള്ള കാര്യം ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തോറ്റ് അവർ മുഷിയും. അത് വേണ്ടാന്ന് നിൽക്കുമ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. നീ ആടെ എല്ലാം പറയും. എനിക്കെങ്ങനെയാണ് ഹിന്ദി വേർഡല്ലടാ, ഹിന്ദു വേർഡ് പറയുന്നത്. ഞാൻ ആരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന നടക്കണ്ട. എനിക്ക് ഒരു ഹിന്ദിനെ കുറിച്ച് കോണറിയോ? മലയാളി പാരൻസിനെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയാണ്ട് ഏതോ വെഡ്ഡികൾ അവർ പറയണിട്ട് തലയ്ക്ക് സ്ഥിരത്തില്ലാത്തവർ പറയണിട്ട് എങ്ങനെയാണ് മലയാളി പാരൻസ്? നിങ്ങൾ മലയാളികളായിട്ട് നാണക്കേടല്ലേ? നിങ്ങൾ ഹിന്ദിക്കാരോട് വരെ ഹിന്ദി പറയണല്ലേ? ഇത് മലയാളിയോട് നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല എന്തിനെ കുറിച്ചായാലും. അത് ചോദിച്ചു വരുമ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റ് മുഷിയല്ലേ? നിങ്ങളെനിക്ക് അറിയും കൂടി ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അന്തരമുണ്ട് അല്ലേ? അതിൽ ഇതില്ലേ, ചേർച്ചല്ലേ പറയണേ നിങ്ങൾക്ക്?
നിങ്ങൾ തോറ്റ് മുഷിയാന്നല്ലാണ്ട് വല്ല നടക്കണ്ട അവിടെ. പിന്നെ റോമൻ കാത്തലിക് ആണല്ലോ ലോന മാഷ്. അവർ 92 വയസ്സിട്ട് നല്ല തന്തുരസ്ഥായിട്ട് നല്ല കൈവീശി കാര്യം ചെയ്ത് നടക്കുന്നുണ്ട്. അവരുടെ ഭാര്യയും 85 വയസ്സിൽ നടക്കുന്നുണ്ട്. അവർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട് സോഫിൻ്റെയുടെ അമ്മേനെ, CRPF അമ്മയുടെ അമ്മയപ്പന്മാരും അമ്മേനെയും. അതെന്താ ഞാൻ പറയണേ, കുടിച്ച് ഡ്രഗ് അടിച്ചതിന് ബോധമില്ലാണ്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാറിയാണ്ട് പഴകിയവരെന്ന് പറയാൻ എന്താ, ഡ്രഗ് അടിച്ച് നടക്കണവർ ധൈര്യം ഇതാണ്, ക്ഷീണം മറവി ഉള്ള കുടിച്ച് ഡ്രഗ് അടിച്ചിട്ട് നടന്ന് വിപരീതം ചെയ്യണവർ, പിടിച്ച് നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണവർ, തെറ്റിദ്ധരിപ്പിക്കണവർ, തമ്മിൽ കൊലിച്ചടക്കണവർ, തമ്മിൽ ആത്മീയ പ്രേരിപ്പിച്ച് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്യണവർ. മനസ്സിലായി, നിർജ്ജീവമായി തല്ലുടക്കാണ്ട് അടി കൂടി നടക്കണ ഖുറാൻ വായിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടക്കണവരെയും ആരാച്ച് നടക്കണവർ. അതിനാണ് പഴകിയവർ എന്ന് പറയുന്നത്. പുതിയത് വന്നിട്ടും ഇപ്പോഴും പഴകിയതിൽ എന്നെ ചുരുണ്ടുകൂടി ഇരിക്കണവർ, കണ്ണ് മൂക്കില്ലാണ്ട് പരതി നടക്കണവർ. വയസ്സായാലും പെടും. പിന്നെ ബുദ്ധി പോയിക്ക് അറിയില്ലല്ലോ, എത്ര മുതിർന്നാലും പഴകിയ ചിന്താഗതി. അപ്പോൾ അത് പുതിയത് മനസ്സിലാക്കാണ്ട് ഉള്ള ബോധക്കേട്. അപ്പോൾ ഹിന്ദിക്കാർ ഇതുപോലെ പറയോ, ഹിന്ദി കുട്ടികളും കുട്ടി അടിച്ച് നടക്കണേ മണ്ടശിവനെ അരച്ചിട്ട്, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് നടക്കണം മണ്ടശിവനും. പിന്നെ എന്തിട്ടാണ് മലയാളി പാൻപാരാഗും മലയാളി സുണ്ണാമ്പും ഇത് തമ്മിൽ അവർ കൊലിച്ചിരിക്കല്ലോ. ഹിന്ദി കുട്ടികൾക്ക് വരെ മലയാളം അറിയോ? മലയാളികളാണ് നിങ്ങൾ സ്വയം പറഞ്ഞിട്ട് നാണക്കേടാണ് നിങ്ങൾക്ക്. ഡാഡി മമ്മ എല്ലാം എൻ്റെ മലയാളികളെല്ലാം മലയാളം ബാക്ക്ഗ്രൗണ്ടാണ്. എന്നിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. ഞാൻ അവിടെ ഹിന്ദി പറയണ കൂടി ഇല്ല. ഉള്ള കാര്യം പറയുമ്പോൾ അതിന് കുറച്ച് വിപരീതം പറയും. എന്നിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇത് ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ മുഷിഞ്ഞ് തോറ്റിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ലല്ലോ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇവിടെ മലയാളം സ്പഷ്ടമായിട്ട് പറയട്ടെ. ഹിന്ദിക്കാർക്ക് ഒരു മലയാളത്തിൻ്റെ വാലുമൂട് അറിയോ? പിന്നെ ഇങ്ങനെ ഹിന്ദി വേർഡ്സ് ഇവിടെ പറയും. എനിക്ക് കൊള്ളില്ല, ഞാൻ ഇങ്ങനത്തെ വേർഡ്സ് പറയണല്ലോ, എനിക്കിങ്ങനെ കൊള്ളണേ, എനിക്കിങ്ങനെ വേർഡ് പറഞ്ഞാലേ എനിക്ക് തിരിച്ച് കൊള്ളുള്ളൂ. ഞാനിങ്ങനെ തമ്മിൽ കൊലിച്ച് നടക്കണം ഞാൻ പറയണേ, പിന്നെ എനിക്ക് ഇതൊക്കെ കൊള്ളണേ. നിങ്ങൾക്ക് അല്പം ബുദ്ധി പോയിച്ചോടെ. നിങ്ങളിങ്ങനെ സ്വയം മരുന്ന് കൂട്ടി വാങ്ങിച്ച് നിങ്ങൾക്ക് അനുവർത്തിക്കാൻ അറിയാണ്ട് ഉള്ള കാര്യം അനുവർത്തിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയും. എന്നിട്ട് ഇവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കണ പോലെയല്ലേ, തമ്മിൽ ആത്മഹത്യക്ക് പ്രേരിക്കണ പോലെ. എന്നിട്ട് നിങ്ങൾക്ക് ആൾക്കായിട്ട് ഇതില്ലാത്തത് എൻ്റെ നേരെ ചൂണ്ടി കാണിക്കേ. എല്ലാ വിപരീതം നിങ്ങളാണ് ചെയ്യുന്നത്, മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ് കൊണ്ടിട്ട്. വല്ല ബോധം ബുദ്ധി വേണ്ട ആരും എവിടെയെന്ന്. നിങ്ങളെ പോലെ തടിച്ച 37 വയസ്സുള്ളവർ കണ്ടാൽ തോന്നും ഭർത്താക്കന്മാർ 88-78 വയസ്സ് തോന്നിക്കും. അങ്ങനെയുള്ളവരാണോ? ഞാൻ 48 വയസ്സ്, നീ ഭയങ്കര ബുദ്ധയുടെ പോലെ ഒരു വയസ്സൻ്റെ പോലെ തോന്നുന്നുണ്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. 47-48 വയസ്സുണ്ടാവുള്ളൂ. ഒന്നുമില്ല, ഒരു തരം എന്താ പറയുക, 78 വയസ്സായ മൂത്ര തടസ്സമുള്ള ഒരു അപ്പാപ്പനെ പോലെ ഉണ്ട്. എന്താ നിങ്ങൾ അങ്ങനെയാവണേ? ഈ പഴകിയവർ അനുകരിച്ചിട്ട് ശരിക്കുള്ള കാര്യം എങ്ങനെയാണ് അനുകരിച്ചത്, ആരനുകരിക്കണം, എന്താ ചെയ്യണം എന്നുള്ള ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് നടക്കണവർക്ക് വേണ്ടി കൈയടിച്ചിട്ട് കൃത്രിമം കാണിക്കണവർക്ക് നാച്ചുറലായിട്ട് വന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എടി തോൽക്കാൻ പോണവരാണ് തോറ്റ വേർഡ് പറയാം. ക്ലിപ്പനും വായ തുറന്ന് സംസാരിച്ചിരിക്കുക. ചൂറ്റിപ്പോയവർ വിൻസെന്റ് വരെ ഇനി ഡ്രഗ് അടിച്ച് സൂറ്റി പോകാൻ നടക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ് പറഞ്ഞിട്ട് റോമൻ കാത്തലിക് ക്രിസ്ത്യൻ അല്ലാതെ അവർക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ ഈ വളിവിട്ട റോമൻ കാത്തലിക്സ് ചൂറ്റിപ്പോയവരും പറഞ്ഞിരിക്കണേ? സീജറോ എന്ന് പറയും കുറേ നാൾ കഴിഞ്ഞ്. നിങ്ങൾക്ക് എന്തൊരു അർത്ഥം തോന്നാൻ പറയണേന്? അതാണ് വളിവിട്ട വാക്കെന്ന് പറയുന്നത്. വാക്കെന്ന് പറയാൻ പറ്റുമോ അതിനെ? നിങ്ങൾക്കാണ് ധൈര്യമാണ് കുടിച്ച് നടക്കുന്നത്. നിങ്ങൾക്കാണ് പേടി. ഞാൻ പാവം ക്ഷീണം. നിങ്ങളെ പാവം നിങ്ങളുടെ തന്തയായിരിക്കും. കുടിച്ച് നടക്കുന്നവര്, തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നവര്, പിടിച്ച് നിൽക്കാൻ പറ്റേണ്ടായിരുന്നു കൂട്ടി ചത്തവര്. നിങ്ങൾ കൊല്ലിക്കണ കൂട്ടുകാർ നിങ്ങളുടെ ശത്രുക്കളാണ്. എങ്ങനെയും നിങ്ങൾ ഡ്രഗ് അടിപ്പിച്ച് നടപ്പിക്കണവര് എങ്ങനെയാണ് കൂട്ടുകാരാവണേ? ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആണുങ്ങളെ പോലെ നിൽക്ക്, പെണ്ണുങ്ങളെ പോലെ നിൽക്ക്, ശിഖണ്ഡികളെ പോലെ നിൽക്ക്. ഇതെല്ലാം കൂടി ശിഖണ്ഡികൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ തമ്മിൽ കൊലിച്ചിരിക്കുന്നുണ്ട്. ബോധം നാച്ചുറൽ വന്നാൽ കൃത്രിമം കാണിച്ചിട്ട് കൃത്രിമത്തിൽ വിശ്വസിച്ചിരിക്കും. പിടിച്ചു നിൽക്കുന്ന ഡ്രഗ് അടിച്ച് നടക്കുന്നതാണോ? ഞാൻ ആരെ കുറിച്ച് എന്നെ കുറിച്ച് ഒളി നോക്കാനോ ചെറിയ വിവരമില്ല, വീട്ടുകാരെ കുറിച്ചോ കൂട്ടുകാരെ ആരെ കുറിച്ചും പേടിയാ പാവം പറയാൻ പോയിട്ടില്ലല്ലോ. ഉള്ള ഒരു ഉത്കൃഷ്ടമായിട്ട് എന്താ പറയുക, ഉത്തേജിപ്പിക്കാൻ ഒരു പുരോഗതിക്കുള്ള കാര്യങ്ങൾ പറയും. ഡ്രഗ് അടിപ്പിച്ച് കുടിപ്പിച്ച് നടന്ന എങ്ങനെയാണ് തമ്മിൽ കൊല്ലിക്കാതിരിക്കണ രീതി നമ്മളെ? ആ സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? തമ്മിൽ കൊല്ലിക്കുന്നതല്ലേ? മാഫിയ കൂപ്പികൾ ഡ്രഗ് അടിപ്പിച്ച് കള്ളക്കടത്ത് നടത്തി തമ്മിൽ കൊല്ലിച്ചിറക്കുന്നത്, പോലീസുകാർ വരെ ഡ്രഗ് അടിച്ച് നടക്കി കൊല്ലിക്കുന്നതല്ലേ? അതിന് പിടിച്ചിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആൾക്കാർക്ക് ഇതുള്ളതല്ല. ആൾക്കാർക്ക് ഇതുള്ളതിന്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ, വളിവിട്ട നാവ് പോയിക്കാം. ഇവിടെ ഹിന്ദിയായിട്ടൊരു ബന്ധമില്ല. അപ്പൊ അത് പറഞ്ഞിരിക്കണം. വല്ല ബോധക്കേടുണ്ടോ നിങ്ങൾക്ക്? ബോധത്തോടെ ചെയ്യണ മനസ്സിലാക്കാൻ ബോധമല്ലേ?
ഡ്രഗ് അടിച്ചാണെന്നൊക്കെ അല്ലേ പിന്നെ ബോധം ഉണ്ടാവുക. എനിക്ക് നിങ്ങളുടെ പോലെ വിഡ്ഢികൾ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ പോലെ വിഡ്ഢികളെ എനിക്ക് അറിയണമെന്ന് ഒരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ പറയാം എനിക്ക് നിങ്ങൾ കണ്ണൂർ കണ്ട് പരിചയമില്ല എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച പോലെ പറഞ്ഞാൽ നീ എന്ത് പറയും? വീണ്ടും നീ ഡ്രഗ് അടിക്കാൻ പോവില്ലേ ഇറങ്ങി പോയിട്ട്? എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഉള്ള കാര്യം സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ലേ? ഇത്ര വർഷമായിട്ട് അവസാനം പോവാൻ നിൽക്കപ്പെട്ട നീ വരുള്ളൂ. എന്തിനാ നീ സ്വയം മരുന്നൂട്ടി വാങ്ങണേ? ഉള്ള കാര്യം സ്പഷ്ടമായിട്ട് വിവരമുള്ളവർ പറയുമ്പോൾ മനസ്സിലാക്കണ ബോധമല്ലേ? ഹിന്ദി വേർഡാണ് ഗാഡ് കൂടുന്നൊക്കെ പറയുന്നത്. ഹിന്ദി കുട്ടികൾ കഴിക്കണവരാണ് അങ്ങനെ. അവർ വല്ലതും പറയുന്നത്. ഞാൻ എനിക്ക് വിദ്യാഭ്യാസം, എനിക്ക് ഇംഗ്ലീഷ് മാത്സ് വലിയ മാർക്കില്ല. ഞാൻ ഗോഡ് എന്ന് പറയുള്ളൂ. അത് ഗോഡ് ഞാൻ വിദ്യാഭ്യാസം ഉണ്ട് ഗാഡ് എന്ന് പറയാം. എന്നെ കുറിച്ചോ വീട്ടുകാരെ ആരെ കുറിച്ച് പറയാൻ പോയിണ്ട. ശ്രദ്ധേന്ദ്രം എന്തിന് ഈ നാണം കെട്ടി കൊല്ലിക്കണേ? അവർക്കെന്നെ അറിയാം അവർ വേസ്റ്റാണ്. പിന്നെ അവരുടെ വളിവിട്ട താവ് കൊണ്ട് വീണ്ടും വെഡ്ഡികളാക്കി നിങ്ങൾ ഒന്നല്ലാണ്ടായി നിങ്ങൾ തന്നെയല്ലേ ആവണത്. ഞാൻ ഇവിടെ കറക്റ്റായി പറയണേ, ഡ്രഗ് അടിച്ചാണ് പറയണേ. അപ്പൊ നിങ്ങൾ കൊല്ലിച്ച് നിങ്ങൾ തമ്മിൽ ചുമരടങ്ങി പറഞ്ഞ് നാണം എനിക്ക് സ്വന്തം കേട്ട കാര്യമില്ലേ? നിങ്ങൾ ടക്കടിച്ചില്ല നാണം കെട്ട് കുടിക്കും. എന്തിനാണ് ഈ കുരുട്ട് മോതകളെ കൊല്ലിച്ച് അവർ തന്തയും തള്ള ഇല്ലാണ്ടായി ഡ്രഗ് അടിച്ചിട്ട്? പിന്നെ എന്തിനീ പിടിച്ച് കാത്തതിന്റെ തെറ്റിദ്ധാരണ കൊടുപ്പിച്ച് കൊടുക്കണം നീ? ആൾക്കാർക്ക് ഇതുള്ളതല്ല, ആൾക്കാർ ഇതിൽ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സോഷ്യൽ അല്ല. തമ്മിൽ കൊല്ലിച്ച് ഈ വിഡ്ഢി സ്ത്രീകളെ വരെ നാണക്കെട്ടില്ലോ. അവർ ഭർത്താക്കന്മാർ ഡ്രഗ് അടിച്ച് കുറിച്ച് ചത്ത് കഴിഞ്ഞാൽ അതുകൂടി അവർക്ക് ബോധമല്ലേ അവർ കാരണം ചത്തയെന്ന്? ബുദ്ധിയുള്ളത് ബുദ്ധി പറഞ്ഞു കൊടുക്കാറേ. ശിഖണ്ഡിയുടെ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഈ തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ടെന്താ കാര്യം? വല്ല യുദ്ധം ആരെങ്കിലും അവിടെ കഴുത്ത് വെട്ടേറ്റുമ്പോൾ ഒരു ചത്ത കിടക്കും ധൈര്യമില്ലാണ്ട്. ഒരു സ്വന്തം കാര്യം അറിയില്ല. 20 നടക്കുക എവിടെയെങ്കിലും ചെയ്ത് വരെ എന്തെങ്കിലും ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ഇങ്ങനെ കിടക്കും. എൻ്റെ പുറം ബോധമില്ലാത്തവർ കൂടെ വരുമ്പോൾ പിടിച്ചിരിക്കുന്നത് അതാന്ന് പറഞ്ഞാൽ തമ്മിൽ അവർ കൊല്ലിച്ച് ഡ്രഗ് അടിപ്പിച്ച് നടക്കും. തമ്മിൽ ഡ്രഗ് അടിപ്പിക്കണവർ എങ്ങനെയാണ് കൂട്ടുകാരാണ്? അത് ധൈര്യമില്ലാത്തതല്ലേ? പിടിച്ചിരിക്കണതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? സ്ത്രീകൾക്ക് എന്തൊരു കോണറിയാ? അവർക്ക് ഒരു കോണറിയില്ല അതിനെ കുറിച്ച്. ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് കാണിച്ചിട്ട് എന്താ കാര്യം? ഗുഡ് കഴിക്കണവര്, ധൈര്യമുള്ളവര്, ഗുഡ് കഴിക്കണവര്, ചാവാൻ കിടക്കണവര്, ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവര്. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദണ്ണം അല്ലേ? ഇവിടെ പ്ലസന്റ് ആയിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദണ്ണം. നിങ്ങൾ ഡ്രഗ് അടിപ്പിച്ച് തമ്മിൽ കൊല്ലിച്ച് വളിവിട്ട താവ് തമ്മിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് നോട്ട് ടു മച്ച് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഞാൻ അങ്ങനത്തെ ആരെ കുറിച്ച് പറയാൻ പോയിട്ടില്ലേ? നിങ്ങളാണ് നിങ്ങളുടെ അറിവില്ലായ്മ. ഇത് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ അത് ഈസ് നോട്ട് ടു മച്ച് പറയണേ. അതിനനുസരിച്ച് കാണിച്ചു വെച്ചേക്കണേ. നിങ്ങളുടെ വിവരമില്ലായ്മ, നിങ്ങളുടെ തലയ്ക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ വിവരമില്ലായ്മ കാണിക്കാൻ. ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അമർസ്ഥിതല്ലേ മക്കൾക്ക് ആരെങ്കിലും പാമ്പ് കൊടുക്കുമെന്ന്. പിതാക്കന്മാരാണ് അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടന്ന് ഫ്രോഡ് തരം കാണിച്ചിട്ട് എല്ലാം വിപരീതം ചെയ്തിട്ട് ശരിക്കുള്ള ധൈര്യത്തിന്റെ മുന്നോടി യുദ്ധം ചെയ്ത് കാര്യങ്ങൾ ചെയ്യണത് മനസ്സിലാക്കാണ്ട് ബൈബിൾ മൊത്തം പറയണേ പാതി വിവരം വെച്ചിട്ട് വിപരീതം ചെയ്ത റോമൻ കാത്തലിക്കും ഹിന്ദുസ് മുസ്ലിംസ് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഇത് പറയുമ്പോൾ എനിക്ക് സുഖമായിട്ട് പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഒരു കാര്യം അതിനെ അനുവർത്തിക്കാണ്ട് കുറെ പേരെ കുഴിയിൽ ചാടിക്കണം പോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തമ്മിൽ ഞാൻ സാധാരണ രീതിയിൽ സംസാരിക്കാൻ പോയെ സാറി വിളിക്കാനല്ല, തമ്മിൽ കൊല്ലിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നത് തമ്മിൽ വിഷം തീറ്റിക്കണ പോലെയാണ്. അതെങ്ങനെ കൂട്ടുകാരോ? തമ്മിൽ വിഷം തീറ്റിക്കുന്ന ഡ്രഗ് അടിച്ച് കൊല്ലിക്കുന്നതാണോ കൂട്ടുകാരെന്ന് പറയുന്നത്? ഈ വെഡ്ഡി സ്ത്രീകൾക്ക് ഒരു ബോധമില്ലാണ് വെഡ്ഡി. അവർ വിചാരിക്കുന്നത് തമ്മിൽ കൊല്ലിക്കുന്ന ധൈര്യം. ഭർത്താക്കന്മാരില്ലാണ്ടായി അവർ പെട്ടുപോകും. അപ്പൊ അവർ പറയാം ധൈര്യത്തോടെ സത്യം പറയൂ. അവർക്ക് എങ്ങനെ പെട്ടുപോകണമാണ്? കുറെ വിഡ്ഢികളുടെ വേശികളുടെ പോലെ നടക്കും. ബോധത്തോടെ ചെയ്യുമ്പോൾ അത് മുന്നിട്ട് കാണുമ്പോൾ ആ രീതിയിൽ അത് പെണ്ണുങ്ങൾ യൂട്രസ് ഉള്ളവർ ഇങ്ങോട്ട് പറയണേ. അവർക്കിത് പറയേണ്ട കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ അറിയില്ല. നിങ്ങൾ ഒരു ഇങ്ങനെ കൊലിച്ച് അതിനോട് അനുവർത്തിക്കാണ്ട് എനിക്ക് നിങ്ങൾ കണ്ട് പരിചയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മുമ്പ് നിങ്ങൾ കോൺടാക്ട് വന്നിട്ടുള്ളത് അത് പറഞ്ഞിട്ട് എൻ്റെ ഡാഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ പ്രൂഫ് ഉണ്ട്. ക്യാമറ പ്രൂഫ് വെഡിങ് പ്രൂഫ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഡ്രഗ് അടിച്ച് നടക്കണം. ഞാൻ അതിന് വേണ്ടി പറയാം. എനിക്കൊന്നും നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണം കേൾക്കണോ ഇല്ലൊന്നുമില്ല. കുടിച്ച് നടക്കുന്ന ഡോക്ടേഴ്സ്, ഡ്രഗ് അടിച്ച് നടക്കുന്ന പേഷ്യൻസും എല്ലാത്തിനും കൊണ്ടുകൊണ്ട് വന്നാൽ കുണ്ടിക്ക് അടിച്ച് പഠിപ്പിക്കണം. അവർ പഠിപ്പിക്കാൻ പറയാണ്ട രീതിയല്ലേ പറഞ്ഞത്. പോലീസുകാർ വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട് തമ്മിൽ കൊല്ലിച്ച്. അതേ കൂട്ടുകാരോ? ബോധത്തോടെ ചെയ്യുന്നത് വ്യത്യാസം അറിയില്ല. ഞാനിവിടെ ഡ്രഗ് അടിച്ച് നടക്കാൻ പോകണോ ബോധത്തോടെ ചെയ്തിട്ട്?
എന്നിട്ട് ആൾക്കാരുള്ളത് അതാണ് പറഞ്ഞിട്ട് ആൾക്കാർ ഇല്ലാത്തതിൻ്റെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് സോഷ്യലല്ല മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കണം. എന്നിട്ട് എൻ്റെ 5 മൊബൈൽ ഇത്ര നാളെ പോയിട്ടുണ്ട്. നിങ്ങൾ കള്ളം കുറിച്ച് ഫ്രോഡ് എക്സാം ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിക്കണല്ലേ? നിങ്ങൾ ഫ്രോഡ് എക്സാം ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഫ്രോഡ് ജോലി ചെയ്യണവർ മുംബൈയിലുള്ളവർ നിങ്ങൾ ഒളിഞ്ഞ് നോക്കണവർ ഞാൻ അതിന് മൊബൈൽ കൊണ്ടുപോയതാണെങ്കിലോ 5 മൊബൈലോടെ നമ്മൾ പോയിട്ടുണ്ട്. പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിത് ഞാൻ എന്നെ ഒളി നോക്കണ്ട നിങ്ങൾ ഒളി നോക്കണ്ട എനിക്കത് വീണ്ടെടുക്കായിരുന്നല്ലോ. അപ്പം നിങ്ങൾ എവിടെ ഒളി നോക്കണം? നിങ്ങൾ പ്രൂഫ് കൊണ്ട് ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയാം? ഞാൻ എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസ് ആണ്. നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് സംസാരിച്ചതൊന്നുമില്ല. എനിക്ക് എന്നെ കുറിച്ച് തന്നെ ബോധമുണ്ട്, ഹാരിസ് ആണ്. ഞാൻ പറയാം. നിങ്ങൾ ബോധം കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആവശ്യമില്ലാണ്ട് പോകാൻ നിൽക്കുമ്പോൾ പറയണത് പോകാൻ നിൽക്കുക എവിടെ ഫേക്ക് ആണെങ്കിൽ പോകാൻ നിൽക്കണമെങ്കിലും അതിന് വേണ്ടിയാണ് വരുന്നത്. നിനക്കറിയാം ഉൾക്കാഴ്ച ഉണ്ട്, പക്ഷെ നിങ്ങൾ ഉള്ള കാര്യം തുറന്ന് പറയണേ. എൻ്റെ ഡാഡിയും മമ്മി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവിടെ വല്ല റെന്റ് എടുത്ത് താമസിക്കണവരാണെങ്കിലോ ഇതിൻ്റെ ഉള്ളിൽ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളിപ്പോൾ പുറത്ത് പോകുമ്പോൾ റെന്റിനാണോ വീട് താമസിക്കണേ അറിയാത്ത പോലെ ചോദിക്കണില്ലേ? അവിടെ പോകുമ്പോൾ റെന്റിനാണോ വീട് താമസിക്കണമെന്ന് അറിയാത്ത പോലെ ചോദിക്കണില്ലേ? അപ്പം ഞാൻ പറയും ഇവിടെ റെന്റ് എടുത്ത് വീട് താമസിക്കുകയാണെങ്കിൽ എന്താണെങ്കിലോ ഇവിടെ റെന്റ് എടുത്ത് വീട് താമസിക്കുക നിങ്ങൾ അറിയാത്ത പോലെ പുറത്ത് പോയിക്കണ്ടോ? ഇവിടെ റെന്റ് എടുത്ത് വീട് താമസിക്കുകയാണെങ്കിലോ ഞാൻ ഇവിടെ ഇന്നലെ രാവിലെ വന്നോളൂ. നിങ്ങളുടെ ക്യാമറ കണക്ഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നിസ് എന്നാണ്. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ഡാഡി മമ്മിനെ അറിയാം? ഇവിടെ കണക്ഷൻ വേറെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രൂഫ് പോലീസിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ 4-5 മൊബൈൽ പോയതിൻ്റെ നിങ്ങൾ ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ഫ്രോഡ് ജോലി ചെയ്തുകൊണ്ട് നോക്കണതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന ഞാൻ ഇവിടെ കുറിച്ചിട്ട് സർക്കാൻ പോകണ്ട ക്യാമറ തരാതിരിക്കാനായിട്ട്. ഇവിടെ വല്ല രണ്ടിടത്തോട് താമസിക്കാതിരിക്കും. നിങ്ങൾ എങ്ങനെ എൻ്റെ പേര് അറിയാം? നിങ്ങൾ മുമ്പ് 3 വർഷം ഇവിടെ വന്നിട്ടില്ലല്ലോ. ചോദിച്ചാൽ എൻ്റെ പേര് ഡെന്നിസ് എന്നാണ് പറഞ്ഞാലോ. ഇവിടെ നിങ്ങൾക്ക് ഡാഡി മമ്മി അറിയാം. ഏത് ഡാഡി മമ്മി? നിങ്ങൾക്ക് എങ്ങനെയാണ് ഡാഡി മമ്മീനെ അറിയാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ എൻ്റെ ഡാഡി മമ്മീനെ അറിയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് മുഴുമിക്കറിയാം. നിങ്ങളെ മുമ്പ് കണ്ട പരിചയം എനിക്ക് നിങ്ങളെല്ലാവരും അറിയാം. പക്ഷെ ഞാൻ എനിക്ക് മുമ്പ് കണ്ട പരിചയം ഇല്ല എന്ന് പറയാൻ. അപ്പൊ നീ എന്ത് പറയും? നിങ്ങൾ ഡ്രഗ് അടിച്ച് നടന്ന് വീണ്ടും ആ റൂമിൽ കയറി ഡ്രഗ് അടിച്ച് നടക്കല്ലേ? എന്നിട്ട് വളി വിട്ടപ്പോ ആർത്തില്ലാത്ത വെഡിത്തം പറഞ്ഞ് ആർക്കാണ് ഗുണം? നിങ്ങൾക്കോ ഗുണമില്ല, കേൾക്കണവർക്കോ ഗുണമില്ലേ? ഇത് ഞാൻ പറയും തക്കം കെട്ടിയ സമയത്ത് ഞാൻ നല്ല രീതിയിൽ പറയും. ഇതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ തോറ്റ പോലെ മുഷിഞ്ഞ് വീണ്ടും തോൽക്കല്ലേ? അങ്ങനെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? നീ ഏറ്റവും കരുതി കൂട്ടി ഉണ്ടാക്കും. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ തോൽക്കണേ. തോറ്റതൊരു മുഷിയല്ലേ നീ? പിന്നെ ഇവിടെ പറഞ്ഞതൊക്കെ ഇവിടെ തീർന്നു, വേറെ അറ്റ്മോസ്ഫിയറിൽ പറയില്ല. അപ്പം എനിക്കറിയാം ബോധത്തോടെ ഇവിടെ പറയണേ എന്താ ചെയ്യണേ. എന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പോലെ വിഡ്ഢികൾ ഡ്രഗ് അഡിക്ട്സിനെ ആരെയും ബോധിപ്പിക്കാൻ പോകും? ഡ്രഗ് അഡിക്ട്സിനെ ബോധിപ്പിച്ച് കൊല്ലിക്കണോ? അതുപോലെ എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടാ? ഉള്ള കാര്യം പറയുമ്പോൾ അത് അനുവർത്തിക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെയാ അവരൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യം? മെറ്റീരിയലിസ്റ്റിക് മാഷുമാർ ഇതന്നെയല്ലേ പറയണേ? ഏത് വിഡിത്തം നിങ്ങളുടെ കൂടെ ആയിരുന്നു കൂട്ടി വാങ്ങണവര്? ഡിക്ക് ലേസർ ഡാൻ ഡി ഇരട്ടി കിട്ടിയ മതിയായിണ്ടാവില്ല ചിലപ്പോൾ. എടാ നിങ്ങൾ വാളി വിട്ട വെഡിത്താണ് മരണത്. നിങ്ങൾക്ക് ഭംഗിയുണ്ട് വിചാരിച്ചിട്ട് തലയിൽ ഫുൾ വെഡിത്താണെങ്കിൽ വെഡിത്ത മരണമായിരുന്നു കുട്ടി വാങ്ങും. എന്താ കാര്യം? നിങ്ങളുടെ ഭർത്താവോ ഡ്രഗ് അടിച്ച് നടക്കണു, നിങ്ങളോ ഡ്രഗ് അടിച്ച് നടക്കണു. പെണ്ണുകളും ശിഖണ്ഡികളും പുരുഷന്മാരും എല്ലാം സമം, ഇവരില്ലാത്ത ഒരു കൂട്ടം. എന്താ കാര്യം? അതുകൊണ്ട് അതിനിങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന് പറയാൻ പറ്റും? അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് അതല്ല. ഈ പീഡികൾ ചെറിയ പിള്ളേർ തന്നെയല്ലേ ഈ റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്യണവര്. ഹിന്ദുസ് നിർജ്ജീവമായി തല്ലി ഉടക്കാണ്ട് ഖുർആൻ വായിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ അരച്ച് നടക്കണം എന്നിട്ട് ഈ തമ്മിൽ അടി കൂടണവര്. യഹൂദിയർ അങ്ങനെയല്ല, പെന്തക്കോസ്ത് അങ്ങനെയല്ല, ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പീഡികളെ ഞാൻ 96-52 മാർക്ക് കിട്ടിയ ബോധലാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ചിലപ്പോൾ ചതി പറ്റി കുറേ ന്യൂസിൽ വാർത്തകൾ കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ഫേക്ക് ന്യൂസോ എന്തെങ്കിലും ഇങ്ങനെ റോങ് ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുക ശരിക്കുള്ളത് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഡ്രഗ് അടിച്ച് നടന്ന് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ഇവരെന്നെയല്ലേ പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് അതാണ് പിടിച്ച് നിൽക്കണതിൻ്റെ വിപരീതം മനസ്സിലാക്കിയിട്ടും അത് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞ് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് ഈ ചതിയും വഞ്ചനയും പറ്റിയിട്ട് ഇല്ലാണ്ടാവുന്നത്. അതെങ്ങനെ പിടിച്ച് നിൽക്കലാവും? തമ്മിൽ കൊല്ലിക്കുന്നതല്ലേ അത്? ധൈര്യം ഇല്ലാത്തവർ സാധാ പോലെ അധിഷ്ഠമായി നിന്ന് ആദ്യമേ തൊട്ടുള്ളത് മറവിയൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇത് ആർട്ടിഫിഷ്യൽ മറവി എന്താ? ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്ന ഡോക്ടേഴ്സ്, ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്ന പേഷ്യൻസ്, കുണ്ടിക അടിച്ച് കൊടുക്കണം എല്ലാത്തിനെയും. സ്ത്രീകൾ, പുരുഷന്മാർ, ശിഖണ്ഡികൾ, ഹിന്ദിക്കാർ, കുട്ടി കഴിക്കണ ഹിന്ദിക്കാർ, മലയാളി പാൻപരാഗ്, മലയാളി ചുണ്ണാമ്പ്,
ഇതെല്ലാം അതല്ല ചെയ്തുകൊണ്ടിരിക്കണേ. കൃത്രിമം ഡ്രഗ് അഡിക്ട്സ് ആൾക്കാരോട് കൈയടിപ്പിക്കുക, പറയിപ്പിച്ച് പറയാ, പഠിക്കല്ലാന്ന് പറയാം, പറയിപ്പിച്ച് പറയാ. പറയിപ്പിച്ചാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ടൊന്നും പറയാറിയില്ലേ അല്ലേ? അതല്ല അവർ ചെയ്യണേ. ഒരു കാര്യം വന്നതിന് അങ്ങനെ ചെയ്യണം. ഇവിടെ ഒരു ജനലൊക്കെ ഇവിടെ നടച്ചിരിക്കുമ്പോൾ വാതിൽ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ട്. നേരെ നോക്കി അവിടെ ആരെങ്കിലും വേറെ എന്തെങ്കിലും പൂച്ച പട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പേ വെക്കണമായിരുന്നോ? ധൃതി പിടിച്ചിട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? സാവധാനം ആയ പോലെ പറഞ്ഞാൽ മതിയോ? ചെയ്തോ? അവിടെ കണ്ട വഴി സംസാരിച്ചു, അതിനു വേണ്ടിയാണ് നോക്കുന്നത് അല്ലേ? നിങ്ങൾ ഏത് പറയിപ്പിച്ച് ഏത് ജനലുള്ളപ്പോൾ ഇങ്ങനെ നോക്കും, അല്ലാണ്ട് എന്തോ കൃത്രിമം ജനലുള്ളപ്പോൾ നോക്കാണ്ട് കാണിക്കണവർ പറഞ്ഞിരിക്കാൻ. നീ അവിടെ മാമുക്കോയകൾ പല ഗോഷ്ഠികളും കാണിക്കും. മനസ്സിലാക്കി ആയപ്പോൾ പറഞ്ഞു വേസ്റ്റ് നേരത്തെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ ധൃതി പിടിച്ചിട്ട് വെക്കേണ്ട കാര്യമില്ല വിചാരിച്ച് നോക്കുന്നതാണ്. അവിടെ ജനലൊക്കെ ഉണ്ടെങ്കിൽ നീ ആരും ജനലിൽ വാൽ തുറന്ന് നോക്കുള്ളൂ. ആരും അങ്ങനെയാണോ എന്ന് സംസാരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വളച്ചൊടിച്ച് സംസാരിക്കണം, അതും സംസാരിക്കാം. പക്ഷെ നിങ്ങൾ തമ്മിൽ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണമല്ലോ, നല്ലൊരു അവസരം ഉണ്ടാക്കിയതാണ്. ഞാൻ കുറേ അവസരങ്ങൾ ഇല്ലാണ്ടാക്കാൻ നോക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. നല്ലൊരു തരത്തിലൊരു അവസരം ഉണ്ടല്ലോ, ആ അവസരം കിട്ടി കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മുഷിപ്പിക്കാൻ ഞാൻ ഒരു നല്ലൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഒരു 4 സ്ത്രീകളെ 24 വയസ്സുള്ള യുവാക്കൾ ആരെയും കൊണ്ടുപോകാം. കിട്ടേണ്ട സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്വയം എളിപ്പേരിയാണെന്ന് എനിക്കത് സ്വയം മനസ്സിലാവും. അതുകൊണ്ട് വേറെ പക്ഷേ പോകാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഇൻസെക്യൂർ ശരിക്കുള്ളതാണോ അല്ലേ എന്ന് മനസ്സിലാക്കണം. നമ്മൾ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴല്ല ചെയ്യേണ്ടത്. ഉള്ള കാര്യം സാധാ രീതിയിൽ എവിടെ നിൽക്കുമ്പോൾ സംസാരിക്കണം. അത് പറ്റില്ല. ഇനി ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ കാര്യം ശരിക്കും നിങ്ങൾ ചെവി കേൾക്കുമ്പോൾ ശരിക്കുള്ള സാധാരണ കാര്യം പറയണേ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? എനിക്ക് നിങ്ങളെ കണ്ട് പരിചയമുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് നിങ്ങൾ മുമ്പ് കണ്ട് പരിചയമില്ലല്ലോ എന്ന് ഞാൻ പറയും. എനിക്ക് ചിരിയും വരില്ല, ഒന്നും വരില്ല. ഞാൻ ശരിക്കുള്ള കാര്യം പറയും. ഉള്ള കാര്യങ്ങൾക്ക് അനുവർത്തിക്കാൻ അറിയില്ല. പിന്നെ ഓരോരുത്തർ വീട് വിട്ട് ഇറക്കി കൊണ്ടുപോകും. നിങ്ങളുടെ ആൾക്കാർ ഇതില്ലാത്തത് തമ്മിൽ കൊലിച്ച് നടക്കുന്നതും പിടിച്ച് കത്തതും നിങ്ങൾ എൻ്റെ നേരത്തെ കൊണ്ട് കാണിച്ചിട്ട് എന്താ കാര്യം? മെറ്റീരിയലിസ്റ്റിക് ഫിയർ എനിക്കില്ല. എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് അന്നേ തൊട്ടുള്ള അധിഷ്ഠിതമായി നിൽക്കുമ്പോഴാണ് അത് ശരിക്കുള്ള പിടിച്ചെടുക്കലാവുക. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് തമ്മിൽ ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് നടക്കുന്നത് പിടിച്ചെടുക്കലല്ല. അത് തീർത്തും ഞാൻ പറഞ്ഞു, അത് അവസാന വാക്കാണ്. കൃത്രിമം കാണിക്കുന്നത് എനിക്ക് തീരെ വെറുപ്പാണ്. ഒരു കാര്യം മറിച്ച് പറയുന്നത് നിങ്ങളെ പോലെ വിഡ്ഢികളെ വീണ്ടും വിഡ്ഢികളാക്കി കൗണ്ടർ ഇൻട്രാക്ഷനാണ് കൊടുക്കുന്നത്. ഒരു മനസ്സിലാക്കാൻ പറ്റും. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് അതിങ്ങനെ പിടിച്ചിരിക്കലാവും. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അത്? എത്ര വേഗം ചാവാൻ ആഗ്രഹിക്കണവർ, ധൈര്യം ഇല്ലാത്തവർ, സ്വന്തം തന്തയുടെ തള്ളയുടെ പതനം കണ്ടിട്ട് നശ്വരമായത് ആരാധിക്കുന്നത്, അത് തല്ലുടയ്ക്കാണ്ട് ഖുർആൻ വായിച്ച് നടക്കുന്നത്, തമ്മിൽ അടി കൂടുന്നത്, റോമൻ കാത്തലിക് വിപരീതം ചെയ്തിട്ട് മുഴുവനായിട്ട് ബൈബിൾ വായിക്കാണ്ട് അതിന് വിപരീതം ചെയ്യണവർ ഡ്രഗ് അടിച്ച് നടക്കണവരല്ലേ? ധൈര്യം ഇല്ലാണ്ട് ചാവാൻ ആഗ്രഹമുള്ളവരല്ലേ? ബോധത്തോടെ ചെയ്യാറിയില്ലേ? ഹിന്ദി കുട്ടികളെ ഇങ്ങനെ പറയൂ, മലയാളി പാൻപാരാകും. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുന്ന പോലെ ഒരു കാര്യം എനിക്കൊരു അവസരം ഉണ്ടാക്കി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയാത്തത്, സംസാരിക്കാത്തത്. അപ്പോൾ ബാക്കി ഇനി കേൾക്കുമ്പോൾ ഇപ്പോൾ കേട്ടേണ്ട മൊത്തം ഞാൻ ശരിക്കും പറയാം. ഒരു അവസരം മര്യാദയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞുള്ള രീതിയിൽ മുഷിഞ്ഞ് പോകുമ്പോൾ എനിക്ക് നിങ്ങളെ തോറ്റ് മുഷിപ്പിക്കണം എന്ന് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാം, നിങ്ങളായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാവും. നിങ്ങളല്ലേ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും തോറ്റ് മുഷിയുമ്പോൾ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മുമ്പ് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ പേര് ഹാരിസ് അല്ല ഡെന്നീസ് ആണെന്നൊക്കെ പറഞ്ഞ് ബാക്കി കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള കാര്യം പ്രൂഫ് ഉണ്ടെന്ന് ഞാൻ ഉടനീളം അങ്ങനെ മൊബൈൽ പോയിട്ടുണ്ട്. അപ്പം അതിനുള്ള നിങ്ങൾ ഫ്രോഡ് സർട്ടിഫിക്കറ്റ് പഠിച്ച് ജോലി സ്ഥലമൊക്കെ കൊണ്ടുപോയത്. എനിക്ക് പുതിയത് വാങ്ങാൻ മുമ്പേ എൻ്റെ ഞാൻ കുടിച്ച് നടക്കാൻ ആൾക്കാർ ഇതിലാണ് നടക്കാൻ പോയില്ലല്ലോ. അപ്പോൾ ഞാൻ പരീക്ഷയിൽ പൊട്ടിയാലും കാരോട് ഞാൻ സ്വന്തം കാര്യം ചെയ്യണോ? അപ്പോൾ എനിക്ക് ക്യാമറ കഷ്ടം തരേണ്ടതായിരുന്നു. അപ്പോൾ എനിക്കന്ന് പുതിയതൊക്കെ മേടിക്കാണ്ട് പഴയതിന് വീണ്ടും എടുക്കാൻ പോലീസ് ഏൽപ്പിച്ചിട്ട്. അപ്പോൾ നിങ്ങളെൻ്റെ തോന്നുന്നു നോക്കും, ഞാൻ നിങ്ങളുള്ളിൽ നോക്കുന്നു, ഞാൻ എന്നുള്ളിൽ നോക്കുന്നു, ഞാൻ ചെയ്യണല്ലേ? ഇത് പെണ്ണുങ്ങളോ ശിഖണ്ഡികളോ പുരുഷന്മാർ പറയുന്നതല്ല. ശരിക്കുള്ള കാര്യം ധൈര്യത്തോടെ പറഞ്ഞ് നിങ്ങൾ ആൾക്കാർക്ക് ഇതില്ലാത്തത് നിങ്ങളുടെ തമ്മിൽ തോലിച്ച് നടക്കുന്നത്. നിങ്ങൾ എൻ്റെ നേരം ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? പിടിച്ച് നിൽക്കുന്നതല്ല, അത് തമ്മിൽ കുടിച്ച് നടക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ കുടിച്ച് ഡ്രഗ് അടുപ്പിച്ച് നടന്നിട്ട് എങ്ങനെയാണ് കൂട്ടുകാരാവണേ? അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? നിങ്ങളുടെ ഭാര്യമാരോ വേശ്യകളുടെ പോലെ നടക്കുന്നുണ്ട്. തമ്മിൽ പിടിച്ച് നിൽക്കാണ്ട് വിപരീതം ചെയ്യണു. പൂർണ്ണമായിട്ട് അറിവില്ല ബൈബിളിനെ കുറിച്ച്. ഖുർആൻ വായിച്ച് നടക്കണവർ, ഡ്രഗ് അടിച്ച് നടക്കുന്ന അവരവിടെ എഴുതിക്കണേ. തമ്മിൽ അടി കൂടണം. അവർ
ശിവൻ എന്ന് പറഞ്ഞ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് തമ്മിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണതാണ്. അപ്പോൾ അതിൻ്റെ പതനം ഇടയ്ക്ക് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രഗ് അടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് അതിങ്ങനെ ധൈര്യത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ധൈര്യം ഇല്ലാണ്ട് ദേഷ്യം പിടിച്ചിട്ട് ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് ഡ്രഗ് അടിപ്പിച്ച് നടന്നിട്ട് നിർജീവമായത് തല്ലി ഉടയ്ക്കാണ്ട് ധൈര്യത്തോടെ നടക്കാത്തവരാണത്. അതിന് നിങ്ങൾ ധൈര്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് കാണിച്ചിട്ടെന്താ കാര്യം? പിന്നെ പരീക്ഷയിൽ പൊട്ടിയിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാത്ത ഞാൻ നിങ്ങളായിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഓരോന്ന് കാണുമ്പോൾ അത് ഞാൻ കൃത്രിമം കാണിക്കും. നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ തെറ്റ് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായ? അല്ലാണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അത് അനുവർത്തിക്കാണ്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ഓരോരുത്തർ വീട് ഇറക്കി ഞാൻ സാധാരണ സംസാരിക്കാൻ പോയേ വീട് രീതിയിൽ വേറെ ഒന്നും പറയാൻ പോയില്ല. വീട് വിട്ട് ഇറക്കി കൊണ്ടുവച്ച് തമ്മിൽ കൊല്ലിപ്പിച്ചിട്ട് അത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കണം. നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ നല്ല രീതിക്ക് വരുന്നതും അത് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓരോ വെടുത്ത ശബ്ദം ഉണ്ടാക്കി നിങ്ങളുടെ തന്നെ ആയിരുന്നു ഊട്ടി വാങ്ങൽ ചെയ്തിട്ട് മണ്ടശിവനെയും കൊണ്ടിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ ചത്തു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് ഫ്ലാറ്റിന് വേണ്ടി നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ്നെസ്സിന് വേണ്ടി നടക്കുന്നതല്ല. അതിൽ പുനർജന്മം ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയണു. അവസാന വാക്കത്. മണ്ടശിവനെ അരച്ചിട്ട് ഖുറാനും വായിച്ചിട്ട് നിന്റെ വിപരീതം റോമൻ കാത്തലിക് ചെയ്തിട്ട് വിപരീലായ്മ കൊണ്ട് നടന്നിട്ട് എത്ര ഞെളിഞ്ഞ് നടന്നാലും കൊടവയറും വെച്ച് നടന്ന് പെട്ടത്തലയും വെച്ച് നടന്നാലും ഖുറാൻ വായിച്ച് നടക്കണവർ കുടിച്ച് നടന്നവരത് എഴുതിക്കണേ തമ്മിൽ അടികൂടണവർ. അതുപോലെ മണ്ടശിവനെ അരയ്ക്കണ നിർജീവമായത് തല്ലി ഉടയ്ക്കാണ്ട് അതിൽ തമ്മിൽ കൊല്ലിച്ചിട്ട് അതിനെ പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ ധൈര്യം ഇല്ലാണ്ട് നടക്കണവർക്ക് പുനർജനമില്ല. അത് അമർചിത്രതയാണ്. അമർചിത്രത കഥകൾ ആർക്കും വേണം ഉണ്ടാക്കാം. ഡ്രഗ് അടിച്ച് നടക്കണവർ ആരാധിക്കണവർ പലർക്കും അറിയാം. അപ്പോൾ അതല്ലത്. നിങ്ങൾ ആവശ്യപ്പെടാണ്ട് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് നിങ്ങൾ അവസരം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അത് നിങ്ങളുടെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലേ? അതല്ല ഇതിപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോന്ന് ചെയ്ത് അനുഷ്ഠിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് അതിനധിഷ്ഠിതമായി ഇവിടെ വരണതിനാണ് നിലനിൽപ്പ് എന്ന് പറയുന്നത്. അത് കുടിച്ച് റകടിച്ച് ഞാൻ കുടിച്ച് റകടിച്ച് നടക്കാം. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ബോധം അയ്യോ ഞാൻ ചാവാറായി, നീ കുടിച്ച് റകടിപ്പിച്ചൊക്കെ തന്നു, നീ താങ്ക് യു, അതാണ് പിടിച്ച് നിൽക്കലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ തന്തിയും തള്ളയും പിടിച്ചുന്നത് അങ്ങനെയായിരുന്നു എന്ന് ചത്തായിരുന്നു കൂട്ടി ചത്തത്. അത് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ ധൈര്യം ഇല്ലാണ്ട് ചാവുന്നത് വിവരമില്ലായ്മ കൊണ്ട് നടക്കണവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും ഡ്രഗ് അടിച്ച് നടക്കണവർ പലരും ഉണ്ട്. ഹിന്ദുസ് പെണ്ണുങ്ങളും ഉയരം കുറഞ്ഞ പെണ്ണുങ്ങളും ശിഖണ്ഡികളും എല്ലാവരും കൃത്രിമം കാണിക്കണവരും. അപ്പോൾ വിവരമില്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവാതിരുന്ന അവരുടെ പതനം അധിഷ്ഠിതമായി വരണ രീതിയിലാണ് ഒരു കാര്യം വരുന്നത്. ക്രിസ്ത്യാനിറ്റി വ്യത്യാസമുണ്ട്. അല്ലാണ്ട് റിലീജിയനും ഹിന്ദു മുസ്ലിമും റോമൻ കാത്തലിക്കല്ല, വിപരീതം ചെയ്യേണ്ടതല്ല. ഒരു കാര്യം ചെറിയ കൃഷിയിടങ്ങളുണ്ട്, അവർ സ്വന്തം കാര്യങ്ങൾ നടന്ന് ജോലി ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമോ? 96-82 മാർക്ക് കിട്ടിയാൽ അപ്പോഴും കുടിച്ചിട്ട് നടക്കൽ തന്നെ സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. അത് പറഞ്ഞാൽ ഒന്ന് മനുഷ്യനാവുക, സ്ട്രെങ്ത് ആയിട്ട് നടക്കാൻ പഠിക്കാതെ. എന്നിട്ട് നിൻ്റെ ഡ്രഗ് അടിച്ച് നടക്കുന്ന ഡോക്ടേഴ്സും പേഷ്യൻസിനെയും കൊണ്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അരനൂട്ടി വമ്പിച്ച് കൊല്ലിക്കാണ്ട് കൊണ്ടുപോകുക. അപ്പം നിങ്ങൾക്ക് വിവരമില്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ പതനം. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ അതിനുള്ള പറയും. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എനിക്കും ഞങ്ങളറിയില്ല. അതിനനുസരിച്ച് ഞാൻ സംസാരിക്കുള്ളൂ. വെറുതെ ആവശ്യമില്ലാണ്ട് ബെല്ലടിക്കുക. നിങ്ങളെ എന്നെ കാണാൻ കിടക്കണുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വെറുതെ ബെല്ലടിച്ചിട്ട് എന്നെ തന്നെ മടുപ്പിക്കാനായിട്ട് വീണ്ടും എനിക്ക് ആഗ്രഹം ഉണ്ടാവും. വെറുതെ ചോദിച്ചാൽ അടമില്ലേ ചോദിച്ചാൽ ജസ്റ്റ് ആധാർക്കും ഇത് തന്നെ സെയിം ഇവിടെ കേൾക്കണം. എന്താ ഇല്ല ഞാനിവിടെ ഇന്നലെ രാവിലെ വന്നോളൂ. അല്ലേ? ഞാൻ നല്ല ഇവിടെ രാവിലെ വന്നോളൂ. എനിക്കറിയില്ല. നിങ്ങൾക്കിവിടെ മുമ്പ് അറിയണമായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഡാഡി മീൻ അറിയാം? നിങ്ങളിവിടെ ഗാഡു എന്ന് ആര് വിളിക്കണ്ടല്ലോ. ഇവിടെ 4-24 വയസ്സ് വരെ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ആര് പറയണേ. അപ്പോൾ നിങ്ങൾ മോളിൽ ക്രിസ്ത്യൻ ഉണ്ട് ഹാരിസ്. അപ്പോൾ മലയാളിയല്ല. നിങ്ങൾ മുഖത്തേക്ക് സംസാരിച്ചോടെ. മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല, ധൈര്യമില്ലാണ്. അപ്പോൾ അതൊക്കെ പറയേണ്ട സമയത്ത് വരുമ്പോൾ അപ്പോൾ അത് ഹിന്ദു വേർഡല്ലേ, അത് എന്തൊരു വേർഡ്, അത് ഇനി ക്രിസ്ത്യാനിറ്റിയിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ. അപ്പം ഇതൊക്കെ എനിക്ക് പറഞ്ഞ കാര്യം മടുപ്പിച്ച് എന്നെ തന്നെ അതിന് എനിക്ക് വല്ല ആഗ്രഹം, എന്നെ തന്നെ മടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ഇത് വളരെ സ്പഷ്ടമായിട്ട് നല്ല രീതിയിലല്ലേ പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും എന്നോട് പറയിപ്പിക്കാണ്ട് സ്വന്തമായിട്ട് വല്ല ചെയ്യാൻ അറിയോ? ഒരു കാര്യം ചെയ്യുന്നതൊക്കെ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാശില്ലാത്തോടെ കുറുക്കന്മാരെ വീട്ടിലോടത്ത് ആരെങ്കിലും പോവോ റോട്ടിൽ? അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് മറവി രോഗം ഉണ്ടാകും, അതിൽ ചികിത്സ ചെയ്യും.
ഉം. പിന്നെ അങ്ങനത്തെ കാര്യം അതന്നെ. എവിടെയെങ്കിലും നിന്ന് ബെല്ലടിച്ചാൽ മാത്രമേ സംസാരിക്കാറിയുള്ളൂ. എവിടെ നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കാറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറയിപ്പിക്കാണ്ട് പറയാം അത് തന്നെ സെയിം. പിന്നെ ബേബി ഉണ്ടായിരുന്നു, അവിടെ തൊപ്പിട്ട് അവർ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കഷ്ടമാണ് അവരുടെ ഞങ്ങൾക്ക് ആരെന്താണെന്ന് അറിയാം. ബേബി ഇല്ല, ഇങ്ങനെ കല്യാണിയിൽ നിന്ന് കൊണ്ടുവന്ന സെർവൻ്റ് ഉണ്ടായിരുന്നു. അതെന്തൊരു പണിയൊന്നും എടുക്കണില്ല, അത് വെറുതെ ഇരിക്കുക, ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പോകും. എനിക്കത് വേർഡ്സ് പോയിക്കണ്ടല്ലേ, കഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അതിന്. അത് മനസ്സിലാക്കി പഠിക്കും. ചെറുപ്പത്തിൽ മുതലുള്ള ശബ്ദം ആ രീതിയിൽ വരുന്നതാണ്. നിങ്ങൾക്കറിയാം ഹെയർ ആണി അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് കൂടി വരണമെന്ന് അറിയാം. പിന്നെ എന്തിനാ അത് വ്യതിചരിച്ച് വേറെ രീതിയിൽ പോയിക്കേണ്ട കാര്യം? എന്തൊരു സമാധാനമായിട്ട് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞതും ഒരു എന്താ പറയുക, എഫക്റ്റാണ്. യൂട്യൂബിൽ വീഡിയോ എഫക്റ്റ് എന്ന് പറഞ്ഞ പേരില്ലേ, എന്തിൻ്റെ പേര്, ഉറക്കം കിട്ടും, സുഖമായിട്ട് ഉറങ്ങി പോകും. അപ്പോൾ സംസാരത്തിൻ്റെ രീതി നോക്ക് എങ്ങനെയാണ്. അതിനെല്ലാട്ടായിട്ട് ഉറക്കം വിളിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കും. റെക്കോർഡ് ചെയ്യുന്നത് എന്താണ് ചെയ്യാം. എന്നിട്ട് തന്നെ പറയാം, ഒരു എഫക്റ്റിൻ്റെ പറയുന്നത് സൗണ്ട് എഫക്റ്റാണ് പറയില്ലേ, അതിന് യൂട്യൂബിൽ പറയില്ലേ, ഇത് കേട്ട് ക്രിസ്പ് എഫക്റ്റാണ്. അതിന് പറയുമ്പോൾ അത് ഉറക്കത്തിൻ്റെ ഒരു തരം ഇത് വരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ചുളിക്കണ ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ. അപ്പം നമ്മുടെ സംസാര രീതി കേട്ടറിയാം എന്തോ ആർക്ക് സമാധാനത്തോടെ ഉറക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ എനിക്കിതൊക്കെ കൊണ്ടിട്ട് പറയുന്നതെന്ന് വിചാരിച്ചേ, അതൊക്കെ നിങ്ങൾ തന്നെ കാണാൻ കിടക്കണമെന്ന് പറയുന്നത് അല്ല, അതങ്ങനെയാണ്. എൻ്റെ പേര് ഹാരിസ് എന്നല്ല. ഹാരിസ് അല്ല ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും ചോദിച്ചെന്ന് വരാം. എൻ്റെ പേര് ഹാരിസ് എന്നല്ല, ഡെന്നീസ് എന്നാണ്. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. മുമ്പ് എന്നെ പരിചയമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കതിനെ മുമ്പ് വന്ന് സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാം എന്താണെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നത് ഞാൻ വിട്ടു, പക്ഷേ എനിക്കറിയില്ല നിങ്ങളെന്താ പറയണതെന്ന്. അതുകൊണ്ട് എനിക്ക് കൊണ്ടിട്ട് പറയണവർ ടക്കടിച്ച് പിടിച്ച ബോധമില്ലാണ്ട് കിടക്കും. സ്വന്തം ചെയ്യാറിയാണ്ട് മുഷിഞ്ഞ് ചില 10 വർഷം കിടക്കും ഉറങ്ങി തരും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു 23 മിനിറ്റ് നടന്നു വരെ അതിൻ്റെ അനുസരിച്ച് വേറെ സ്വന്തമായിട്ട് ചെയ്യേ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ആരും പറയിപ്പിച്ചിട്ട് പറയണത് വ്യത്യാസമുണ്ട്. ഒരു കാര്യം കണ്ടിട്ട് മനസ്സിലാക്കുന്നത് വ്യത്യാസമുണ്ട്. ഒരു കണ്ടിട്ട് പറയുന്നതും ഇങ്ങനെ ആവശ്യമില്ലാണ്ട് വിവരമില്ലായ്മയിൽ നിർജീവം നിരങ്ങി നീങ്ങൽ എന്ന് പറയുന്നതും ബോധത്തോടെ പറയുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ പറഞ്ഞിരുന്നു. നടക്കട്ടെ. എനിക്ക് സെക്ഷൽ നീഡല്ല ഉള്ളത്, സെക്ഷൽ ലിബിഡോ ആണ്. അതെന്ന് വെച്ചാൽ എപ്പോഴും അതിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ മലയാളികളെന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണക്കേടല്ലേ? ഒരു മലയാളി, സാധാ മലയാളി പറയണതാണ്, ഹിന്ദി മുതലൊരു ബന്ധമായിട്ടില്ല. മലയാളി പാരൻസ് ഉണ്ടായി മലയാളം സംസാരിക്കാൻ അറിയാണ്ട് ധൈര്യമില്ലാണ്ടോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നാണാവില്ലേ ഈ മലയാളി പറഞ്ഞ് നടക്കാൻ? കുറേ അരുന്നൂട്ടി വാങ്ങിയിട്ടുണ്ട്. ഇനിയും മതം വേണമെന്ന് ഇത്ര ദുഷ്ടാട്ടിയാണോ നിങ്ങൾക്ക്? ഇതന്നെ ചോദിക്കണേ. എനിക്ക് എഡ്യൂക്കേഷൻ അങ്ങനെ ഇല്ലൊക്കെ പറഞ്ഞു. നിങ്ങൾ വലിയ മാത്സിലും ഇംഗ്ലീഷിലും കോപ്പി അടിച്ച് ജയിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അത് നിങ്ങൾ കോപ്പി അടിച്ച് നിങ്ങൾ മാർക്ക് കുറവ് മേടിക്കുന്നുണ്ട്. ഞാനും അത് കോപ്പി അടിക്കണല്ലേ, വലിയ മാർക്ക് മേടിക്കണു. കുടിച്ചിട്ട് നടക്കാൻ പോകണ്ട. ഫ്ലാറ്റിലൂടെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് കൊള്ളണല്ലേ. പിന്നെ എനിക്ക് നിങ്ങളെ തുറിഞ്ഞ് പറയുമ്പോൾ എന്നെ തന്നെ മടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. കുറച്ച് ഞാൻ ഇന്നലെ രാവിലെ വന്നുള്ളൂ. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ഡാഡി മമ്മീനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് ചോദിച്ചാൽ നിങ്ങൾ എളിബരാവണേ. നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്നുള്ളൂ. നിങ്ങളിവിടെ മുമ്പ് സംസാരിച്ച ഹിസ്റ്ററി ഒന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഞാനിവിടെ എൻ്റെ ഡാഡി മമ്മി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവിടെ ഒരു കാർഡ് വിളിക്കണം. ഇവിടെ 4 പേര് 24 വയസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കാർഡ്. അപ്പം ഞാൻ മോളിൽ ഒരാളുണ്ട് ഹരിച്ച, അവരെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മലയാളിയല്ലേ, മുഖത്തേക്ക് സംസാരിച്ചോ. അവർക്ക് ധൈര്യമില്ല. മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? ഈ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ എന്നെ തന്നെ മടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുമോ? പുതിയ പോകുമ്പോൾ എന്തെങ്കിലും പോകുമ്പോൾ
തമ്മിൽ പിടിച്ച് കത്ത കുടിച്ചിടക്കടച്ചിടക്കം ഞാൻ ചെയ്യണമില്ല. വാട്സ് എന്ത് ചെയ്താലും എന്തൊരു പൂമൻ അവർ കട്ടക്കടിച്ച് ഖുർആൻ എഴുതിയത് തമ്മിൽ അടി കൂടുന്നത്. യഹൂദിയർ ഇവിടെ പണ്ട് വന്നവരും തോമസ് മലയാളം സംസാരിച്ചിട്ടുണ്ട്. അതിൽ ആര്യമായിക്ക് ഭാഷയിലൂടെ പറഞ്ഞവർക്ക് ഇവരൊന്നും മനസ്സിലാവില്ല. 20th സെഞ്ചുറി മുമ്പ് അവർ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ തോമസും ഇസ്രായേൽക്കാരും ഇവിടെ വന്നിട്ട് മലയാളം പറയുന്നുണ്ട്. അവർ ഹിന്ദു മലയാളി അവിടുത്തെ ആദിവാസികളായിട്ടാണോ മലയാളം പറയുന്നത്? ക്രിസ്ത്യാനിറ്റി അതിനുള്ള മനസ്സിലാക്കുന്ന ബോധമല്ലേ റിലീജിയൻ ഇല്ലാത്തത്? ഹിന്ദിക്കാർക്ക് മലയാളത്തിൽ വാല് മൂടറിയോ? എന്നിട്ട് മലയാളി പാൻപാരാഗ് ഹിന്ദി കുട്ടിക്കും പറഞ്ഞിരിക്കുക. ഇസ്രായേൽക്കാർക്ക് അവിടെ ഗുട്ക കഴിച്ച് തുപ്പിയെടുക്കാനാണ് പണി. മണ്ടശിവിനെ അരച്ചിട്ട് കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്ന സഭകളെ തമ്മിൽ കൊല്ലിക്കുന്ന ദൈവമല്ല. അത് പിടിച്ച് നിൽക്കുന്ന തമ്മിൽ ആത്മീയം പ്രേരിപ്പിക്കണ ആകർഷണ പാർവതികളൊന്നും ദൈവമല്ല. പിന്നെ എന്തിനാ അതിനെ ആരാധിക്കേണ്ട കാര്യം? നശ്വരമായി നിർജ്ജമായി പിടിച്ച് നശ്വരമായ തല്ലുടക്കാണ്ട് അടി കൂടണ പോലെ ഖുർആൻ വായിച്ച് നടക്കണത്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താന്നുള്ള ബോധമല്ലേ? ഞാൻ മനഃപൂർവ്വം തുറക്കാത്തതാണ്. മനഃപൂർവ്വം തുറക്കാത്തത് എന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ മടുപ്പിക്കണം. എനിക്ക് ആഗ്രഹമില്ല. എല്ലാവർക്കും എന്നെ തന്നെ മടുപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാവും. ഞങ്ങൾക്കുണ്ടാവും. തമ്മിൽ കൊല്ലിക്കണവർക്ക് അതിന് പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങൾ തന്നി തള്ളി അതുപോലെ ഇരുന്നുകൂടി ചത്തുണ്ടാവും. അത് കാരണം കുടിച്ചിട്ട് അകടിച്ച് നടക്കണ ഒരു ബോധമില്ലാത്തവർ പറഞ്ഞാൽ എന്താ കാര്യം? 300 വർഷം 200 പ്ലസ് 100 300 വർഷം ജീവിക്കാനുള്ള മരുന്ന് എങ്ങനെയെങ്കിലും നിൽക്കണ ഒരു സമയം അല്ല എപ്പോഴെങ്കിലും വരണ പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആ രീതി വരണ തീക്ഷ്ണതയോടെ കാണിക്കുമ്പോഴാണ് ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ വരണതിൻ്റെ രീതി വരുന്നത്. ഞാൻ ഇത്ര നല്ല കുക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കണം അപ്പോഴത് പറയണ. എടാ വിഡ്ഡി, നീയല്ല ശോഷിച്ച വാക്ക് തമ്മിൽ പറയണേ. ഞാൻ അന്നേ പറയണ്ടായിരുന്നു. ബട്ട് ഇവർ നീ ഡാഡിനെ കുറിച്ച് വയസ്സന്മാരെ ചോദിക്കാനും വേണ്ടി ഇവിടെ വരാണെന്ന് വെച്ചാൽ നിങ്ങളുള്ളപ്പോൾ വന്നാൽ മതി. ഞാൻ നിങ്ങളുള്ളപ്പോൾ വരും. വായ തുറക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയല്ലേ ചോദിക്കുക. ഞാൻ ഇന്നലെ ഇവിടെ വന്നോളൂ. ഇവിടെ ആരും ഗാർഡെന്ന് വിളിക്കണേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ പറയുക? ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? ചിലപ്പോൾ വയസ്സന്മാരെ കുറിച്ച് ചോദിക്കും. പിന്നെ ഞാൻ വായ തുറന്നിട്ട് കാര്യമുണ്ടോ? അത് വായ തുറക്കാത്തത് പോകേണ്ട നേരത്തല്ല. 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. 3 വർഷമുള്ളപ്പോൾ ഇവിടെ വരുള്ളപ്പോൾ പൈസ നാടിച്ച് അപ്പം വരണം. കുടിച്ച് ഡ്രഗ് അടിച്ച് തമ്മിൽ ഇതാണ് പിടിച്ച് നിൽക്കല്. ഡ്രഗ് അടിച്ച് നടക്കാനും തമ്മിൽ കൊല്ലിക്കാനല്ല. ഹിന്ദുസ് മുസ്ലിംസ് റോങ്കത്രീസും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണ പോലെ അതല്ല ചെയ്യേണ്ടത്. അന്നേ വരേണ്ടതായിരുന്നു. അന്ന് വരേണ്ടതായിരുന്നു. 3 വർഷം പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നതാണോ? അല്ല. ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ഇൻസെക്യൂർ വേയിൽ എന്തെങ്കിലും ഫീൽ ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ അതിൽ തുറന്ന് നിങ്ങൾ സംസാരിക്കാൻ അറിയില്ല അതിനെക്കുറിച്ച്. ഇത് ഡാഡി പറഞ്ഞിട്ട് അങ്ങനെ പറയാനുള്ള ബോധമില്ല. ഇൻസെക്യൂർ വേയിൽ കാര്യം ചെയ്യുമ്പോഴല്ല, ഇപ്പം വേറെ കാര്യം മനസ്സിലാക്കി വേറെ പോകാൻ നിൽക്കുമ്പോഴല്ല തൂറാൻ മുട്ടണ പോലെ ഓരോന്നും വരുന്നുണ്ടത്. 3 വർഷം മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ സംസാരിച്ച് തുടങ്ങണ്ടായിരുന്നു എല്ലാ ദിവസവും ഇല്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് ഒളിഞ്ഞ് നോക്കണ്ടാകാൻ ഞാൻ ഒളി നോക്കണമെന്നില്ല. ഒളിഞ്ഞ് നോക്കണ്ടാകാൻ നിങ്ങൾ അന്നേ എല്ലാ ദിവസവും വന്ന് സംസാരിക്കേണ്ടതായിരുന്നു. നിങ്ങൾ വന്നാ 1 വർഷം 3 വർഷം തലേ ദിവസം വന്ന് കുടിച്ചിട്ട് കിടക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ളവരുടെ പോലെ കുടിച്ച് കുരുട്ട് മാന്ത പഴകിയവരെ പോലെയാണ് അത്. അല്ല, പെണ്ണുങ്ങളത് പറയോ? പെണ്ണുങ്ങൾ പിലിസ് അബോർഷൻ കഴിച്ചിട്ട് കുറേ യൂട്രസ് വ്യത്യാസമുണ്ട്. പിന്നെ അല്ലാണെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ തലയ്ക്ക് വിവരമില്ലേ? ഇത്ര വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഫ്ലാറ്റൊക്കെ മേടിക്കാനായിട്ട്. എൻ്റെ ഒരു ബോധം ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞു തീർന്നു. ഇനി നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും 3 വർഷം 9 മാസം 6 മാസം 6.5 മാസം 3 മാസം 1.5 മാസം 1.5 മാസം 1.5 വർഷം 2 മാസം എന്തെങ്കിലും വന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കുക നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മാറിയില്ല. പിന്നെ ഹിന്ദി കുട്ടികൾ എനിക്ക് അവിടെ നിന്ന് പറയേണ്ടാവില്ല. എനിക്കറിയാം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, പോലീസുകാരൻ എന്തൊക്കെയാണെന്ന്. ഇവിടുത്തെ പോലത്തെ ടക്കടിച്ച് നടക്കണവർ പോലെ ആയിരിക്കില്ല. കുടിച്ച് നടക്കണവർ ഗുഡ്ക അടിച്ച് നടക്കണം. ഹിന്ദിക്കാരുടെ വരെ മലയാളം അറിയാത്തവരുടെ കൂടെ ഡ്രഗ് അടിച്ച് നടപ്പിക്കാനും മലയാളി പാൻപാരൊക്കെ പലരും ഉണ്ട്. പെണ്ണുങ്ങൾ വരെ ഗുഡ്ക അടിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് ലാസ്റ്റ് മിനിറ്റിലല്ല. ലാസ്റ്റ് മിനിറ്റ് ഞാൻ ചെയ്താൽ ജയിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ ജയിക്കില്ല. എന്താ അപ്പോഴെ വരെ കുടിച്ച് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് ഉള്ള കാര്യമുള്ള പോലെ സംസാരിക്കാറിയില്ല. പഴകിയവരെ മനസ്സിലാണ്ടിരിക്കുക. അതിൽ കാര്യമില്ല. ഒരു ഹിന്ദി കുട്ടിയും നിന്നോട് പറയില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നത്. അല്ലാണ്ട് മൂമനും മുസ്ലിമും ഹിന്ദു റോമൻ കത്തോലിക്കും പഴകിയത് അനുകരിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കണവരെ കുറിച്ചൊന്നും ഇവിടെ അവരൊന്നും അത് പറയില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. നീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് പറഞ്ഞ വിഡ്ഢികളുടെ ഗ്രൂപ്പ്.
പിന്നെ ഓരോരുത്തർ പറയിപ്പിച്ചിട്ടല്ല, പറയിപ്പിക്കാണ്ട് വാ. നിങ്ങളുടെ ഓരോ ബുദ്ധി ഇല്ലാത്തത് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. നീ കുഴങ്ങിയിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ഉണ്ടാകുമ്പോഴേ ഗ്ലീഷ് ഒന്നത് വായ തുറന്ന് സംസാരിക്കില്ല. എവിടെയും പോകാൻ നിൽക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അയക്കണേ. എനിക്കുള്ള ഉൾക്കാഴ്ചയുള്ള കാര്യം, അറിവുള്ള കാര്യം നിങ്ങൾ വാക്കാൽ തുറന്ന് സംസാരിക്കണല്ലേ. ഞാനിവിടെ ഇന്നലെ ആദ്യമായിട്ട് വന്നേ, നിങ്ങളവിടെ ആർക്കും ആട് എന്ന് വിളിക്കണം. ഞാൻ ഇങ്ങനെ നല്ല സ്പഷ്ടമായിട്ട് ചോദിച്ചാൽ നീ എന്ത് തിരിച്ച് മറുപടി പറയും? ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല ഇതിൻ്റെ കാര്യം. 3 വർഷം ദിവസം വരാണ്ട് ലാസ്റ്റ് മിനിറ്റിൽ പോകാൻ നിൽക്കുമ്പോൾ അതെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് കട്ടി മറന്ന സംഭവം എല്ലാം വലുതാകുമ്പോൾ ഡെന്നീസോ മെറിയമോ നോര വളരെയപ്പോൾ ഇങ്ങനെയാണ് മുഖത്തൊക്കെ അധികം സംസാരിക്കാനും പോകണല്ലേ. പിന്നെ അവരായിട്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പോണ രീതിയിൽ വായ തുറക്കാത്തത് കാണിക്കാൻ വേണ്ടി പ്രൂഫിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിൻ്റെ ധൈര്യമില്ലായ്മ അത്. എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യുന്നുണ്ട്, നീ ചെയ്യുമോയെന്ന് നീ ചിന്തിക്കുക. നീ തടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ കുഴഞ്ഞ് മറിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കുക. നീ തമ്മിൽ കുഴി ചാടിച്ച് അതാണ് ആൾക്കാർക്ക് ഇതുള്ളത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിടിച്ച് നിൽക്കാൻ അറിയാണ്ട് പിടിച്ച് നിൽക്കേണ്ട വിപരീതം കാണിച്ചിട്ട് സോഷ്യലിൻ്റെ വിപരീതം കാണിച്ചിട്ട് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചിട്ട് നക്കപ്പിച്ച എന്തിനാണ് ചെയ്യണത്? നിങ്ങൾ സംസാര രീതി മനസ്സിലാക്കാണ്ട് എന്തിനാണ് നിങ്ങൾ ചെയ്യണേ? സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അതിനെ പിടിച്ച് നിൽക്കാമെന്ന് പറയില്ലേ? 3 വർഷത്തിനുള്ളിൽ ഡ്രഗ് അടിച്ച് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ച് നിന്നു എന്ന് പറയുമോ? നീ ഇല്ല. പിടിച്ച് നിൽക്കാൻ ആൾക്കാർ ഇതിനകത്ത് നിന്നെ കാണിപ്പിച്ച നീ താങ്ക് യു പറയുമായിരിക്കും. നീ വിഡ്ഢി തമ്മിൽ സംഭാഷണം. അപ്പോൾ പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പ്രത്യേകിച്ച് അതന്നെ സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചിട്ട് ആൾക്കാർ ഇതില്ലാത്തത് കാണിച്ചിട്ട് അത് ആൾക്കാർ ഇതുള്ളതല്ല, ആൾക്കാർ ഇതില്ലാത്തതിൻ്റെ ഇതാണത്. ആൾക്കാർ ഇതിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. എടാ നേരിട്ട് സംസാരിക്കേണ്ടതാണ്, എപ്പോഴേ സംസാരിക്കേണ്ടതായിരുന്നു. ആവശ്യമില്ലെങ്കിൽ സംസാരിക്കില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആദ്യം വിദ്യാഭ്യാസത്തിൽ പറയാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ നിങ്ങൾ മറുപടി പറയുമോ? ഇല്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. വെട്ടി നിന്നെ പോലെ കുടിച്ച് നടക്കുന്നവരോട്, തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നവരോട് ആരും കാണുന്നു. എനിക്കത് പറയേണ്ട കാര്യമില്ല. സമയത്തിന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ ഒരു ദിവസമായിട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾ ആരും ഇവിടെ ഗാർഡെന്ന് വിളിക്കണേ? നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങളല്ലേ പെടാൻ പോകുന്നത്. ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ഉൾക്കാഴ്ചയുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അറിയാത്ത പോലെ ഭാവിച്ച് നടന്നോ? ലാസ്റ്റിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടി വാങ്ങിക്കാം. പിന്നെ ഞുമ്മനും കുമ്മനൊക്കെ ഉണ്ടല്ലോ, ഡ്രഗ് അടിച്ച് കുറേ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ പെടാൻ പോകുന്നത്. ഞാൻ ഡ്രഗ് തൊട്ടിട്ടുള്ള എന്തായാലും തൊട്ടിട്ടില്ല, ആരും എനിക്ക് തന്നിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഗുണമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ കാട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പറഞ്ഞ് നടക്കുക ഇല്ല. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗുണമില്ല. അതാണ് നിങ്ങൾ നാളെ വാളി വിട്ട പോലെ വരണേ. സ്വന്തം പതനത്തിന് സ്വയം മരുന്ന് കൂട്ടി വാങ്ങാൻ. എന്തിനാ റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും വിപരീതം ചെയ്ത് നശ്വരമായതും നിർജ്ജീവമായതും തല്ലി ഉടയ്ക്കാണ്ട് അടി കൂടി ഖുറാനും വായിച്ച് നടക്കണത്? അപ്പോൾ അത് മനസ്സിലാക്കുക എന്താണ്. എല്ലാവരും കേട്ടോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ചോദിക്കുന്നതാണ് ഇവിടെ വന്ന് നേർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ അന്നേ തൊട്ട് വേണമായിരുന്നു. ഇല്ലല്ലോ. സാധാരണ ഞാൻ ജോലി ചെയ്ത് പോകുന്നുണ്ട്, നിനക്കത് പറ്റണല്ലോ. ഞാൻ ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. ഞാൻ അവരോട് തിരിച്ച് പ്രതീക്ഷ പങ്കുവയ്ക്കേണ്ട എല്ലാം ഏത് രീതിയിലാണ് പോകുന്നത് നിനക്കതറിയില്ല. ഞാൻ ഇവിടെ വന്നാലും നിനക്കറിയില്ല. എന്നാൽ അത് നിൻ്റെ തെറ്റാണ്. പിന്നെ പറയാനുള്ളത്, ഇത്ര നാൾ 3 വർഷം കഴിഞ്ഞു. ഓരോ ദിവസം ഞങ്ങളോട് വരേണ്ടതായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഇൻസെക്യൂർ വെയിൽ നിൽക്കുമ്പോഴല്ല ജോലിയായി നിശ്ചയിച്ച് അവരെ ഏർപ്പെടുത്തുന്നവരായിട്ടല്ല ഇതിങ്ങനെ ചെയ്യേണ്ടത് അല്ലേ. ഡേറ്റിംഗ് സൈറ്റിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഡിസ്കസ് ചെയ്ത് വരണ രീതിയാണ് വരുന്നത്. ജോലിയുടെ ഇടയിൽ വേറെ ഇൻസെക്യൂരിറ്റി ജോലി പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണവരുണ്ടാവും. അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടതല്ല. ചെയ്താൽ അവർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ശ്രദ്ധിക്കണല്ലേ, എനിക്കത് മനസ്സിലാക്കേണ്ടല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഞൊട്ടണ്ട, നിങ്ങൾ അധികം കൊതിക്കണ്ട. അവിടെയൊക്കെ വാതിൽ തുറന്ന് ഡോർമെറ്ററി 50 പേരുള്ള ഡോർമെറ്ററി മതി ഞാൻ പറഞ്ഞതല്ലേ. കുറേ പേര് വാതിലൊക്കെ തുറന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് കുറേ പേര് ജോലി ചെയ്യാൻ വേണ്ടി ജോലി ശ്രദ്ധിച്ച് പോകുന്നവരാണ്. അവരൊരു വാലൊക്കെ തുറന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം. അതിന് ഞഞ്ഞോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അധികം നോട്ടുണ്ടായി. എനിക്കറിയാം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്. ഇന്ത്യ അല്ല, തൃശ്ശൂരല്ല, വല്ല ലക്സംബർഗ് എന്ന് പറഞ്ഞാൽ കഴിയാം. അപ്പോൾ ഫേക്ക് ആണെങ്കിലും ഏതാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചയക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടോ, 9 മാസമാണോ 6 മാസമാണോ എന്നൊക്കെ വർഷമാണോ 1.5 വർഷമാണോ നീട്ടി വയ്ക്കുന്നുണ്ടോ നീട്ടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണിക്കുന്നത്. അല്ലാണ്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വിളിച്ച് പറയാം അയ്യോ ഇത് ഞങ്ങൾ പറ്റിച്ചതാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയണം
ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണ. അത് മനസ്സിലാക്കാൻ പഠിക്കേ. അപ്പോൾ ഓരോരുത്തർ 7 ലക്ഷം വരെ കുടിച്ചിട്ട് തമ്മിൽ തമ്മിൽ കൊല്ലിച്ച് നടക്കണ പോലെയല്ല. അത് മനസ്സിലാക്കാൻ നടക്കാം. അതിനെ പിടിച്ചെടുക്കാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കിച്ചാണ് അതിൻ്റെ അർത്ഥം. അതാണ് പറഞ്ഞത്, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. പറയേണ്ടത് ഇവിടെ പറയേണ്ടത് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്താൽ എവിടെ പറയണം എവിടെ പറയേണ്ടതിരിക്കണം എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബോധം ഇല്ലാണ്ട് തലയ്ക്ക് പേരില്ലാണ്ട് കുടിച്ചിട്ടൊക്കെ അടിച്ച് പല ഡോക്ടേഴ്സും എം ഡി എം എ കളിച്ച് നടക്കുന്നുണ്ട്. ആരും വിളിച്ചാലും ഇവിടെ കാര്യമില്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണം. അവരും എം ഡി എം എ കളിച്ചിട്ട് ബോധമില്ലാണ്ട് ചെയ്യണ പോലെയല്ല. അതാണ് നിങ്ങൾ അധികം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. എനിക്ക് ബോധത്തോടെ ഇവിടെ പറയണം ഇവിടെ ചെയ്യണം, ഏത് അറ്റ്മോസ്ഫിയറാണ് വിളിച്ച് പഠിക്കുന്ന സ്ഥലം പറഞ്ഞാൽ പറയും എന്നുള്ള രീതിയല്ല. ഒരു ചേർന്ന് പോണ രീതിയിൽ ചെയ്യുമ്പോഴാണ് കാര്യം വരുന്നത്. അവിടെ ചെല്ലുമ്പോഴേ 6 മാസത്തേക്കായാലും 6 9 മാസത്തേക്കായാലും 3 മാസത്തേക്കായാലും 1.25 മാസത്തേക്ക് വർഷമാണെങ്കിലും 1.25 വർഷത്തിലാണെങ്കിലും അതിൻ്റെ നമ്പർ ഫുള്ള് മാറും. അവിടെ നമ്പറൊക്കെ കുറേ അറ്റ്മോസ്ഫിയർ മാറി. ഒരു മാസത്തേക്ക് ഇവിടെ 200 രൂപയ്ക്ക് 170 രൂപയ്ക്ക് ചെയ്യണ പകരം അവിടെ 1000 രൂപയ്ക്ക് ഞാൻ ചെയ്യുന്നത്, 10 യൂറോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാം. അവിടെ പോയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഗതി നമ്പർ മാറും. വാട്സാപ്പ് ബിസിനസ്സോ യൂസ് ചെയ്യണം. വാട്സാപ്പ് അധികം ഉപയോഗിക്കില്ല, മറ്റു ഓൺലൈൻ സൈറ്റുകൾ അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്ത് വ്യത്യാസം ഉണ്ടാവും അവർ ചെയ്യുന്നത്. ഇൻസെക്യൂറായിട്ടൊന്നും ചെയ്യൂല. കാര്യങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഷെയർ ചെയ്ത് എന്താ വെച്ചാൽ പുതിയ സ്ഥലമാണ്, പുതിയൊരു എൻ്റേതായിട്ടൊരു പുതിയൊരു ഭാഗമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ പലതൊക്കെ ഇവിടുത്തൊക്കെ മറക്കും. ശരിയാ, അസ്വാഭാവികം. തണുപ്പ് പിടിച്ച -15 -25 ഡിഗ്രി സെൽഷ്യസിന് -50 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 3 മാസമാണെങ്കിലും 6 മാസമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും നീട്ടി 1 വർഷം കൂടി കിട്ടി അവിടെ താമസിച്ചാലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മറക്കും. എന്നുവെച്ചാൽ നന്നായിട്ട് മറക്കും. അവിടുത്തെ ജോലി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തിരിച്ചു വരുമ്പോൾ വേറെ പോലെ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കി വീണ്ടും ഇവിടെ തുടരും. പക്ഷെ കുറേ കാര്യങ്ങൾ അതിൽ ഞാനിവിടെ കട്ടാക്കിയിട്ടാവും തിരിച്ചു വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ കാര്യം എന്താണ് മനസ്സിലായ. പിന്നെയും ഞാൻ ചത്തു കഴിഞ്ഞാലും ഞാൻ മരിച്ചു കഴിഞ്ഞാലും 112 വയസ്സോ 85 95 വയസ്സിലെത്താലും എനിക്ക് ഞങ്ങളുടെ വിഡിത്തം തമ്മിൽ വിവരമില്ലാണ്ട് നിങ്ങൾ തമ്മിൽ പേരന്ന് കൂട്ടി വാങ്ങിച്ച് കൊല്ലാണ്ട് വിവരമില്ലാത്ത നിങ്ങളുടെ വിഡിത്തം നാവിന്ന് വരുന്നെങ്കിൽ കൊള്ളില്ല. നിങ്ങളുടെ ഹിന്ദു മുസ്ലിം വിപരീതം ചെയ്യണ നശ്വരവും നിർജ്ജയമായത് തല്ലി ഉടയ്ക്കാണ്ട് അടി കൂടണ ഖുറാനും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും കൊള്ളില്ല. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഞാൻ ചത്തു കഴിഞ്ഞാലും നിങ്ങളുടെ വെടിവാക്ക് കൊള്ളില്ല. എന്നാൽ ഞാനിങ്ങനെ വെടിത്തം പറഞ്ഞ ആരെക്കുറിച്ചും വീട്ടുകാരോ കൂട്ടുകാരോ എല്ലാവരും ആരെക്കുറിച്ചും ഞാൻ ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ടില്ലേ. വാക്കാലെ ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കാൻ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ, ഞാൻ പറഞ്ഞ പോലെ എന്താ, ഞാനിവിടെ ആദ്യമായിട്ട് വന്നാണ് നിങ്ങൾക്ക് അറിയോ ആരത് ഗാർഡ് എന്ന് പറയുന്നത് ആരെന്നറിയോ? നിങ്ങളെ ചികിത്സയിലും ഡോക്ടേഴ്സ് വരെ കുടിച്ച് MDMA കഴിച്ച് നടക്കുന്നുണ്ട്. ക്ഷീണം മൂത്തിട്ടേ ബോധത്തോടെ ചെയ്യാറിയില്ല, എല്ലാം കലങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ തമ്മിലായിരുന്നു കൂട്ടി വാങ്ങി കൊടുത്ത് ഞാൻ ചത്തു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഞങ്ങളുടെ വെടിത്തം കൊള്ളില്ല. നിങ്ങളുടെ വെടിവാക്ക് തമ്മിൽ നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങിച്ചല്ലാണ്ട് സീജറോയിനെ സമാധാനിപ്പിച്ചിരിക്കണ പോലെ നിങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങാനും ചെയ്യും. അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പറഞ്ഞാലും തല്ലി ഉടയ്ക്കാൻ അറിയില്ല നിർജ്ജീവമായത്. അതാണ് അടികൂടൽ ഖുറാനും വിപരീതം ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയണ പോലെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ചേർന്ന് പോണതിലെ കാര്യം എൻ്റെ രൂപത്തിലുള്ള ഒരു രീതിയിൽ വരുമ്പോൾ ആ രൂപത്തിലുള്ള ഒരു സെലക്ട് ചെയ്യുക. അവിടെ മുടി ശരിക്കും മുടി വെട്ടിയതല്ല, ശരിക്കും മുടി ക്രോപ്പ് ചെയ്തതല്ല, പെട്ടത്തലയല്ല, ശരിക്കുള്ള മുടി നല്ലപോലെ വിടർന്ന മുഖം അങ്ങനെയുള്ള അവർ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് പുതിയത് അവിടെ പഴകിയൊരു കരിവാളിച്ച് പെട്ടത്തലയിൽ കുടവയറായിട്ട് ഇങ്ങനെ വളഞ്ഞ ചിരി എന്തൊക്കെയോ കഴിച്ച് പഴകിയത് എന്തൊക്കെയോ ചെയ്ത് കരിവാളിച്ച് മോന്തേറ്റ് ഉയരം കുറഞ്ഞിട്ടോ ഉയരം കൂടി എന്തെങ്കിലും വളരെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ വിചാരിക്കും എന്നെക്കാളും വയസ്സുണ്ട്, 65 70 62 78 വയസ്സുണ്ട്. ഇതിൽ സെലക്ട് ചെയ്തേക്കാം, ഇവരോട് വർത്താനം പറഞ്ഞിരിക്കാം, 2 വർഷം ഇവരോട് വർത്താനം പറഞ്ഞിരിക്കാന്ന് പറയൂ. ഒരു ബോധം വയ്ക്കണ്ട ആരെ ചേർന്ന് പോണേ. ഇതിൻ്റെ കൂടെ വേറെ എന്തോ പറയണമെന്ന് വിചാരിച്ചായിരുന്നേ. ഇതിൻ്റെ കൂടെ അപ്പോൾ ഇപ്പോൾ പറയാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. നമ്മൾക്ക് ഇൻസെക്യൂർ ഫീലിംഗ് അല്ലെങ്കിൽ എന്താ പറയാൻ, നമ്മുടെ ജോലിയിൽ നിന്ന് വിടുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാണ്ട് കൺസെൻറ്റിങ് അല്ലാണ്ട് പഴകിയവരുടെ കൂടെ ചെയ്യില്ലേ,
കല്യാണം കഴിഞ്ഞവരോ വയസ്സായവരോ 65 അങ്ങനെ ചെയ്യുന്നതല്ല. ഇത് മനസ്സിലാക്കി എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് യങ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, 26, 37, 38, 26, 27 ആകുമ്പോൾ ആ വയസ്സിൽ കിടക്കുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് പഴകിയൊരു പെട്ട തലമാരല്ല. നിങ്ങൾ എന്തോ ഉള്ളത് അത് തുറന്നുള്ള കാര്യം സംസാരിക്കണല്ലേ, പിന്നെ എന്തിന് അതിൽ ചേർച്ച ഉണ്ടാവണം? അപ്പോൾ അതിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ജോലി പോണ രീതിയാണെങ്കിൽ അത് കാര്യമില്ല. ഡിസ്കസ് ചെയ്തിട്ട് കൂടെ വന്ന് എങ്ങനെയാണ് പുതിയതിലേക്ക് കടന്നു വരുമ്പോൾ പുതിയത് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ഭാര്യയാണോ കക്കോൾഡാണോ ഇതാണ് അത് സെലക്ട് ചെയ്ത് വരുമ്പോഴാണ് അതിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് വേറെ ഇത് വരുന്നത്. അവിടെ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും നിൻ്റെ കൂടെ കൂടുതൽ ആകർഷിക്കുന്ന ഇത് പറയുമോ? നിങ്ങളെപ്പോഴും എന്ത് തുറന്നാലും വാതിൽ തുറന്ന് 7 മണി തൊട്ട് രാത്രി 1 മണി വരെ വെച്ചാലും വരണല്ലേ. പിന്നെ ബെല്ലടിച്ച് നിങ്ങൾ വെറുതെ ഗോഷ്ടി കാണിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ അന്നേ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡാഡി മമ്മി ഇല്ലാത്ത സമയത്ത് വേറെ അറിഞ്ഞിട്ടും വരെ വേറെ എല്ലാവരും വരാണ്. അങ്ങനെ ഞാൻ തുറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുള്ളപ്പോൾ വരാണ്. നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണോ അവർ ചോദിക്കുന്നത് വരികയാണ്, ഡാഡി ഇല്ലേ ഏത് കീഴ് ശബ്ദം തുറന്നാലും നിങ്ങൾ വേറെ ചോദിക്കും, എന്തായാലും തൊപ്പി അങ്ങനെ ചോദിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രൂഫ്, അങ്ങനെ എന്താ നിങ്ങൾ നോക്കണ്ട, എനിക്ക് ക്യാമറ കണക്ഷൻ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊരു 4 മൊബൈൽ കണക്ഷൻ പോയിട്ടുണ്ട്, അതിൻ്റെ പുതിയത് മേടിക്കാണ്ട് പഴയത് സ്വരൂപിക്കുക, പഴയത് നമുക്ക് തിരിച്ചെടുക്കായിരുന്നു പോലീസ് ഏൽപ്പിച്ച്. അപ്പോൾ നിങ്ങൾ ഒളി നോക്കുന്നത് തെറ്റല്ലേ? ഒളി നോക്കുന്നത് തുറന്ന് മുളി നോക്കിയത് മൊബൈൽ ഒളി നോക്കുന്നതും ഒളി നോക്കണവരെ കട്ടെടുക്കണമുണ്ടാവുക 4 മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നത്, 5 മൊബൈൽ. പോലീസ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കീ തുറക്കുമ്പോൾ ഇത് വയസ്സന്മാരെ കുറിച്ച് ചോദിക്കാനാണ്, എന്നെ കുറിച്ച് ചോദിക്കണല്ലോ. ഇവിടെ ഉള്ള കാര്യം ആരെ ക്യാമറ അത് ചോദിക്കാണ്ട് ഏതോ വയസ്സന്മാരെ കോപ്പി ചെയ്യുന്നത് അവരാരും കോപ്പി ചെയ്യാൻ പോയിണ്ടാ ഇല്ല. ഇപ്പം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ 1988 മുമ്പായിരുന്നു അങ്ങനെ പഴയ മുഖവും പുതിയതായിട്ട് കാണിക്കണ മുഖവും എക്സ്പ്രഷൻസ് വ്യത്യാസമുണ്ട്, ചേഷ്ടകൾ എന്തെങ്കിലാണെങ്കിലും അത് അപ്പം മതിയായിരുന്നു. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വാതിൽ ശബ്ദം തുറക്കാൻ എന്ന് കുറ്റി തുറക്കണം എന്താണ്? പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കണം ഡാഡി ഇല്ലേ? അപ്പം ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണ്? വയസ്സൻ ഡാഡി ഇല്ലേ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഡാഡി പുറത്ത് പോയിക്കുക, ഞങ്ങൾക്ക് അറിയില്ലേ എന്നുള്ള അതും ചോദിക്കണ്ട, ഡാഡി പുറത്ത് പോയിക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നാൽ മുമ്പേ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതും വീണ്ടും ഇതന്നെ കേൾക്കാനായിട്ട് ഞാൻ വാല് തുറക്കേണ്ടത്? ഇതന്നെ കേൾക്കാനായി എനിക്ക് ചർച്ചയില്ല, നിങ്ങൾ ഉള്ള കാര്യം സംസാരിക്കണല്ലേ. ഇതന്നെ കേൾക്കാൻ ഡാഡി ഇല്ലേ? നിങ്ങൾക്ക് അറിയാം ഡാഡി ഇല്ല കണ്ടുണ്ട്. അപ്പോൾ ഡാഡി ഇല്ലേ? അടുത്ത 7 പ്രാവശ്യം വായിക്കും ഡാഡി ഇല്ലേ? അപ്പോൾ ഞാൻ വയസ്സൻ ഡാഡി വയസ്സായിട്ട് ഇരിക്കണ രൂപല്ലേ, വയസ്സൻ ഡാഡി ഇല്ലേ ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഡാഡി ഇവിടെ ഇല്ല, ഡാഡി ഇവിടെ ഇല്ലേ, നമുക്ക് കള്ളം കുടിച്ചിട്ട് അകടിച്ച് നടക്കാം, നിങ്ങളുടെ പോലെ തമ്മിൽ കുഴിച്ചടിച്ച് അത് പിടിച്ചടിച്ച് കുറേ നാൾ അസുഖമായിട്ട് കിടക്കാം എന്ന് അതാണ് നിങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നത്. 7 പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഇതായി ചോദിക്കണേ ഡാഡി ഇല്ല, അപ്പോൾ ഞാൻ വയസ്സിൻ്റെ ഡാഡി ഓർക്കണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കുഴിച്ചടിച്ച് കുടിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയണം, ആ ഡാഡി ഇല്ല നമുക്ക് കൊള്ളക്ക് അടിച്ചിട്ട് അകർച്ച് നിങ്ങൾ 3 വർഷത്തിൽ ഇവിടെ വന്നിട്ടില്ലേ, എല്ലാ ദിവസം വന്നിട്ടില്ലേ, പേരിന് വേണ്ടി കാണിക്കാൻ വേണ്ടി ഡാഡി ഇല്ല. അപ്പോൾ ഞാൻ ഡാഡി ഇവിടെ ഇല്ല, നമുക്ക് കുടിച്ചിട്ട് അകടിച്ച് നടക്കാം, നമുക്ക് അതിനായിട്ട് പിടിച്ചിരിക്കുന്ന കഥയാണ്. കുറച്ച് സമയം 2-3 മാസം കഴിയുമ്പോൾ കിഡ്നി ലിവർ ക്യാൻസർ ആയിട്ട് ചാവാം. അപ്പോൾ നീ ഇത്ര നാൾ പിടിച്ച് നിന്നില്ലേ? ഞാൻ നന്നായി പിടിച്ച് നിന്നു, താങ്ക് യു വെരി മച്ച് ഇങ്ങനെ പറയാനായിരിക്കും ചിലപ്പോൾ. ഇതിനെയാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. തമ്മിൽ കൊല്ലിച്ച് സോഷ്യൽ അല്ലാത്ത മിസ്കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നേരത്തെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ 7 പ്രാവശ്യത്ത് കേൾക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ വാല് തുറന്നുകൊണ്ടിരിക്കണം, ഡാഡി ഇല്ലേ മനസ്സിലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡാഡി ഇല്ല, ഡാഡി പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലേ, പിന്നെ വരുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതുകൂടി ചേർക്കാം, ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് വലിയ പ്രൂഫൊന്നും ഇല്ല പറയാം, ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ട് ഫ്ലാറ്റിൽ വന്നിക്കണേ, ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ, പ്രൂഫൊന്നും ഇല്ലല്ലോ, ഞാൻ ഇവിടെ നിന്നാലും ആദ്യമായിട്ട് ഇവിടെ വന്നിക്കണേ. നിങ്ങൾക്ക് ഇവിടെ ഗാഡ് ആര് വിളിക്കണ്ടേ, നിങ്ങൾക്ക് ആരാണ് വിളിക്കണമെന്ന് അറിയാം. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിളിപ്പേരായിട്ട് പോകുന്നത്. അതും പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാൻ വാല് തുറക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ പുറത്ത് പോകാൻ നിൽക്കണം, നേരെ ഇൻസെക്യൂർ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടി ശരിയാണോ അല്ലേന്ന് അറിയില്ലേ, നിങ്ങൾ ഉള്ള കാര്യം സംസാരിക്കണല്ലേ. അപ്പം പുറത്ത് പോകാൻ തൊട്ട് 2 മിനിറ്റ് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ബെല്ലടി എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം പറഞ്ഞതൊക്കെ പറയാനും നിങ്ങൾ ഇത് പറയാൻ ഞാൻ ഇന്നലെ കൂടെ ചാടിയില്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഫ്ലാറ്റിൽ ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പ്രൂഫൊന്നുമില്ല, ഇവിടെ വന്നിട്ട് പരിചയമൊന്നുമില്ലല്ലോ, ഉള്ള കാര്യം സംസാരിക്കണല്ലോ. നിങ്ങൾക്കറിയാം ഇവിടെ ആര് ഗാഡ് എന്ന് പറയണേ, അവർ ഓഹോ ഞങ്ങൾക്ക് അറിയില്ല ഹോ 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 എന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിയ വാല് തുറക്കേണ്ട കാര്യമുണ്ട്? ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങളെ ഈ ഉൾക്കാഴ്ച എനിക്കുണ്ട്, അത് നിങ്ങൾ തുറന്ന് പറയണല്ലേ. ഒരു ചേർച്ച ചെയ്യേണ്ടതൊക്കെ നടക്കുമോ? അത് മനസ്സിലാക്കുന്ന ബോധമല്ലേ? അതിന് ഓരോ കാര്യം ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം മഴ പെയ്ത് അതിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പോകണം. എനിക്ക് ഇപ്പോൾ പോവാം, ഓട്ടോ നനഞ്ഞ് മറ്റേ ബയോമെട്രിക് വാതിൻ്റെ അവിടെ വെക്കേണ്ടി വരും ഓട്ടോ, അല്ലെങ്കിൽ തൊപ്പി വെച്ച് നനഞ്ഞ പകുതി ബാഗും നനഞ്ഞുണ്ടോ?
അപ്പോൾ ഇത്ര നാൾ ക്ലിയർ സ്കൈ ആയിരുന്നു, ഇപ്പോൾ ഡാംപ് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഓട്ടോ പിടിച്ച് ചിലർ ഓട്ടോ ഈ 30 രൂപയ്ക്ക് വേണ്ടി ഷൈജ ആർക്കേഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുരിയച്ചിറ വരെ പോകാനായിട്ട് ഉബറും വിളിച്ച് ഇത്ര ദൂരം വരെ വരില്ല. അപ്പോൾ എനിക്ക് നടക്കേണ്ടി വരും ചിലപ്പം. അപ്പോൾ ഞാനത് നോക്കി കണ്ടന്നെ ഇരിക്കണേ. ഞാൻ മുമ്പ് മനസ്സിലാക്കിയിട്ട് മുമ്പ് തെളിച്ചുള്ള സമയത്ത് പോകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നോക്കി കണ്ടതിന് മനസ്സിലാവും. നിങ്ങൾ വേറെ കുടിച്ചിട്ട് പെണ്ണുങ്ങൾ വരെ കുടിച്ചിട്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഷിഗണ്ടികൾ ആരാധിക്കണം അവർക്ക്. അപ്പോൾ ഡാംപ് എൻവയോൺമെന്റ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട് ഇട്ട് പോയിരുന്നു മഴയത്ത്. അപ്പോൾ തൊപ്പി അത് മനസ്സിലാക്കണം, ബോധം കാണിക്കുക എവിടെ എന്താ ചെയ്യണേന്ന്. പക്ഷേ ഇവിടെ 30 രൂപയ്ക്ക് വേണ്ടി ഓട്ടോക്കാരെ ഉബർ വിളിച്ച് പോയില്ല. അപ്പോൾ എനിക്ക് നടക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ ദൂരത്ത് പല സ്ഥലം അവിടെ കാണിച്ചാലേ അവർ വരുള്ളൂ. ഒരു 200 രൂപ കൊടുക്കണ രീതിയിൽ 30 രൂപയ്ക്ക് വേണ്ടി ആരും വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണേ. ബോധത്തോടെ എവിടെയെങ്കിലും പറയുകയോ ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ പോലെ ലക്ക് കെട്ട് പിടിച്ച് നിൽക്കാണ്ട് അതാണ് തെറ്റിദ്ധരിപ്പിച്ച് പിടിച്ച് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞിട്ട് തമ്മിൽ പോലീസ് നടക്കുന്നതല്ല. ദേഷ്യം വരണവർ കുടിച്ച് നടക്കുന്നവരുണ്ട്. അതിന് മനസ്സിലാക്കാനുള്ള ബോധമില്ല. അതെ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് നടത്തൊന്നും കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തവരും അങ്ങനെ നടക്കണവരായിട്ട് ഗുഡ്ക കഴിച്ച് ഒടിഞ്ഞ് നടക്കണവർ കഴുത്ത് പിടുത്തം വെച്ചിട്ട് കൈ പിടുത്തം വെച്ചിട്ട് ഒരു സ്ഥിരത ഇല്ലാണ്ട് കണക്ഷൻ ഇല്ലാണ്ട് ഏതോ വെഡികൾ എന്തോ പറഞ്ഞു തമ്മിൽ പിടിച്ച് നിൽക്കാണ്ട് അത് പിടിച്ച് നിൽക്കലിൻ്റെ വിപരീതമാക്കിയിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊല്ലിച്ച് നടന്നവർ പലരുണ്ട്. അവരുടെ പോലെ വേണമെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 50 വർഷം ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കണം വേറെ വീട്ടിലെ സ്വപ്നം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാതെ വേറെ. അപ്പോൾ അത് സമപ്രായക്കാരും ഡിസ്കസ് ചെയ്തിട്ട് വ്യത്യാസമുണ്ട്. ഇഷ്ടമുള്ള ജോലി ഇൻസെക്യൂർ ഇല്ലാണ്ട് അങ്ങനെ ഇൻസെക്യൂർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ പോകുമ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് അങ്ങനെ ഇല്ല. ബാഡ്ലി മോട്ടിവേറ്റഡുള്ള സ്ഥലത്തെ ജോലിയല്ല, അങ്ങനത്തെ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ജോലി ചിലർക്ക് ജോലി ഭാരം ഉണ്ടെങ്കിലും ചെയ്യേണ്ട വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഉള്ള കാര്യം സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ അതിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കടും പിടിച്ചിട്ട് ശരിക്കുള്ള നല്ല നടക്കുന്നവർക്ക് എത്ര എന്താ വിഷയം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നടക്കാണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി അടുത്ത 50 വർഷം മൊത്തം ഞാൻ ഇങ്ങനെ നടക്കാം. കോച്ച് ഇങ്ങനെ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ ഡ്രസ്സ് ഷർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാം. കഴുത്തും പിടിച്ചിട്ട് ഇങ്ങനെ സാധാരണ കൈയും കാലിന് സ്പേസ് വെക്കാണ്ട് ഈ ഇത് നടക്കില്ലേ, എന്താ പറയാന്, ഒരു തരം ആ ടൈപ്പിൽ നടക്കാം. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് 23 കിലോമീറ്റർ 50 വർഷവും എല്ലാം ഇങ്ങനെ നടന്ന് കോച്ചി പിടിച്ച് കഴുത്തും പിടിച്ച് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ ഞാൻ എന്താ പറയുക, എനിക്ക് നടക്കറിയില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് കാണിക്കാം അങ്ങനെ. എന്നിട്ട് സാധാരണ പോലെ വീട്ടിലെത്തുമ്പോൾ സാധാരണ രീതിയിൽ വയ്ക്കുക. നിങ്ങൾക്ക് വേറെ വീട്ടിലെ സ്വപ്നം കാണാണെങ്കിൽ ഉണ്ടാക്കാൻ സ്ഥലങ്ങളെ പിടിച്ച് നിൽക്കാത്തവരും പറഞ്ഞ് നടക്കണവർ ഞാൻ നടക്കാം അങ്ങനെ നടത്താൻ കാണിക്കാൻ വേണം ആ ഫുള്ള് നടക്കാം. അപ്പോൾ ഇതാണ് ശരിയാ കറക്റ്റ് എന്ന് പറയുമായിരിക്കും. ഡഗർ സർക്കല്ലേ തമ്മിൽ കൊല്ലിക്കാനായിട്ട് വേണമെങ്കിൽ. അപ്പോൾ വേണമെങ്കിൽ ഈ വഴി വേണമെങ്കിൽ നടക്കാം, ഇങ്ങനെ നടക്കാം. അങ്ങനെ നടന്നിട്ട് മുമ്പ് എപ്പോഴും അങ്ങനെ നടക്കാം. ഇങ്ങനെ നടന്ന് ബാങ്ക് വരെ പോവാൻ ഞാൻ കുരിയച്ചിറ ഷൈജ ആർക്കേഡ് വരെ ഷൈജ ആർക്കേഡ് വരെ പോവാൻ ഞാൻ വേണം അങ്ങനെ. അപ്പോൾ മനസ്സിലാവും ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞ ശരിയാണ്, അതാണ് ഇതാ ശരിയെന്ന്. നിങ്ങൾ കുടിച്ചിട്ട് നടക്കൽ ബോധമില്ല ആരെന്താന്നുള്ള കാര്യം അറിയില്ല. ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ വേണമെങ്കിൽ നടക്കാം. ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള എനിക്ക് അറിയാം, ഇവിടെ എങ്ങനെയൊക്കെ സഞ്ചരിച്ച ഇതൊക്കെ അത് മറന്നിട്ട് ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു ഹിസ്റ്ററി അറിയാം. അത് മറന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കാം. വേണ്ടാത്ത സമയത്തല്ല ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ചേർച്ചയില്ലാണ്ട് അറിയാണ്ട് വഴികേരും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാം. ഇവിടെ തൊട്ട് എല്ലാം മറന്ന് ഇങ്ങനെ നടക്കാം. ഇങ്ങനത്തെ ജീൻസും ഷർട്ടിട്ട് ഇങ്ങനെ നടക്കാം. ഷൈജ ബാങ്കർ ആ ഓട്ടം പഠിക്കാണ്ട് മഴയത്ത് ഇങ്ങനെ നടന്നു പോകാം. അപ്പോൾ എന്താ എൻ്റെ കാലിൽ കോച്ചു അതുണ്ട് പറഞ്ഞിട്ട് നടക്കാം. നിങ്ങളെ സഹായിക്കുമെന്ന് ചോദിക്കാം. തോൽപ്പിക്കാൻ സ്വയം തോൽക്കാണ്ട് നോക്കിയോളൂ. ഒരു ഹിന്ദിയും ഒരു ഗുണമില്ലാത്ത കുറേ കുട്ടിയും പറഞ്ഞിരിക്കുക. എല്ലാത്തിനും ശരിയാക്കി തരാം. ശരിയാക്കിയിട്ട് ഇനി നടക്കാം. അത് ഇത് ആൾക്കാർ കേട്ടാലും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇത് ബോധത്തോടെ പറയണേ. നിന്റെ പോലെ നീ എന്തോ ഞാനിപ്പോൾ ഇവിടുത്തെ മൊബൈൽ കവർ ഊരി അപ്പോൾ പഴയത് മാറ്റി പുതിയ തുണിയുടെ വേറെ തരം സെറ്റായിട്ടുള്ള വലിയ കവറാണ് മേടിക്കുന്നത്. ഈ ചേർന്ന മൊബൈൽ ഇതിൻ്റെ കമ്പനിയുടെ മൊബൈൽ ഫോണിൻ്റെ അതേ ആകൃതിയിലുള്ളത്. അപ്പോൾ അത് മേടിക്കാൻ ഇങ്ങോട്ട് വരാണെങ്കിൽ ആയി, വന്നില്ലെങ്കിൽ ആ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം. കുഴപ്പമില്ല. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പുതിയതിനെ എടുക്കണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പുതിയതിന് ചേർന്ന് പോണ രീതിയിൽ അപ്പോൾ പഴയത് കാണിക്കണല്ലേ, പുതിയതിൽ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് അങ്ങനത്തെ വരണമെന്ന് അറിയാം. പഴയതിന് ഇവിടെ ആരാ അനുകരിക്കണം? നിങ്ങൾ പറഞ്ഞ് നാച്ചുറലായിട്ട് വന്ന് തന്നെ കൃത്രിമം കാണിച്ച് കൃത്രിമമാണ് ശരിയെന്നല്ലേ പറയണേ. കൃത്രിമം എങ്ങനെ ശരിയാവും? നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങി
ഒരു ശരിക്കുള്ളതിനെ കൃത്രിമം വാങ്ങി കഴിഞ്ഞാൽ പറയും പൊട്ട കൃത്രിമം അത് തെറ്റാന്നല്ല പറയാ. പിന്നെ എന്താണ് കൃത്രിമത്തിന് വിശ്വസിച്ച് നടക്കണം നീ കോപ്പി ചെയ്യണവരെ? എന്നിട്ട് നീ പറയും ഇവനെ അങ്ങനെ ഒരിക്കില്ല. ശരിക്കുള്ളത് വന്നത് അതുപോലെ വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് അത് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് വരുന്നത്. എന്നാൽ അതിന് ഞാൻ കുടിച്ചില്ല കഴിച്ചില്ല ഡാഡി ഞാൻ ഇങ്ങനെ വേണം സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാൻ അറിയില്ല എനിക്ക്. ഡാഡി നാളെ വരും, നിങ്ങൾ വീട്ടിൽ ഞാൻ അറിയില്ലേ? നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫൈറ്റ് വന്നോളൂ ഫ്ലാറ്റിൽ. നിങ്ങൾക്ക് ഇവിടെ പ്രൂഫൊന്നും ഇല്ല, ഇവിടെ വന്നത് പ്രൂഫൊന്നും ഇല്ലല്ലോ, അറിയില്ലല്ലോ, ഇവിടെ മുമ്പ് വന്നിട്ടില്ലല്ലോ. നിങ്ങളുള്ള കാര്യം സംസാരിക്കണോ ഇല്ല. അപ്പം ഇവിടെ ആര് ഗാഡ് കളിക്കണം അറിയും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് എളിപ്പേരാവുന്നത്. എനിക്ക് ഉൾക്കാഴ്ച ഉള്ളത് നിങ്ങളാണ് എളിപ്പേരാവുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് വാല് തുറന്ന് സംസാരിക്കേണ്ട കാര്യം ഉണ്ടാക്കി ഇത് കേൾക്കാൻ. എല്ലാ പ്രശ്നം വന്നാൽ ഡാഡി ഇല്ലേ. വയസ്സായവനില്ലെന്നാ ചോദിക്കാത്തത്? ഒരു ബോധം ബുദ്ധി ആരെങ്ങനെ കാണണമെന്നുള്ള മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇപ്പോഴും 18 വയസ്സാണെന്ന് നിങ്ങളുടെ വിചാരം? 18 വയസ്സും 68 വയസ്സും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത് 25-26 വയസ്സാണ്. 26 വയസ്സ് 55 അവിടെ 65 കിടക്കണ വയസ്സ് എത്ര വയസ്സുണ്ട് വ്യത്യാസമുണ്ട് പഴയത്? ഒരു കാര്യം സെൽഫിഷ്നെസ് വെച്ചാൽ അത് തന്നെ ചിന്തിച്ചിരിക്കും. തൊട്ടി വാങ്ങാം, അത് തന്നെ കൊല്ലിച്ച് 55 വയസ്സായാലും കൃത്രിമം അതന്നെ. എന്നിട്ട് പറയും ഇവനെ പ്രാക്ടീസ് കൊടുത്ത് ചാക്കുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയണ നിങ്ങൾ കുടിച്ചിട്ട് നടക്കണ്ടല്ലോ, നിങ്ങൾക്ക് സൈക്കാട്രിക് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കണം. തമ്മിൽ വെച്ച് വളി വിട്ട നാവിൽ പോയിക്കണം നിങ്ങൾ ഒളി നോക്കി. ഞാൻ നിങ്ങൾ ഒളി നോക്കാൻ പോണ്ട, ഞാൻ എന്നെ ഒളി നോക്കാൻ പോകില്ല, നിങ്ങൾ ഒളി നോക്കുന്നില്ലല്ലോ വെഡി പ്രൂഫ് കൊണ്ടുവരാനായിട്ട്. ഞാൻ എന്നെ ഒളി നോക്കണ്ട, നിങ്ങൾ ഒളി നോക്കണ്ട, ഇവിടെ ആരെങ്കിലും ഒളി നോക്കണ്ട. ഇല്ല, ശ്രദ്ധ കേന്ദ്രം ഇങ്ങോട്ടാന്നറിയാം. പിന്നെ മനസ്സിലാക്കൽ പേര് ചോദിച്ച് വിളിച്ച് സംസാരിക്കാനുള്ള ബോധമല്ലേ? പിന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നാച്ചുറലായിട്ട് ഒന്ന് കൃത്രിമം കാണിച്ചാൽ ശരി, നാച്ചുറലായിട്ട് ഉള്ളതല്ല ശരി, നമുക്ക് അവനെ വേറെ എന്തെങ്കിലും അതിനുള്ള തീർപ്പിന് നിലനിൽപ്പിന് വേണ്ടി വരുമ്പോൾ അധിഷ്ഠമ നിൽക്കുമ്പോൾ പിടിച്ച് നിൽക്കുന്നത് കുടിച്ചിട്ടകടിച്ച് നടക്കുന്നത് തമ്മിൽ കൊല്ലിച്ച് അതാണ് ശരി. പിടിച്ച് നിൽക്കുന്നത് അതിന്റെ തെറ്റിദ്ധരിപ്പിച്ച് കാണിച്ചിട്ട് കുടിച്ചിട്ടകടിച്ച് നടന്നിട്ട് ഇവൻ കുടിച്ചിട്ടകടിച്ച് നടക്കണല്ലേ, ഇവൻ ശരിക്കുള്ള കാര്യങ്ങൾ പറയണേ. അപ്പൊ ഇവൻ നോർമലല്ലേ? ഞങ്ങൾ കുടിച്ചിട്ടകടിച്ച് നടന്നിട്ട് പിടിച്ച് കണ്ട് കൊല്ലിച്ച് ഹിന്ദുവും നശ്വരമായതും നിർജ്ജീവമായതും മനുഷ്യരെയും കുറെ വീട്ടുകൾ ആരാധിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യണ തെറ്റാണ് ഞങ്ങളെ ശരി. ഇവൻ ശരിക്കുള്ള കാര്യം പറഞ്ഞ് പെർഫെക്റ്റ് നാച്ചുറലായിട്ട് വന്നുകൊണ്ട് ബോധത്തോടെ സംസാരിക്കണം, ബോധത്തോടെ സംസാരിക്കാൻ പഠിക്കും, ബോധത്തോടെ സംസാരിക്കണം ചെയ്യുന്നത്. അപ്പൊ ഇവനാണ് തെറ്റ്, ബോധത്തോടെ സംസാരിക്കുന്നതാണ് തെറ്റ്. ഞങ്ങൾ കുടിച്ചിട്ടകടിച്ച് ലക്ക് കെട്ട് അസമയത്തൊക്കെ വേറെ എന്തൊക്കെ വെട്ടിത്തം ചെയ്യുന്നതൊക്കെയാണ് ശരി. അപ്പൊ ഞാൻ പറയാം നിങ്ങൾ വളരെ ശരി, നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ കുടിച്ച് MDMA അഡിക്റ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങളാണ് ശരി, നിങ്ങൾ MDMA നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സും എല്ലാവരും കുടിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണ് ശരി. എന്നിട്ട് കുറേ നാളുകളിൽ പിടിച്ചിട്ടാണ്ടായിരുന്നു കുട്ടിച്ചാവും നിർജീവൻ നശ്വരമായത് തല്ലി ഉടക്കാണ്ട് ഖുറാനും പോയിക്കണ അടികൂടി കുറെ റോമിക്കത്തിലേക്ക് വിപരീതം ചെയ്തതാണ് ശരി എന്ന് ഞാൻ പറയണം. നാച്ചുറലായിട്ട് വന്നത് കൃത്രിമം കാണിച്ചിട്ട് ഒരു ഗോഷ്ഠികളും പ്രേതം കാണിക്കുന്നതാണ് ശരി. അത് ഞാൻ ശരി വയ്ക്കണം. തന്നെ ഹിന്ദി കുട്ട കഴിച്ചിട്ട് ഹിന്ദിക്ക് മലയാളം അറിയില്ല, മലയാളി പാൻപാര ഹിന്ദി കുട്ടിയും തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതാണ് ശരി. അത് ഞാൻ പറയണമായിരിക്കും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ ഗോഷ്ഠി ഞാനിക്ക് ബോഡി ലാംഗ്വേജിലില്ല, ഇത്ര നാളങ്ങനെ ഇല്ല. വേണമെങ്കിൽ ഞാനിക്കൊക്കെ ധൈര്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ നടക്കാം. കോച്ച് നിങ്ങൾ ആഴ്ച ചോദിക്കുമ്പോൾ അവിടെ ഷൈജ വീട് വരെ ഇങ്ങനെ നടക്കാം, കോച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാം. എന്ത് പറ്റി എനിക്ക് ഇപ്പം പുറത്തൊരു ഉളുക്ക് കാലിക്ക് കോച്ച് വധം പിടിച്ച പോലെ ഒന്ന് സഹായിക്കാൻ വരുമോ എന്ന് പറഞ്ഞിട്ട് നടക്കാം. കണ്ടിന്യൂസ് ചെയ്യാം. ആരും സഹായിക്കാൻ വരാനല്ലേ? നിങ്ങൾ തമ്മിൽ കുടിച്ച് പകർച്ച് നടക്കുന്നതിൽ പിടിച്ചെന്ന് പറഞ്ഞിരിക്കണേ, പിന്നെ ഇങ്ങനെ ശരിയാവും. അപ്പം ഞാൻ അത് വരെ അവിടെ വരെ നടക്കാം. ഷൈജ ആർക്കാണ്ട് ബാഗ് സ്റ്റെപ്സ് കയറാൻ പോകുമ്പോൾ മര്യാദയ്ക്ക് നടന്ന് കയറി വരാം. ആരും ചോദിക്കാൻ വരണല്ലോ. എത്ര ദിവസം വരണമായിരുന്നു. പിന്നെ അതുകൂടി പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? അതുകൂടി പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഞാൻ മുടി വെട്ടിയത് എന്തിനാണ്? അത് വേറെ വളരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചാരിച്ചിട്ടല്ല. മുടി വെട്ടിയത് എന്തുകൊണ്ടാണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലും, ഏത് ഗുജറാത്തോ ഗോവ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലും വെള്ളം ചിലപ്പോൾ അധികം ഉപയോഗിക്കാൻ പറ്റാത്തതാവും. അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ പോകണമെങ്കിൽ അവിടുത്തെ ഇങ്ങനെ ടൈൽസ് ആയിരിക്കില്ല, ഒരു മാറ്റ് പോലെ ഫാബ്രിക് ആയിരിക്കും അവിടെ വിരിച്ചിട്ടാണ്. അപ്പോൾ അധികം വെള്ളം നനയ്ക്കാതെ ഇരുന്നാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതിന് വേണ്ടി
അവർ അധികം വെള്ളം ഉപയോഗിച്ചിട്ടല്ല. ബാത്ത് ടബിൽ കയറി നിന്നിട്ട് വേണം അടുത്ത് സൈഡ് ഷവർ വെച്ചിട്ട് തല നനച്ച് കുളിക്കാൻ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഫോഴ്സോടെ വെള്ളം 1 മണിക്കൂർ അങ്ങനെ അവധി ദിവസമാണെങ്കിലും കുളിക്കാൻ രീതി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് തല ഫുൾ മുടിയായിട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റൈലൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നല്ലോണം വെള്ളത്തില്ല, ക്ലീൻ ആവില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ പെട്ടെന്ന് ജോലിക്ക് പോകണം, പെട്ടെന്ന് കയറണമെങ്കിൽ മുടി നല്ലോണം ക്രോപ്പ് ചെയ്ത് എണ്ണയൊക്കെ തേച്ച് നല്ല ഷേവ് അങ്ങനെ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത്. അല്ലെങ്കിൽ വെള്ളം കുറച്ച് പൈസ മതി. ചെറുസ് തൊട്ട് റെഡോക്സ് ഷാമ്പു എന്ന് പറഞ്ഞാൽ തലയും ബോഡി ഫുള്ളും ഷാമ്പു ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ജോലി വരാം, അത് പെട്ടെന്ന് കുളിക്കാം, പെട്ടെന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് സംസാരിച്ച് വരണം. ഇപ്പോഴത്തെ കാര്യം പറയുമ്പോഴാണ് അതിനുള്ള വരുന്നത്. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് ജോലി ചെയ്തു, അത് അവിടെ ഒന്നും ചെയ്തില്ല എന്നല്ല, അവിടെ ചെയ്തു, പക്ഷെ അതിൽ അത്ര അവിടെ വേറെ പെർഫെക്ഷൻ, ഇവിടെ വേറെ പെർഫെക്ഷൻ. അപ്പോൾ ആ രീതിയിൽ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്, അതൊക്കെ പുതിയ ജോലി ഭാരം ഉണ്ടെങ്കിലും ചെയ്തു വരണ രീതിയിൽ വരുമ്പോഴാണ്. ജോലി ഭാരം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ഈസി ആയിട്ട് നടക്കണ്ടല്ലോ, അപ്പോൾ ജോലി ഭാരം എല്ലാം തോന്നും. ഒരാഴ്ച കഴിഞ്ഞ് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാം ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാം കോൾഡ് സ്റ്റോറേജ് ആണ്, പെട്ടെന്ന് 30 മിനിറ്റ് ആണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിൽ 8 മണിക്കൂറാണെങ്കിലും ഓവർ ടൈം 12 മണിക്കൂറാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ജോലി ഭാരം എല്ലാന്ന് സ്വയം മനസ്സ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയോട് നമ്മൾ അധിഷ്ഠിതമാവും. അപ്പോൾ അങ്ങനെയാണ് അതിൽ വരണത്. അല്ലാണ്ട് പഴകിയവരും അനുകരിച്ചു, പഴകിയവർ പറഞ്ഞു നാച്ചുറലായിട്ട് കൃത്രിമമാണ്, അല്ല നാച്ചുറലായിട്ട് വന്നത് കൃത്രിമമാണ് ശരി, നാച്ചുറൽ അല്ല ശരി, ബോധത്തോടെ എവിടെ പറയണത് അല്ല ശരി, കുടിച്ച് ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ കൂട്ടത്തോടെ നടന്ന ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്രിമമാണ്, അത് ബോധമില്ലാണ്ട് ചെയ്യുന്നതാണ്. അത് പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റില്ല, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷനാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ വെടികളല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ സ്വയം അല്ല എന്ന് പറഞ്ഞിട്ട് സ്വയം സമാധാനിപ്പിക്കുകയാണോ സ്വീചറോയികളെ? ഞാൻ നിങ്ങളെ ഒളിഞ്ഞ് നോക്കണോ ഇല്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങൾ വന്യം എല്ലാവരും അല്ലാന്ന് പറഞ്ഞ് ഇരിക്കുക അവിടെ കുടിച്ചിട്ടൊക്കെ അടിച്ച്. പിന്നെ ഞാൻ നിങ്ങളെ ഒളി നോക്കണില്ലേ, നിങ്ങളെ ഒളി നോക്കണില്ലേ, അന്യം ഒളി നോക്കണില്ലേ, ബാക്കി ആരെയും ഒളി നോക്കണില്ലേ? അപ്പോൾ ഇവിടെയല്ല ശരി, ഇവിടെയല്ല ശ്രദ്ധ കേന്ദ്രം വരുന്നത്. അതുകൊണ്ട് ഹാരിസ് എന്നുള്ള പേര് സംസാരിക്കും നിങ്ങളാണ്. വേറെ എവിടേക്കോ എന്തൊക്കെയോ അവർ ചെയ്യണോ അത് കണ്ടുപിടിച്ച് നിൽക്കാത്ത പോലെ ഡ്രഗ് അടിച്ച് പിടിച്ച് നടന്നിട്ട് കുറേ നാൾ അസുഖമായിട്ട് ഇല്ലാണ്ടായ നിങ്ങൾ ഇത്ര നാൾ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് 65 പിടിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഇടയിൽ ആ വയസ്സ് മൊത്തം ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു തരം ഇതില്ലേ സംഭാഷണത്തിൻ്റെ രീതി, അതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ ശരിയാവില്ല. അതല്ല ഇപ്പോഴും നിങ്ങൾ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ 3 വർഷം ഇപ്പോഴും കണ്ടിന്യൂസ് സംസാരിക്കാൻ വരണ്ട, അതില്ല. അതിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തോന്നുന്നത് വരാത്തത്. കുടിച്ചിറകടിച്ച് നടക്കുന്നതും ബോധലാണ് ചെയ്യുന്നത്. ഇത്ര നേരം പറഞ്ഞതായിരുന്നു ചേർച്ചയിലാണ്ട്. കുടിച്ചിറകടിച്ച് നടക്കുന്നതും വേറെ തരത്തിലുള്ള വളിവിട്ടുന്നാവും, വേറെ വളിയും നാവ് വരുന്നില്ലേ. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ഈ വീട്ടുകാരെയും അന്യം, വീട്ടിൽ ചെറുപ്പത്തിൽ അന്യന്മാരെയും എല്ലാ സിബ്ലിങ്സിനെയും എല്ലാവരും സ്കൂളിലുള്ളവരെയും എല്ലാവരും നിങ്ങൾ വേറെ വീട്ടിൽ സപ്പറാണ്. സ്കൂളിൽ നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്ക്. ഇവിടെ പുറത്ത് അടുത്ത് പോണവരെയും സ്കൂളും കോളേജ് എവിടെയെങ്കിലും ബാഡ്ലി മോട്ടിവേഷൻ എല്ലാവരും ഞാൻ പറഞ്ഞ് നടക്കണ്ടേ, ഞാൻ പറഞ്ഞ് നടക്കണ്ടേ? എൻ്റെ വായന അങ്ങനത്തെ ഒരു വാക്കും ഷോർട്ട് ഫോം വരില്ലല്ലോ. അത് വളി വിട്ട പോലെ വരെ പറയരുത്. വളി വിട്ടെന്ന് പറഞ്ഞ ഷോർട്ട് ഫോം. എന്തിനാ അർത്ഥമില്ലാത്തത് പറയേണ്ട കാര്യം? സ്ട്രെങ്ത്തിൽ എനിക്കറിയില്ലേ. ഉള്ള കാര്യം സംസാരിക്കുക, നമ്മുടെ അനുസരിച്ച് സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള കാര്യം ചെയ്യും. അത് അധിഷ്ഠമായി ചെയ്യുക, മനസ്സിലാക്കാനുള്ള രീതി വരേണ്ടത്. അവിടെ പഴകിയവരല്ല പുതിയവരെന്ന് പറഞ്ഞാൽ. അവിടെ 26, 27, 32 ഈ വയസ്സിൽ എവിടെയെങ്കിലും 22 ഇങ്ങനെ കിടക്കുന്നതും അത് 65, 61, 70, 68 വയസ്സ് എങ്ങനെയാണത്? അത് പുതിയൊരു മോഡൽ ഇവിടെ കിടക്കുന്നതും അന്ന് പഴകിയവരുടെ 28, 22 വയസ്സിൽ അങ്ങനെ മോഡേൺ ടൈപ്പുള്ള പഴയ ചെറിയ വീടുകൾ അങ്ങനെയുള്ളപ്പോൾ പഴകിയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഒരു ഗോവ അവിടെ നിന്ന് കണ്ടുവരുന്നതും അതൊക്കെ ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ? അവിടെ ഗോവയിൽ ഹിന്ദി പറയാനുള്ള, ഗുജറാത്തിൽ ഹിന്ദി എന്ന് പറയാനുള്ള പറഞ്ഞു. അത് അവരുടെ എന്തൊക്കെ പറഞ്ഞു, പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൻ്റെ കാര്യം ഗോവയിൽ അതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ആ ചേർച്ചയും ആ കോസ്റ്റൽ ഏരിയയും ആ ബോർഡറും അതും ഇവിടെ കിടക്കുന്ന ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലം സൗത്തിൻ്റെ ഒരു പ്രത്യേക അതൊന്നും മനസ്സിലാക്കണം ബോധമൊന്നുമില്ലേ? കേരള യഹൂദിയ ജീൻസിൻ്റെ സമാധാനം ഇവിടെയൊക്കെ കുറേ മൾട്ടിപ്ലൈ ആയിട്ട് അത് ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനില്ല. കേരളയുടെ പ്രത്യേകതയാണെന്നുള്ള തൃശ്ശൂരും കൊച്ചിയും കൊടുങ്ങല്ലൂരും അടുത്ത് നിൽക്കുന്നതൊക്കെ പ്രത്യേകതയാണെന്നുള്ള ഒരു മൾട്ടിപ്ലൈ ചെയ്തതെന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ലേ?
ഇത്രയ്ക്ക് ബോധമില്ലാണ്ട് കിടക്കാണോ? യഹൂദിയരൊക്കെ വന്നത് 20 സെഞ്ചുറി മുമ്പ് വന്നതാണ്. ബ്രിട്ടീഷുകാരാണ് 20 സെഞ്ചുറി മുമ്പ് വന്നത്. ബ്രിട്ടീഷുകാർ 5 സെഞ്ചുറി മുമ്പ് വന്നതല്ലേ? 5 സെഞ്ചുറി 4 സെഞ്ചുറി മുമ്പ് വന്നതല്ലേ? പോർച്ചുഗീസുകാർ 7-8 സെഞ്ചുറി മുമ്പ് വന്നതാണ് ഗോവയിൽ. ഇവര് യഹൂദിയര് വന്നത് ഒരു 20 സെഞ്ചുറി അതിനു മുമ്പ്, ഏഷ്യയുടെ മുമ്പ് ഇവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്, കേരളത്തിലും ചേര രാജ്യവും എല്ലായിടത്തും. അപ്പം അങ്ങനെ ഇവിടുത്തെ മിംഗ്ലിയും യഹൂദിയർ ജൻസി ഇവിടെ കേരളയായിട്ട് ബന്ധമായിട്ടുള്ളതാണ്. അതെങ്ങനെയാ ബാംഗ്ലൂർ അങ്ങനത്തെ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തായിട്ട് ബന്ധമായിട്ടുള്ളത്? ഹിന്ദുസും മുസ്ലിംസും റോം കത്തലിക്സും വിപരീതം ചെയ്യണവരും നശ്വരും നർജ്ജവുമായി ഉള്ളത് ആരാധിക്കുന്നതും ബാക്കിയതും പിന്നെ ഇതും മുസ്ലിംസ് ഖുറാൻ വായിച്ച് തമ്മിൽ അടികൂടുന്നതും. ഇവിടെ അടികൂടാനല്ല പറഞ്ഞേ. പിന്നെ ഇസ്രായേലിൻ്റെ കാര്യം. ഇസ്രായേലിൽ പണ്ട് 20 സെഞ്ചുറി മുമ്പും 30 സെഞ്ചുറി മുമ്പും അതിനു മുമ്പ് ബി സി ആ സമയത്തുള്ള 1500 ബി സിയും ആ സമയത്ത് 500 ബി സിയിലൊക്കെ ഇസ്രായേലിൽ നിറച്ച് ഹിന്ദുസായിരുന്നു. ഇസ്രായേൽ ഫുള്ളും ശിവനെ ആരാധിക്കണം, പടകളും എല്ലാം ആരാധിച്ചിട്ട് എല്ലാ വക വിഗ്രഹവും പിന്നെ ഗുട്ക കഴിച്ച് തുപ്പിയിടലും അതൊക്കെ ആയിരുന്നു അവിടെ. എടാ, ഒരാൾക്ക് റീജിയൻ്റെ വ്യത്യാസം കൂടെ അറിയില്ല, ഒരാളുടെ പ്രത്യേകതയുടെ വ്യത്യാസം അറിയില്ലേ? പിന്നെ മുടി വെട്ടി കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മുടി വെട്ടി കഴിഞ്ഞാൽ എൻ്റെ മുഖം പ്രത്യേക രീതി മാറും. അതല്ല എൻ്റെ മുഖം, ശരിക്കുള്ള മുഖം ഇത് മുടിക്ക് ഒരു തിളങ്ങണ എഫക്റ്റ് വരും. ബ്ലാക്ക് ആണെങ്കിലും ആ രീതി മുഖം വിടർന്നിരിക്കണ ഒരു തരം ആ ഒരു ആകൃതിയാണ് എൻ്റെ മുഖത്തിൻ്റെ. അപ്പോൾ അത് ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അത് മനസ്സിലാക്കാൻ പറ്റും അതല്ല എന്ന്. പിന്നെ ആ രീതിയിൽ സഹകരിച്ച് ചെയ്യണ രീതിയിലാണ് എവിടെയാണെങ്കിലും വരുന്നത്. അല്ലാണ്ട് കുടിച്ച് ഡ്രഗ് നടന്നിട്ട് 20 വർഷം കഴിഞ്ഞിട്ടൊക്കെ പറയണേ. നിങ്ങളെ പോലെ കുടിച്ച് ഡ്രഗ് നടക്കാം ഒരു 20 വർഷത്തേക്ക്, നിങ്ങളുടെ പോലെ ഡ്രഗ് ആക്കി നിങ്ങൾ അനുകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഓരോ ഡ്രസ്സ് മാറുന്നത് മഴ സമയത്ത് ഏത് ഡ്രസ്സ് ഇടണം. മഴ സമയത്ത് ആരെങ്കിലും വെള്ള ഷർട്ട് ഇട്ടിട്ട് ഇരുട്ട് പിടിച്ച് ടാമ്പ് വെള്ള ഷർട്ട് വെള്ളം മുമ്പിട്ടിട്ട് വഴി കൂടെ നടക്കുമോ? അപ്പോൾ ഓരോ സമയത്തും ഞാൻ കണ്ടിട്ട് തെളിച്ചുള്ള സമയവും മഴ ഡാമ്പ് എൻവയോൺമെൻറ്റിലും എങ്ങനെയാണ് ഏത് ടൈപ്പ് ഡ്രസ്സ് മഴക്കാലത്ത് എന്തായാലും ഒരു ഡാർക്ക് ഡ്രസ്സ് ഇങ്ങനെ നിറം മങ്ങിയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുക. അതനുസരിച്ച് പോണത്. അവിടെ മഴക്കാലത്ത് അതിനനുസരിച്ച് തൊപ്പി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഓരോ സമയത്തും ഓരോ ഡ്രസ്സിനനുസരിച്ച് നടക്കുന്നത്. നിങ്ങൾ പഴകിയവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയില്ല നിങ്ങൾ ആര് സ്വപ്നമാണ്. അവരിങ്ങനത്തെ ഡ്രസ്സ് കൂടി ഉണ്ടാവില്ലേ. ഒരു ചേർച്ചില്ലാത്ത കാര്യം പറയരുത്. പണ്ടത്തെ ഗാന്ധിയൻ അപ്പോൾ പണ്ടത്തെ ഒക്ടോബറായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടോ വെട്ടി? അതൊരു ഉത്ഭവത്തിൻ്റെ കാര്യമാണ് വരണത്. അതായിട്ട് എനിക്കിങ്ങനെ ചേർച്ച വരണേ. പ്രസൻ്റായിട്ട് നിൽക്കുമ്പോൾ പാസ്റ്റും ഫ്യൂച്ചർ എങ്ങനെ വരണത്? അതും നിങ്ങൾ കുറേ തെറ്റിദ്ധരിപ്പിച്ച് പലരായിരുന്നു കൂട്ടി ചത്തണ്ട. അങ്ങനെ അതറിയില്ല. സൈഡിൽ കുറവിലായിരുന്നു കൂട്ടി ചത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും പിടിച്ച് നിൽക്കുന്നത് ഗുഡ്കിങ് കഴിച്ച ഡ്രഗ് അടിച്ച് നടക്കുന്നതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ. ആ വളിയൻ്റെ മോന്തിയാണ് എല്ലാ റുപ്പി നോട്ടിലും കയറ്റിച്ചാണ്. പ്രത്യേകിച്ച് പെട്ടതല്ല പഴകിയത് പുതിയതിനെ കുറിച്ച് അറിയില്ല. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. ക്രിസ്ത്യാനിറ്റിനെ അയാൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കുറിച്ച് അയാൾക്ക് ഒരു വാലും കൂടെ അറിയില്ല. അതപ്പോൾ ഇതിപ്പോൾ എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ല. കുടിച്ച് ഗുഡ് കഴിച്ച് നടക്കണവർ അധികം ഒന്നും ഇസ്രായേലില്ല. അപ്പോൾ കുടിച്ച് ഗുഡ് കഴിച്ച് ഇങ്ങനെ ഗുഡ് കഴിക്കില്ലേ, കഴിച്ച് പുഴു വലിച്ച പല്ലും വെച്ചിട്ട് പെട്ടത്തലയായിട്ടുള്ള ഒരു ഫേസാണ് ആ എല്ലാ റുപ്പീസ് നോട്ടിൽ കൊണ്ട് കയറ്റിച്ചാണ്. പിടിച്ച് നിൽക്കുന്നത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നതാണ് പിടിച്ചിട്ടാന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട്. കുറേ നാളെ ചത്ത് കഴിഞ്ഞാൽ നീ എന്നെ കുറേ പിടിച്ച് തന്നു എന്ന് പറഞ്ഞാൽ നീ പിടിച്ച് നടന്ന കൊല്ലിച്ചു തമ്മിൽ കൊല്ലിക്കുന്നതൊക്കെയാണ് ശരി, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ. എന്നിട്ട് അങ്ങനെയുള്ള വിഡ്ഢിയാണ് ഗാന്ധിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ആ ഹിന്ദു മണ്ഡ ശിവനെ അരച്ച് നടക്കണവർ എങ്ങനെയാണ് തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പുനർജന്മയിലൊന്നും അല്ലാതെ അറിയാം. നിർജീവത്തിനെ ആരാധിക്കേണ്ട കാര്യമില്ല. നശ്വരമായനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇങ്ങനെ ക്യാമറ കണ്ടു, ഇതിന് ജീവനില്ല, ഇതിനാരെങ്കിലും ആരാധിക്കുമോ? ചത്തുപോയി നശ്വരം. അത് അതിനെ ആരാധിക്കാൻ പോവോ? മന്ദബുദ്ധികൾ ആരെങ്കിലും ആരാധിക്കാൻ പോവോ? അപ്പോൾ ക്രിസ്ത്യൻസിന് അയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. റോം കത്തലിക്സിനല്ല ശരിക്കുള്ളത് മനസ്സിലാക്കി വിപരീതം ചെയ്യണതും. ബൈബിളിനെ കുറിച്ച് അയാൾക്ക് അറിയില്ല. ഗാന്ധിയൻ എന്ന് പറയണവർക്ക് വിപരീതം ചെയ്യണതും ഖുറാൻ വായിച്ചിട്ട് അടി കൂടുന്നതും നശ്വരം നിറച്ചും തല്ലി അടയ്ക്കാണ്ട് തമ്മിൽ അടികൂടി നടക്കുന്നതെന്ന് ആൾക്കറിയില്ല. അയാളും കുട്ടിക്ക് കഴിച്ച് നടക്കുന്നുണ്ട്, പുഴ അരിച്ച് പല്ലും വെച്ചിട്ട് എല്ലാ റുപ്പീസ് നോട്ടിൽ കയറ്റിച്ചുണ്ട്.
അവിടെ എളിഞ്ഞ ചിരി വെച്ചപ്പോൾ അതാണ് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചു. ഡ്രഗ് അടിച്ച് കുറേ രാപ്പത്തേ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഈ പുഴ അടിച്ച മോന്തി കണ്ടിട്ട് റുപ്പീസ് നോട്ടിൽ. എന്നിട്ട് ബോധയ്ക്ക് ചാണകം ബുദ്ധി വെച്ചിട്ട് ഈ ആനിമൽസിനെയും എലീനെ വരെ ഞങ്ങൾ ആരാധിക്കലാണ് വെട്ടി. എന്താണ് എലീനെ ആരാധിക്കണേ? എലി എന്ന് പറഞ്ഞാൽ എല്ലാ വീടും എല്ലാം നശിപ്പിക്കണതാണ്. അപ്പോൾ എലി നശിപ്പിക്കാണ്ട് അവിടെ പ്രതിമയായിട്ട് ഇരിക്കുന്നുണ്ട്. ശരിയാ. അപ്പോൾ എലീനെ ആരാധിക്കാം. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിയേ എലികളാണ് നിറച്ച് വീട്ടിനുള്ളത്, എല്ലാം നശിപ്പിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എലിയുടെ പ്രതിമയാണ് ശരി, എലീനെ ആരാധിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ എലികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എലീനെ ആരാധിക്കുന്ന ശരി എന്ന് പറയും നിങ്ങൾ? ഇത്രയ്ക്ക് ഹിന്ദി കുട്ടികളത് പറയോ? മലയാളം MDMA അത് പറയോ? മലയാളി പാൻപരാഗ് ഹിന്ദി കുട്ടി തമ്മിൽ പോലീസ് നടക്കണത് പറയോ? പിടിച്ചു നിൽക്കുന്നത് പുഴ വരിച്ച പല്ലും വെച്ചിട്ട് തമ്മിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുടിച്ചിട്ട് വിപരീതം ചെയ്യുന്നതാണോ? കൂടുതൽ അറിവിൽ ബൈബിൾ നോട്ട്സ് അറിവില്ലാണ്ട് ഇല്ലാത്ത വിഡിത്തം മൊത്തം കയറ്റി വയ്ക്കും. എന്നിട്ട് പഴയത് പുതിയത് തമ്മിൽ വ്യത്യാസം അറിയില്ല. നിങ്ങളുടെ തലയ്ക്കല്ല കുഴപ്പമാണ് വെട്ടി. ഈ വിഡിത്തനെ കേൾക്കാൻ വേണ്ടി ഇതന്നെ വേണ്ടി നിങ്ങൾക്ക് ആരെന്ത് ചെയ്യണം എന്നുള്ള ബോധമല്ലേ? നിങ്ങളെന്ത് വളി വിട്ടെന്നാവും നിങ്ങളുടെ ശോഷിച്ചാവസ്ഥ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും കുടിച്ച് അവൻ അവന് മൂവന അവർക്ക് ഇവിടെ വീട്ടുകാരും വയസ്സായവരും വീട്ടിലെ അനിയന്മാരും സിബ്ലിങ്സും പലരും ഉണ്ടല്ലോ. അവിടെ ക്ലാസ്സിൽ 9 വർഷം ഉണ്ടായിരുന്നു കോളേജിലൂടെ. അപ്പോൾ കുടിച്ചിട്ട് കളിച്ചിട്ട് അവയോ നമുക്ക് കുട്ടിക്കഴിച്ച പുഴടിച്ച പല്ലാണ്. എടാ നിന്റെ ജഡ്ജ്മെന്റ് കേൾക്കാനാണോ നിനക്ക്? നീ കുടിച്ചിട്ട് അകടച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത് ശരിയാണോ? വക്കീൽമാരും ഉണ്ട് കുറെ കുടിച്ച് നടക്കുന്നത്. എടാ നീ പറയുന്നത് എനിക്ക് കൊള്ളുണ്ടെങ്കിൽ നിന്റെ പോലെ കുടിച്ചിട്ട് കളിച്ചിട്ട് ഇങ്ങനെ ബോഡി ലാംഗ്വേജ് എനിക്കില്ല. ഇതൊക്കെ പറഞ്ഞ് എനിക്ക് കൊള്ളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് അരുന്ന് കുട്ടി വാങ്ങിച്ചു കൊടുക്കല്ലാണ്ട് അതിനെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിർജ്ജീവനെ അരച്ചിട്ട്. അപ്പം എനിക്കിത് കൊള്ളണ്ടെങ്കിൽ എനിക്കിത് ഞാൻ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് എനിക്ക് തിരിച്ചു കൊള്ളണത്? അതുകൊണ്ട് ചോദിക്കണം, നീ ഏത് പഴകിയ വെട്ടീനെ സ്വപ്നം കാണണേ? പഴകിയ വെട്ടികളാന്ന് പറഞ്ഞാൽ നടന്നോ അത് കള്ളുകൂടിയില്ല അങ്ങനെ നടന്നവരാണ്. എന്നിട്ട് അത് പിടിച്ച് നിൽക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കും. ഇതിനെയാണ് സോഷ്യൽ എന്ന് പറയുന്നത്. എന്നിട്ട് അതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് ശരി. ഇങ്ങനെ നമുക്ക് കൊല്ലിക്കാം, കഴുത്തിന് വെട്ടേറ്റ, ഞാൻ തൈലാണ്ട് ചത്തു, കഴിഞ്ഞ്. ഇതാണ് ശരി. നീ കഴുത്തിന് വെട്ടി ചത്താ കുറെ പിടിച്ചിരുന്നുണ്ട്. നീ കുടിച്ച് നടക്കണവരും കൂടെ ഉള്ളത് പറയും നാണോ ഒരാൾ വെട്ടി. ഇതൊക്കെ എൻ്റെ ഓരോ വികാരങ്ങളിൽ എഴുതണം. ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പേട കഴിച്ചു, ജിലേബി കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു എഗ് പപ്സ് കഴിച്ചപ്പോൾ ഭക്ഷിച്ചത് തലയ്ക്ക് പിടിച്ചു. എഗ് പപ്സ് എനിക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇഷ്ടമില്ല എന്നല്ല, അതൊരു മത്ത് പിടിപ്പിക്കുന്ന ടേസ്റ്റാണ്. അതുകൊണ്ട് അത് കഴിച്ചപ്പോൾ തലയ്ക്ക് പിടിച്ചു. പിന്നെ ബീഫ് കട്ട്ലറ്റ് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി വെച്ചാണ്. ബ്രെഡ് ക്രംബ് ഉണ്ടോ എന്തോണെന്ന് അറിയില്ല, പെപ്പറുണ്ടോ. അപ്പോൾ അതും കഴിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, ബീഫിൻ്റെ കട്ട്ലറ്റ് ടേസ്റ്റ് അണ്ണാക്കിൽ പിടിച്ചു. പിന്നെ ബാക്കിയൊന്നും ഓർക്കേണ്ടായിരുന്നില്ല, മറന്നു, മതിയായി. എന്ത് രസമുണ്ട്. അതിൻ്റെ കൂടെ ഭക്ഷണത്തിലത്തെ മത്ത് പിടിക്കണം വേണം. രാവിലെ ഫുള്ളും വിശന്നിരുന്നതിന് ഒരു തൃപ്തികരമായി. ഇപ്പോൾ ബാക്കി സംതിങ് ചോറ് പിന്നെ കഴിച്ചാൽ മതി. ബാക്കിയുണ്ട് കുറച്ച് കഴിക്കാൻ, അത് പിന്നെ കഴിച്ചാൽ മതി. ഇപ്പോൾ ലെസർ ഡാൻ ജഡ്ജ്മെൻറ്റ് പറഞ്ഞാൽ ലെസർ ഡാൻ ഗാർഡൻ ഫോർച്യൂൺ ഓഫ് ഗാർഡൻ ലെക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെസർ ഡാൻ ലെസർ ഡാൻ ലെസർ ഡാൻ ഡി ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ വരുന്നത്. നിങ്ങൾ തന്നെ ഒരു രീതിയിൽ എന്താ ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ വിവരമില്ലായ്മയിൽ എന്നെ അധികം പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വിവരമില്ലായ്മയിൽ എന്നെ അധികം പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വിവരമില്ലായ്മയിൽ എന്നെ പഠിക്കാൻ നിന്നാൽ നിങ്ങൾ എന്നെ ചുറ്റി പോകും. അവസാനം ജഗതിയുടെ പോലെ ബോധമില്ലാണ്ട് കിടന്നിട്ട് ലാജൈറ്റിസ്, ഷാജു, പാരലൈസൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെയും ഞാൻ അവർ ആവശ്യപ്പെടാണ്ട് പോകുന്നുണ്ട്. അവരവിടെ അകത്ത് കയറ്റുമെന്ന് അറിയില്ല.
പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാനും ഞാൻ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറയും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. അതിന് വേണ്ടി അങ്ങനെ പോകണം ചെയ്യും. അതൊക്കെ ഒരു സമയത്ത് ഇവിടെ പോയി വരണേ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ അതും പറയാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയണത്, എനിക്ക് സെക്ഷുവൽ നീഡ് ഇല്ല, സെക്ഷുവൽ നീഡ് അധികമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കണ പോലെ അല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് നീഡ് പോലെ സെക്ഷൽ നീഡ് പോലെ ആ ടൈപ്പിലല്ല. അപ്പോൾ എനിക്ക് സെക്ഷൽ ലിബിഡോ ഉണ്ടാവും. അത് മീൻസ് വാച്ച് ചെയ്യാനും എൻ്റെ നിന്നും വരാനും അതൊരു തരം എന്താ പറയാനേ ഒരു ഇതില്ലേ, അങ്ങനത്തെ ഡിസ്കസ് ചെയ്ത് വന്ന് കാര്യമുള്ളത്. അതല്ലാണ്ട് അത് സെക്ഷൽ നീഡ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും സെക്ഷൽ നീഡ് ഉണ്ടാവില്ല. പഴകിയതെന്ന് പറഞ്ഞാൽ പുതിയതല്ല. അത് നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് ഞാൻ പറയണതെന്ന്. ഇപ്പോൾ ലോന മാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഷോർട്ടായിട്ട് പറയണുള്ളൂ. എന്നിട്ട് പിന്നെ എനിക്ക് പറഞ്ഞാൽ മതി. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, അത് ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ കിട്ടണില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പറയാൻ പറ്റുമെങ്കിലോ അത് മതിയാവും. ഏതാ ഞാൻ പറയാൻ വന്നത്? നിങ്ങളെ ആവശ്യമില്ലാണ്ട് എനിക്ക് തന്നെ എന്നെ മടുപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമില്ല. എപ്പോഴും ഒരേ ഉത്തരം തന്നെ കേൾക്കണം, ഒരേ ചോദ്യം തന്നെ കേട്ട് മടുത്ത് ശ്രദ്ധിക്കുമ്പോൾ അങ്ങോട്ട് വേറെ എന്തൊക്കെയോ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിലൊരു ചേർച്ചയില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് പറയണേന്ന്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ നേരെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഗവൺമെൻറ് രീതിയും എല്ലാം മാറി. അവിടുത്തെ അനുസരിച്ച് റൂൾസ് നിൽക്കുമ്പോൾ അവിടുത്തെ ബിസി റൂൾ മുടി വെട്ടുന്നതും അതിനൊക്കെയാണ്. ബിസി ആയിട്ട് പോകുമ്പോൾ വലിയ നല്ലോണം തഴച്ച് മുടിയും വെച്ച് വെള്ളം തൊടാത്ത മാറ്റും വെച്ചിട്ട് അവിടെ കാണിക്കാനും അവിടെ ഉണങ്ങിയെടുക്കാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പോകണം. അപ്പോൾ അതനുസരിച്ചായിരിക്കും. അപ്പോൾ എനിക്ക് മുടി അതിന് വേണ്ടി കുറച്ചിട്ടാണ്. മുടി വെട്ടി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ ചുരുങ്ങിയ പോലെയാണ് ഫേസ്. അപ്പോൾ ആ മുഖം ഇരിക്കില്ല. ബാക്കി ഇതാണോ എന്ന് വിചാരിച്ചിട്ടല്ല, ശരിക്കുള്ളത് വന്ന രീതി വ്യത്യാസമുണ്ട്. അതനുസരിച്ച് നീങ്ങുള്ളൂ. അതെനിക്ക് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ രീതിക്കാണ് പോണത്. അതുപോലത്തെ വോയിസാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള മുഖത്തിൻ്റെ ആ വോയിസ് തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ വേറെ വല്ല ആയേനെ. അതാണ് ഒരു തട്ടിച്ച് നിൽക്കണ. ഏതൊക്കെ മുഖത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ. നിങ്ങൾ മണ്ഡലശിവനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തമ്മിൽ കൊല്ലിക്കണവരെങ്ങനെ ദൈവങ്ങളോ തമ്മിൽ കൊല്ലിച്ച് അത് പിടിച്ച് നിൽക്കാത്തത് തെറ്റിദ്ധരിപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഒരു മുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം എനിക്ക് ആ ഒരു മുഖത്തിൻ്റെ പ്രത്യേകം വന്നിട്ട് പിന്നെ ഒരു മുഖം വരും. എന്തോ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ജെസ്സിയുടെ മുഖം, അല്ലെങ്കിൽ കൊളപ്പള്ളി ലീല, അല്ലെങ്കിൽ ഇതെന്താ പറയാൻ സെലീന ഗോമസിനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മാമ റോസി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗ്ലാഡിസ് മൗസി, അഗ്നാരി. പെണ്ണെന്നല്ല പറയണത്. അവർക്ക് യൂട്രസ്, അവർ സെക്ഷൽ നീഡില്ല അവർക്ക്. ഇവിടെ സെക്ഷൽ നീഡ് വരണല്ലേ, മനസ്സിലാക്കാൻ പഠിക്കുക. ബുദ്ധിയില്ലായ്മ ഇല്ല, സെക്ഷൽ ലിബിഡോ ഉണ്ടാവും. ആ സമയത്തിന് എന്തെങ്കിലും മനസ്സിലാക്കി കണ്ട് ചെയ്യണം, അതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ സമയത്തിന് കണ്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അത് വെറുതെ പറയാൻ ചെയ്യണ പോലെയാണോ? അല്ല. അപ്പോൾ ചെയ്താൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ജെസ്സി സോഫിയ ആൻറ്റി സോഫിയ ആൻറ്റിയുടെ പപ്പയും മമ്മിയാണ് 92 വയസ്സായിട്ട് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. 85 വയസ്സായിട്ട് അടുക്കളയിൽ പണിയെടുക്കുക. അപ്പോൾ സോഫിയ ആൻറ്റിയുടെ അമ്മ പപ്പ, അപ്പോൾ അവരൊക്കെ അതും നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളതും ഈ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ജെസ്സി അല്ലെങ്കിൽ കുളപ്പുള്ളി ലീല, അപ്പോൾ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജാണ് എനിക്ക്. അല്ലെങ്കിൽ അമ്മാമ്മയുടെ റോസി, മുഖത്തിൻ്റെ പ്രത്യേകത ഒരു എടുപ്പില്ലേ. അതിനകത്ത് സെക്ഷൽ നീഡല്ല. പെണ്ണുങ്ങൾക്ക് സെക്ഷൽ നീഡ് ഉണ്ടോ? അതില്ല. അത് അല്ലെങ്കിൽ വേറെ എന്താ പറയുക, സെക്ഷൽ ലിബിഡോ ഉണ്ടോ? ലിബിഡോ എന്ന് പറഞ്ഞാൽ സമയത്തിന് സംസാരിച്ച് എങ്ങനെ വഴങ്ങി അങ്ങനെ ചെയ്യണത്. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും, ആവശ്യമില്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളൊരു ഇതില്ലേ, അതെനിക്കുണ്ട്. അത് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ പേര് വിളിച്ച് സംസാരിക്കണമല്ലോ, അതല്ല നിങ്ങൾ അരുന്നോട്ടി വാങ്ങണേ. ഉള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ മടുപ്പിക്കണം എന്ന് ഒരാഗ്രഹമില്ല. പാൽ പറഞ്ഞത് ഇപ്പോഴും ഇതെന്നെ കേൾക്കാം, ഡാഡി ഇല്ലേ, വയസ്സിനില്ലേ. പിന്നെ ഞാൻ ഇങ്ങനെയും ചോദിക്കേണ്ടി വരും എനിക്ക്. ഞാൻ ഇവിടെ ഇന്നലെ രാവിലെ വന്നോളൂ, നിങ്ങളിവിടെ ഞാൻ മുമ്പ് വന്നതായിട്ട് വന്നിട്ട് ഇവിടെ വേറെ സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ. ഇവിടെ ഗാർഡ് കാര്യം വിളിക്കണം, ആണോ നിങ്ങൾ തന്നെ എളിപ്പേരാണേ. ഉള്ള കാര്യം ഞങ്ങൾ തുറന്ന് സംസാരിക്കാൻ അറിയില്ല എങ്ങനെ ഏവരായാലും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ ജെസ്സി ക്ലാരാൻറ്റി അല്ലേ ഒരു തരം ആ ഇതിൽ ഭാഗ്യലക്ഷ്മി ഒരു തരം ആ കണ്ണിൻ്റെ നീളം എന്തൊരു കണ്ണ് നീളമായിട്ട് വിടലില്ലേ, കണ്ണ് നീണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് വിടലില്ലേ,
ആ മുഖമാണ്. ഇപ്പോൾ സെലീന ഗോമസ്, അമ്മാമ, റോസി, പിന്നെ ജെസ്സിയേച്ചി, കുളപ്പള്ളി ലീല, അല്ലെങ്കിൽ മറ്റേ സോഫി ആൻറ്റി, ആ ടൈപ്പിലൊരു ഇതില്ലേ ഒരു മുഖം, അതിൻ്റെ ഒരു എടുപ്പ് അത് വരുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് പറയാനേ ആ ടൈപ്പ്. ഗ്ലാഡിസ് മോസി, അഗനാൻറ്റി, ബേബി ആൻറ്റി. അപ്പോൾ ആ മുഖം നീളം ഇതില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു എടുപ്പും സംസാരം വരുന്നത്. അപ്പോൾ അതിന് സെക്ഷൻ നീടല്ല. അപ്പോൾ ബേബി ആൻറ്റി എന്ന് പറഞ്ഞാൽ അവർ നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കുമായിരുന്നു, ബേബി ആൻറ്റി നിങ്ങളെ ഏൽപ്പിച്ചതല്ലേ മമ്മിക്ക് സെർവൻ്റ് എന്താണ് കല്യാണി, ഒന്നും ഇല്ല, ഒന്നും പണിയൊന്നും ചെയ്യാണ്ട് അവിടെ വെറുതെ ഇരിക്കുക, കഷ്ടം എനിക്ക് പറയായിരുന്നു അല്ലേ. എനിക്ക് അവരോട് അപ്പം അങ്ങനെ പറയാൻ തോന്നിയില്ല. പിന്നെ പറയണം, ഞാൻ സാധാരണ ഇതിന് വേണ്ടി വരുമ്പോൾ സെക്യൂറാണ് ശരിക്കും നല്ലതിന് വേണ്ടിയാണോ എന്തിനാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ തുറന്നുള്ള കാര്യം സംസാരിക്കണമല്ലോ, ഏൽപ്പിച്ചതാണോന്നും. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കത് പറയേണ്ടതില്ല. ഈ വേറെ സമയത്തേക്ക് നീട്ടിവയ്ക്കാം. വേറെ സമയത്തേക്ക് നീട്ടിവയ്ക്കുമ്പോൾ എന്താ വരണേ, അവിടെ മെറ്റീരിയലിസ്റ്റിക് തമ്മിൽ കൊല്ലിക്കണ രീതി വരണല്ലേ. വേറെ പിന്നെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ 6 മാസം 1.5 വർഷം പിന്നെ എന്തൊരാവശ്യത്തിന് പോകുമ്പോൾ സംസാരിച്ചാൽ മതി. ഇതന്നെ പറഞ്ഞു. ഇതന്നെ എനിക്ക് വേറെ രീതിയിൽ പറയാം. ബേബി എനിക്കത് കണ്ടത് അറിയില്ല. അപ്പോൾ ബേബി ആൻറ്റി മണീനെയാണ് മകൻ്റെ മുഖം മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ബേബി ആൻറ്റി അല്ലേ മമ്മീനെ ഏൽപ്പിച്ച് അന്ന് കല്യാണി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചില്ലേ, അവരൊന്നും ചെയ്യില്ല, അങ്ങനെ വെറുതെ ഇരിക്കും വീട്ടിൽ. അപ്പോൾ അപ്പോൾ അവരങ്ങനെ കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ കഷ്ടം ഇന്നുകൂടി ചേർക്കാം. എനിക്ക് ഇങ്ങനെ പറയണ രീതി ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി, അതാണ് കുറച്ചുകൂടി നീട്ടി പറയുമ്പോൾ ഞാൻ മെറ്റീരിയലിസ്റ്റിക് തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. അത് ഒരു സമയത്ത് പറഞ്ഞു എന്നാണ്. ഒരു സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, അത് തമ്മിൽ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കണ രീതിയില്ല. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ഇല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഉള്ളിലെല്ലാം ഷോർട്ട് ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം എനിക്ക് പറയാനില്ല, റെക്കോർഡ് ചെയ്യണമെന്ന് പിന്നെ എപ്പോഴും പറഞ്ഞാൽ മതി. പിന്നെ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് തന്നിട്ട് കുറേ പത്ര കുട്ട കഴിക്കണമല്ല, സിഗരറ്റ് വീട് കഴിക്കണം, വിഷമമാണ്, ക്ഷീണമാണോ, മറ്റേതാണ്, നില കുടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് ഇത് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യണത്. പിന്നെ പറയുന്നതല്ല കുടിച്ച് നടക്കാൻ പാടില്ല, ഡ്രഗ് അടിച്ച് നടക്കാൻ പാടില്ല. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അർത്ഥം അതല്ല. പിന്നെ നമ്മുടെ ബേബി ആൻറ്റി അല്ല ആ നീളത്തിൽ കളയുന്ന ഈ ബേബി ആൻറ്റി എന്ന് പറയുന്നത്. ബേബി ആൻറ്റി എന്നുള്ള ആ രീതി ബേബി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ബേബി ആൻറ്റി എന്ന് പറയുന്നത് എനിക്ക് മുഖം കണ്ട് തിരിച്ചറിയണല്ലോ ഏത് ഇവരെ സെർവൻ്റ് ഏൽപ്പിച്ചാണ്. അപ്പോൾ ഞാൻ സംസാരിക്കണില്ല, ഇവർ ഇതോടെ കേട്ടിട്ടുണ്ടാവും അതൊക്കെ. അപ്പോൾ നമ്മുടെ ബേബി ആൻറ്റി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ സംസാരിക്കും ആ രീതിയിലുള്ള സെലീന ഗോമസും ബാക്കിയുള്ള മുഖങ്ങളുടെ കാര്യം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെസ്സി ആ ടൈപ്പിലുള്ളത് വരവ്. ഇപ്പോൾ കുളപ്പുള്ളി ലീലി ആണെങ്കിലും ഒരു ബേബി ആൻറ്റിയുടെ ചെറിയൊരു അവതാരമാണ്, മനസ്സിലാവുണ്ട്. അവർക്കൊരു മുഖത്തിന് അങ്ങനെ വേണമെങ്കിൽ പേഴ്സണൽ ബോഡി ലാംഗ്വേജ് കാണിക്കാം. പക്ഷെ ബേബി ആൻറ്റിക്ക് ആ ഒരു ഇങ്ങനെ പറയണ ഇതിലുണ്ടെങ്കിലും അങ്ങനെയാണ്ട് അത് പുറത്തേക്ക് എടുക്കണല്ലേ. കുളപ്പുള്ളി ലീല എന്ന് പറയുന്നത് കുറച്ചുകൂടിയും ഒരു തുറന്ന് കാണിക്കണ ഒരു ഇതാണ് അല്ലേ. ജെസ്സിയേച്ചി അതിനേക്കാളും കുറച്ചുകൂടിയും ആ രീതിയിലുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് വരുന്നത്, അല്ലാണ്ട് സെക്ഷൽ നീഡിനെ കുറിച്ചല്ല പറയുന്നത്, പെണ്ണെന്നല്ല പറയുന്നത്. ആ മുഖത്തിൻ്റെ ഒരു നീളമുള്ള കണ്ണ് പിന്നെ വിടർന്നൊരു തരം വേറെ രീതിയിലാണല്ലേ. മുടിയൊക്കെ നിറഞ്ഞ് നല്ല ഇതിൽ ഒരു പ്ലസൻ്റ് വേയിൽ കാണുന്നതാണ്. അതിലാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്താ തന്നെ പറയാ, ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാണ്ട് പേര് വിളിച്ച് സംസാരിക്കാൻ അറിയുന്നതല്ല. അതിലിപ്പോൾ സുഭാഷ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഫെയർവെല്ലിന് എവിടെയെങ്കിലും വന്ന് അവർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഗെറ്റ് ടുഗദർ നടക്കുകയാണെങ്കിലും പ്രൊഫസറുടെ ഹാരിസ് അല്ലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയായിരിക്കും. അപ്പോൾ അന്നത്തെ രീതിയിലുള്ള സംഭാഷണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വർഷമായി വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ശരിയാണ് പറയുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ സെക്ഷൽ നീഡോ സെക്ഷൽ ടെൻഷനോ എന്ന് പറയണല്ലേ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെക്ഷൽ ലിബിഡോ ഉണ്ടാവും. സെക്ഷൽ ലിബിഡോ എന്ന് പറയുന്നത് എന്താ, സമയത്ത് നമുക്ക് എപ്പോഴും പുതിയവരെ കാണുമ്പോൾ നമുക്ക് സംസാരിച്ച് എങ്ങനെ ആയില്ലേ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, വേണ്ടെങ്കിൽ ചെയ്യും, സംസാരിച്ച് ഡിസ്കസ് ചെയ്യുക, ഇന്ന് പോകേണ്ട എന്തെങ്കിലും അതിലുള്ള ഒരു ചേർച്ച ഉണ്ടാക്കുക, സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം. അതിനെയാണ് സെക്ഷൽ ലിബിഡോ എന്ന് പറയുന്നത്. എപ്പോൾ നമ്മൾ ചെയ്യണം, വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും എന്നുള്ളത് പോലെ.